ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റും റൈറ്റ് ഓഫ് ലീനും നോക്കിക്കഴിഞ്ഞു. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ അത് അപ്പോൾ നമ്മൾ നാച്ചുറലി അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇനി അടുത്ത് നോക്കേണ്ടത് അല്ലേ? നമ്മൾ റൈറ്റ് ഓഫ് ലീന് നോക്കിക്കഴിഞ്ഞു, റൈറ്റ് ഓഫ് സ്റ്റോറേജ് ഇൻ ട്രാൻസിറ്റ് നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഓക്കെ, ഇത് ഷോർട്ട് ആൻസർ, ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റൈറ്റ് ഓഫ് ലീൻ ആൻഡ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്. ആദ്യം രണ്ട് റൈറ്റ്സും, ബോത്ത് റൈറ്റ്സ് ആർ ഡിസൈൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് അൺപെയ്ഡ് സെല്ലർ അഗൈൻസ്റ്റ് ഗുഡ്സ്. അൺപെയ്ഡ് സെല്ലറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് റൈറ്റ്സും ഉണ്ടാക്കിയിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം രണ്ടിന്റെ ഇഫക്റ്റ് സെയിം തന്നെയാണ്. അതായത് സെല്ലറിന്റെ അടുത്തേക്ക് ഗുഡ്സിനെ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ റൈറ്റ് ഓഫ് ലീൻ ആണെന്നുണ്ടെങ്കിൽ അത് അയാൾ റീറ്റെയിൻ ചെയ്യും ആ പൊസിഷൻ. റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ റിസ്യൂം അല്ലെങ്കിൽ റീഗെയിൻ ചെയ്യും പൊസിഷൻ ഓഫ് ദ ഗുഡ്സ് ഒരിക്കൽ കൂടെ. എന്തിന്? അയാളുടെ റൈറ്റ് ഓഫ് ലീൻ റിവൈവ് ചെയ്യുന്നതിന് വേണ്ടി. ഏതുവരെ? അണ്ടിൽ പ്രൈസ് ഈസ് പെയ്ഡ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഓൾറെഡി നമ്മൾ ബാരാക്കിൽ വായിച്ചതാണത്. അതായത് റിസ്യൂം ചെയ്യുന്നു. എന്തിന്? ആ റിസ്യൂം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? റൈറ്റ് ഓഫ് ലീൻ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം റിസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പൊസിഷൻ അയാളുടെ കയ്യിൽ വന്നു, അപ്പോൾ റൈറ്റ് ഓഫ് ലീൻ റിവൈവ് ആയി. പിന്നെ അത് ഏതുവരെ റൈറ്റ് ഓഫ് ലീൻ ഉണ്ടാവും? അണ്ടിൽ പ്രൈസ് ഈസ് പെയ്ഡ്. ഇനി നമുക്ക് ഡിസ്റ്റിങ്ഷൻ നോക്കാം. ഡിസ്റ്റിങ്ഷൻ 5 ഹെഡ്സിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആദ്യം എപ്പോഴാണ് ഇത് അറൈസ് ചെയ്യുന്നത്? റൈറ്റ് ഓഫ് ലീൻ എപ്പോഴാണ് അറൈസ് ചെയ്യുന്നത്? അറൈസസ് എപ്പോൾ ബയർ ഡീഫോൾട്ട് ചെയ്യുന്നോ അപ്പോൾ അറൈസ് ചെയ്യും. അതിൽ ബയറിന്റെ ഇൻസോൾവൻസി ആയിട്ട് ഒരു ബന്ധവുമില്ല. അതാണ് റൈറ്റ് ഓഫ് ലീന്റെ പ്രത്യേകത. ബയർ ഇൻസോൾവെന്റ് ആവാം, സോൾവെന്റ് ആവാം. റൈറ്റ് ഓഫ് ലീൻ അറൈസസ് ഓൺലി ഇൻ കേസ് ഓഫ് ഇൻസോൾവൻസി, നോട്ട് ഓൺലി ഇൻ ദ കേസ് ഓഫ് ഇൻസോൾവൻസി ഓഫ് ദ ബയർ ബട്ട് ഓൾസോ ഇൻ സർട്ടൺ അതർ കേസസ്. അതായത് പ്രൈസ് പേ ചെയ്തില്ല, ഏത് ബയർ സോൾവെന്റ് ആണോ ഇൻസോൾവെന്റ് ആണോ എന്നുള്ളത് ഇമ്മെറ്റീരിയൽ ആണ്. ബയർ ഡീഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലറിന്റെ അടുത്ത് ഗുഡ്സിന്റെ പൊസിഷൻ ഉണ്ടെങ്കിൽ റൈറ്റ് ഓഫ് ലീൻ അവിടെ അറൈസ് ചെയ്തു. പക്ഷെ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് അങ്ങനെയല്ല. അറൈസസ് ഓൺലി ഇൻ കേസ് ഓഫ് ഇൻസോൾവൻസി ഓഫ് ദ ബയർ. ബയർ ഇൻസോൾവെന്റ് ആണെങ്കിൽ മാത്രമേ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് അറൈസ് ചെയ്യുള്ളൂ. ഇനി പൊസിഷൻ ഓഫ് ഗുഡ്സിന്റെ ഹെഡിങ്സിൽ എന്തൊക്കെയാണ് ഡിഫറൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത് പൊസസറി ലീൻ ആണ്. അതായത് അൺപെയ്ഡ് സെല്ലർ ക്യാൻ എക്സസൈസ് ദ റൈറ്റ് ഓഫ് ലീൻ ഇഫ് ഹി ഹാസ് ദ പൊസഷൻ ഓഫ് ദ ഗുഡ്സ്. ഗുഡ്സിന്റെ പൊസഷൻ ഉണ്ടായിരിക്കണം അയാളുടെ കയ്യിൽ, അല്ലാതെ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റിൽ എന്താ വേണ്ടത്? ക്യാൻ ബി എക്സസൈസ്ഡ് ബൈ ഇഫ് ഹി ഹാസ് പാർട്ടഡ് വിത്ത് ദ ഗുഡ്സ്. നേരെ വിപരീതമാണ്. മറ്റേത് പൊസഷൻ കയ്യിലുണ്ടായിരിക്കണം റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യണമെങ്കിൽ. റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എക്സസൈസ് ചെയ്യണമെങ്കിൽ കയ്യിൽ നിന്ന് പൊസിഷൻ പോയിട്ടുണ്ടായിരിക്കണം. ഹി ഹാസ് പാർട്ടഡ് വിത്ത് ദ ഗുഡ്സ്. അത് മാത്രം പോരാ, ഈ ബയർ ഇൻസോൾവെന്റ് ആവുകയും കൂടെ വേണം. അപ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് വ്യത്യാസം. ഒന്ന് കയ്യിലുണ്ടായിരിക്കണം, മറ്റേത് കയ്യിലുണ്ടായിരിക്കരുത്. ഇനി തേർഡ് ഹെഡിങ്, ടെർമിനേഷൻ ഓഫ് റൈറ്റ്. എപ്പോഴാണ് റൈറ്റ് ടെർമിനേറ്റ് ചെയ്യുന്നത്? Right of lien comes to an end when the seller gives the possession of the goods to an independent carrier for the purpose of the transaction. ഞാൻ ഇവിടെ possession independent carrier എന്നുള്ളത് റെഡിൽ എഴുതിയിട്ടുണ്ട്. അതായത് റൈറ്റ് ഓഫ് ലീൻ എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്? സെല്ലർ ഗുഡ്സ് കാരിയറിന് ഹാൻഡ് ഓവർ ചെയ്താൽ പോരാ, അതൊരു ഇൻഡിപെൻഡന്റ് കാരിയർ ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് കാരിയർ എന്ന് പറഞ്ഞത്? ഇപ്പൊ ബയറിന്റെ തന്നെ കാരിയർ ആണെന്നുണ്ടെങ്കിൽ ബയറിന്റെ പൊസഷനിലാണ് ഗുഡ്സ് ഇരിക്കുന്നത്. അങ്ങനെ പോരാ, റൈറ്റ് ഓഫ് ലീൻ എൻഡ് ആവില്ല. ബയറിന്റെ പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് റൈറ്റ് ഓഫ് ലീൻ എൻഡ് ആവില്ല. ഇനി സോറി, ഞാൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. സെല്ലറിന്റെ കാരിയറിന്റെ അടുത്ത് തന്നെയാണ് ഗുഡ്സ് ഇരിക്കുന്നതെങ്കിൽ ഒരിക്കലും റൈറ്റ് ഓഫ് ലീൻ എൻഡ് ആവില്ല. കാരണം സെല്ലറിന്റെ ഗുഡ്സ് സെല്ലറിന്റെ കാരിയറിന്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഇനി ബയറിന്റെ കാരിയർ ആണെങ്കിലോ അതും പറ്റില്ല. കാരണം ബയറിന്റെ കാരിയറിലേക്കാണ് ഇത് ഗുഡ്സ് എത്തിയത് എങ്കിൽ പൊസിഷൻ പോയി. അപ്പം റൈറ്റ് ഓഫ് ലീൻ അവിടെ എല്ലാം എൻഡ് ചെയ്യാണ്. അവിടെ റൈറ്റ് ഓഫ് ലീനും എൻഡ് ചെയ്യാണ്, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റും എൻഡ് ചെയ്യാണ്. എങ്ങനെയാണെങ്കിൽ ബയറിന്റെ അടുത്ത് ഗുഡ്സ് എത്തുകയാണെന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് ഇൻഡിപെൻഡന്റ് കാരിയറിന്റെ അടുത്താണ് ഇത് ഗുഡ്സ് കൊടുത്തതെങ്കിൽ അവിടെ റൈറ്റ് ഓഫ് ലീൻ എൻഡ് ചെയ്യും. അത് ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് സെല്ലർ ഒരു കാരിയറിന്റെ അടുത്ത് ഗുഡ്സ് ഏൽപ്പിക്കുകയാണ്. ആ കാരിയർ സെല്ലറിന്റെ തന്നെ കാരിയർ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഓഫ് ലീൻ എൻഡ് ചെയ്യില്ല. കാരണം സ്റ്റിൽ ദ ഗുഡ്സ് ആർ ഇൻ ദ പൊസഷൻ ഓഫ് ദ സെല്ലർ. അതൊരു ഇൻഡിപെൻഡന്റ് കാരിയർ ആയിരിക്കണം. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാരിയറിന്റെ അടുത്ത് സെല്ലർ കൊണ്ട് ഗുഡ്സ് കൊടുക്കുന്ന സമയത്ത് ആ നിമിഷം മുതൽ സെല്ലറിന്റെ റൈറ്റ് ഓഫ് ലീൻ എൻഡ് ചെയ്യും. ഇനി റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്?
so long as the goods are in transit, അയാൾക്ക് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എക്സസൈസ് ചെയ്യാം. എപ്പോഴാണ് അത് എൻഡ് ചെയ്യുന്നത്? when buyer acquires the possession of the goods. ബയറിന്റെ കയ്യിലേക്ക് ഗുഡ്സ് പോയിട്ടുണ്ടെങ്കിൽ, ബയറിന് ഡെലിവറി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എൻഡ് ചെയ്യും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ, അതൊരു ടേബിൾ ഫോമിൽ എഴുതി എന്നേ ഉള്ളൂ. ഇനി വാട്ട് ഈസ് ദ പേർപ്പസ്? പേർപ്പസിലുള്ള വ്യത്യാസം എന്താണ്? റൈറ്റ് ഓഫ് ലീൻ എന്തിനാ എക്സസൈസ് ചെയ്യുന്നത്? ഓൾറെഡി കയ്യിലുള്ള പൊസഷൻ, ഗുഡ്സിന്റെ പൊസഷൻ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി. നേരെ വെച്ച് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എന്തിനാണ് എക്സസൈസ് ചെയ്യുന്നത്? ആ പൊസഷൻ റീഗെയിൻ ചെയ്യാൻ വേണ്ടി. അയാളുടെ കയ്യിൽ നിന്ന് പോയി, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എപ്പോഴും ഗുഡ്സ് കയ്യിൽ നിന്ന് പോയി, അപ്പൊ അതിനെ തിരിച്ച് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എക്സസൈസ് ചെയ്യുന്നത്. ഇനി റിവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരിക്കൽ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ റൈറ്റ് ഓഫ് ലീൻ ഒരിക്കൽ ലൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് റിവൈവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? എപ്പോഴാണ് റൈറ്റ് ഓഫ് ലീൻ ലൂസ് ആവുന്നത്? പൊസഷൻ കയ്യിൽ നിന്ന് പോകുമ്പോൾ. പൊസഷൻ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എക്സസൈസ് ചെയ്ത് ഈ റൈറ്റ് ഓഫ് ലീൻ റിവൈവ് ചെയ്യിക്കാൻ പറ്റും. നേരെ മറിച്ച് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ഒരിക്കൽ ഈ ഗുഡ്സ് ബയറിന്റെ അടുത്ത് ഡെലിവർ ആയി കഴിഞ്ഞാൽ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ലോസ്റ്റ് ആയി. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരിക്കൽ വൺസ് ദ ഗുഡ്സ് ഹാവ് ഗോട്ട് ഡെലിവേർഡ് ടു ദ ബയറിന്റെ കയ്യിൽ ഗുഡ്സ് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സെല്ലറിന് ഒരു റൈറ്റും ഇല്ല, റൈറ്റ് ഓഫ് ലീനും ഇല്ല, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റും ഇല്ല. എന്തുകൊണ്ടാണ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ഇല്ലാത്ത? ട്രാൻസിറ്റ് എൻഡായി. എന്തുകൊണ്ടാണ് റൈറ്റ് ഓഫ് ലീൻ ഇല്ലാത്തത്? ഇനി ഒരിക്കലും ഗുഡ്സ് അയാളുടെ പൊസഷനിലേക്ക് വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഡിഫറൻസസ്. ഇനി നമുക്ക് സെക്ഷൻ 54, അപ്പൊ നമ്മൾ റൈറ്റ് ഓഫ് ലീൻ കഴിഞ്ഞു, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് കഴിഞ്ഞു. ഇത് നാച്ചുറൽ ആയിട്ട് നമുക്ക് അടുത്ത റൈറ്റിലേക്ക് പോകാം. റൈറ്റ് ഓഫ് റീസെയിൽ, അത് 53 അല്ല, സെക്ഷൻ 54 ആണ്. 54 ഒരുപാട് സംഭവങ്ങളുണ്ട്. 4 ക്ലോസസ് ഉണ്ട്. 4 ക്ലോസസ് അല്ല, 4 സബ്സെക്ഷൻസ് ഉണ്ട്. 1, 2, 3, 4. അപ്പം നമുക്ക് ആദ്യം 1ഉം 4ഉം ഒന്ന് ഒരുമിച്ച് വായിക്കാം. ഓക്കെ, ആദ്യം ഹെഡിങ് വായിക്കാം. ഇതായിരുന്നു ആദ്യം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. സെയിൽ നോട്ട് ജനറലി റിസീൻഡഡ് ബൈ ലീൻ ഓർ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്. ആദ്യം ആ ഹെഡിങ്ങിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ അൺപെയ്ഡ് സെല്ലർ അയാളുടെ റൈറ്റ് ഓഫ് ലീനോ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റോ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട്, ചെയ്തു എന്നുള്ള കാര്യം കൊണ്ട് മാത്രം ജനറലി സെയിൽ റിസീൻഡ് ആവുന്നില്ല. സെയിൽ റിസീൻഡ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ബയറും സെല്ലറും കൂടെ തമ്മിൽ ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിൽ എൻറ്റർ ചെയ്തിട്ടുണ്ടാവും. ആ കോൺട്രാക്ട് ഓഫ് സെയിലിന് ഒന്നും സംഭവിക്കില്ല. റിസീൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റിസീൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ സെമ്മിലെ റെസ്കൈൻഡ്. റിസീൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റദ്ദാവുക. അങ്ങനെ ആ കോൺട്രാക്ട് ഓഫ് സെയിലൊന്നും ഒരിക്കലും റിസീൻഡ് ആവില്ല. റിസീൻഡ് ആയാൽ എന്ത് പറ്റും? ഇപ്പൊ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്തു, പൈസ തന്നില്ല, ബയർ പൈസ തന്നില്ല. അപ്പൊ സെല്ലർ എന്ത് ചെയ്തു? അയാളുടെ റൈറ്റ് യൂസ് ചെയ്തു, റൈറ്റ് ഓഫ് ലീൻ. ഗുഡ്സ് പിടിച്ചു വെച്ചിരിക്കുക. ഗുഡ്സ് ഹാവ് ബീൻ അവര് സെല്ലർ ഹാസ് റീറ്റെയിൻഡ് ദ പൊസഷൻ ഓഫ് ദ ഗുഡ്സ്. അങ്ങനെ റീറ്റെയിൻ ചെയ്യുമ്പോഴേക്ക് ഈ കോൺട്രാക്ട് ഓഫ് സെയിൽ അങ്ങ് റദ്ദായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തിനാണ് ഈ ഇത് പിടിച്ചു വെച്ചിരിക്കുന്നത്? ബയർ പൈസ തരാത്തോണ്ടാണ്. അപ്പൊ പിടിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം ബയർ വരികയാണ്, ഞാൻ നിങ്ങളുടെ പ്രൈസ് തരാം, അതാ നിങ്ങളുടെ പ്രൈസ്, ഗുഡ്സിന്റെ പ്രൈസ് ഇതാണ്, എനിക്ക് സാധനം റിലീസ് ചെയ്ത് തരും. അപ്പൊ ഇത് റിലീസ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഇത് റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യുമ്പോഴേക്ക് കോൺട്രാക്ട് ഓഫ് സെയിൽ അങ്ങ് റദ്ദായി പോയി കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്ട് ഒന്നും ഇല്ല. പിന്നെ അയാൾ അവിടെ പൈസ വന്നു കഴിഞ്ഞാൽ അത് മേടിക്കാനും പറ്റില്ല, ഇത് ഗുഡ്സ് റിലീസ് ചെയ്ത് കൊടുക്കാനും ഒന്നും പറ്റില്ല. അതുകൊണ്ട് ജനറലി ഒരു സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റോ റൈറ്റ് ഓഫ് ലീനോ എക്സസൈസ് ചെയ്തത് കൊണ്ട് സെയിൽ ഒരിക്കലും ഈ സെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് അറിയാം? കോൺട്രാക്ട് ഓഫ് സെയിലാണ്. സെയിൽ ജനറലി റിസീൻഡ് ആവുന്നില്ല, അതാണ് എഴുതിയിരിക്കുന്നത്. സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് സെക്ഷൻ, a contract of sale is not rescinded by mere exercise of an unpaid seller of his right of lien or stoppage in transit. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ 4ലേക്ക് പോവാം. ഓക്കെ, ജനറലി പറ്റില്ല, പക്ഷെ പറ്റുന്ന കേസുണ്ട്. അതാണ് where the seller expressly reserves a right of resale. ഇപ്പൊ സെല്ലർ അഗ്രിമെന്റ് എഴുതുമ്പോൾ, കോൺട്രാക്ട് ഓഫ് സെയിൽ എഴുതുന്ന സമയത്ത് അതിനകത്ത് എഴുതുകയാണ്, ഇൻ കേസ് ദ ബയർ ഷുഡ് മേക്ക് ഡീഫോൾട്ട്. ഈ ബയർ എപ്പോഴെങ്കിലും ഒരു ഡീഫോൾട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ റൈറ്റ് ഓഫ് റീസെയിൽ റിസർവ് ചെയ്യും. ഞങ്ങൾക്ക് ഇത് റീസെയിൽ ചെയ്യാൻ പറ്റും. എപ്പം? ഓൺ ദ ബയർ മേക്കിംഗ് ഡീഫോൾട്ട് റീസെൽസ് ദ ഗുഡ്സ്. അപ്പം ഇത് ഇപ്പൊ കേസ് മാറി. സബ്സെക്ഷൻ 4 വന്നപ്പം എന്താ പറയുന്നത്? കോൺട്രാക്ട് ഓഫ് സെയിൽ എഴുതി ചേർക്കുകയാണ്. അതായത് സെല്ലർ ഈസ് റിസർവിംഗ് ദ റൈറ്റ് ഓഫ് റീസെയിൽ എപ്പം? ഇൻ കേസ് ദ ബയർ ഷുഡ് മേക്ക് ഡീഫോൾട്ട്. എപ്പോഴെങ്കിലും ബയർ ഡീഫോൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് റൈറ്റ് ഓഫ് റീസെയിലിൽ റിസർവ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനത്തെ ഒരു കോൺട്രാക്ടിന്റെ ബേസിസിൽ ബയർ ഡീഫോൾട്ട് ചെയ്തു. അപ്പൊ എന്ത് പറ്റും? ഗുഡ്സ് റീസെല് ചെയ്യാൻ പറ്റും. റീസെല് ചെയ്യുമ്പോൾ എന്ത് പറ്റും?
the contract of sale, the original contract of sale is generally rescinded, but without prejudice to any claim which the seller may have for damages. അത് മനസ്സിലായോ? Generally ഒരു റൈറ്റ് ഓഫ് ലീനോ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ആൻഡ് ട്രാൻസിറ്റോ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരിക്കലും കോൺട്രാക്ട് ഓഫ് സെയിൽ റിസീവ് ആവുന്നില്ല. പക്ഷെ കോൺട്രാക്ട് ഓഫ് സെയിൽ എക്സ്പ്രസ് ആയിട്ട് സെല്ലർ അതിനുള്ള ആ റൈറ്റ് ഓഫ് റീസെയിൽ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴാണ് റൈറ്റ് ഓഫ് റീസെയിൽ ആവശ്യമായിട്ട് വരിക? ബയർ ഡീഫോൾട്ട് ചെയ്യുമ്പോൾ. അങ്ങനത്തെ ഒരു കോൺട്രാക്റ്റിൽ വ്യക്തമായിട്ട് എഴുതുകയും അങ്ങനെ ബയർ ഡീഫോൾട്ട് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഇത് റീസെൽ ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ കോൺട്രാക്ട് ഓഫ് സെയിൽ റിസീൽഡ് ആയി. പിന്നെ ആ ഒറിജിനൽ കോൺട്രാക്ട് ഓഫ് സെയിലിന് യാതൊരു പ്രസക്തിയില്ല. അതിന്റെ ഒരു കേസ് ലോ ആണ് ഈ ഫോർത്ത് ഉണ്ടല്ലോ, ഇതിന്റെ നമുക്കൊരു കേസ് ലോ നോക്കാം. ആ കേസ് ലോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കേസ് ലോ നോക്കാൻ നമ്മൾ ഈ ബുക്കിൽ റൈറ്റ് ഓഫ് റീസെയിൽ എന്ന് പറഞ്ഞ ഹെഡിങ് ഉണ്ട്. ഓക്കെ, ഈ ഹെഡിങ്ങിൽ നമുക്ക് ഈ ഭാഗത്ത് നോക്കാം. ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്. The seller may expressly reserve the right of resale in case the buyer should make a default. അത് ശരിക്കും അവതാർ സിംഗിന്റെ ടെക്സ്റ്റിൽ അയാൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് കോപ്പി ചെയ്യും. ശരിക്കും ബെയർ ആക്ടിന്റെ ലാംഗ്വേജ് കോപ്പി ചെയ്തിട്ടുണ്ടാവും, പിന്നെ അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇൻ സച്ച് എ കേസ് നോ നോട്ടീസ് ഓഫ് സെയിൽ ഈസ് നെസസറി. ഓക്കെ, അത് പ്രത്യേകം മനസ്സിലാക്കണം. നോട്ടീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് എക്സ്പ്രസ് ആയിട്ട് റൈറ്റ് ഓഫ് റീസെയിൽ റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അത് ആ കോൺട്രാക്ട് ഓഫ് സെയിലിൽ തന്നെ കിടക്കുന്നുണ്ട്. ഓൾറെഡി ബയർക്ക് അറിയാം ഞാൻ എന്തെങ്കിലും ഡീഫോൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെല്ലർ ഇത് റീസെയിൽ ചെയ്യും. കാരണം എന്താ? കോൺട്രാക്ട് എഗ്രിമെന്റിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ട്. എക്സ്പ്രസ് ആയിട്ട് ആ റൈറ്റ് ഓഫ് റീസെയിൽ എഴുതിയിട്ടുണ്ട്. സോ നോ നോട്ടീസ് ഓഫ് സെയിൽ ഈസ് നെസസറി. ദ കോൺട്രാക്ട് ഈസ് ഓട്ടോമാറ്റിക്കലി റിസീൽഡ് വെൻ ദ സെല്ലർ റീസെൽസ് ദ ഗുഡ്സ്. ഓക്കെ, സെല്ലർ റീസെൽ ചെയ്യുന്ന ആ സമയത്ത് ഈ കോൺട്രാക്ട് ഓഫ് സെയിൽ അങ്ങ് റിസീൽഡ് ആയി പോകും ഓട്ടോമാറ്റിക്കലി. ഒന്നും ചെയ്യണ്ട, റദ്ദായി പോകും. He does not അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം, he does not resell as an unpaid seller but as original owner of the goods. ഇതിന്റെ കേസാണ് വാർഡ് ലിമിറ്റഡ് വേഴ്സസ് ബിഗ്നർ. ഇതിന്റെ അകത്ത് എന്താ സംഭവിച്ചത്? ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ ഫോർ 2 cars, 2 cars, ഒരു വാൻഗാർഡ് ആൻഡ് സോഡിയാക്. ഈ കാറിന്റെ 2 കാർ ഉണ്ട്, അതിന്റെ കോൺട്രാക്ട് ഓഫ് സെയിൽ ആണ്. 850 pounds ഇത് കോൺട്രാക്ട് ഓഫ് സെയിൽ പറഞ്ഞത്. ബയർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു 25 pound ഡെപ്പോസിറ്റ് ചെയ്തു. അതിന്റെ ശേഷം ഹി ഡിഡ് നോട്ട് പേ ദ പ്രൈസ് പേ ചെയ്തില്ല. ഒരു റീസണബിൾ നോട്ടീസും കൊടുത്തു സെല്ലർ. നിങ്ങൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിത് റീസെൽ ചെയ്യാൻ പോവുകയാണെന്നുള്ള ഒരു റീസണബിൾ നോട്ടീസ് കൊടുത്തിട്ടും ഇയാൾ ഈ 25 pound ഇനീഷ്യലി ഡെപ്പോസിറ്റ് ചെയ്തതല്ലാതെ അയാൾ പ്രൈസ് ഒന്നും പേ ചെയ്തില്ല. ഇതിന്റെ നിങ്ങൾ എങ്ങനെ ഹെൽഡ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. ഇതിന്റെ ഡിസിഷൻ ശ്രദ്ധിച്ച് കേൾക്കണം. ദ സെല്ലർ ദെൻ ട്രൈ ടു റീസെൽ. ഓക്കെ, അപ്പൊ സെല്ലർ എന്ത് ചെയ്തു? പൈസ കിട്ടുന്നില്ല. പക്ഷെ ഇത് മനസ്സിലാക്കണം, ഹി ഹാസ് ഓൾറെഡി എക്സ്പ്രസ്ലി ഇത് റൈറ്റ് ഓഫ് റീസെയിൽ റിസർവ് ചെയ്ത കോൺട്രാക്ട് ആണ്. ഹി ട്രൈ ടു റീസെൽ ബട്ട് ഹി കുഡ് ഫൈൻഡ് എ കസ്റ്റമർ ഓൺലി ഫോർ വാൻഗാർഡ്. 2 കാർ ഉണ്ടായിരുന്നു, 2 കാറിന്റെയും കൂടെ പ്രൈസ് ആണ് 850. റീസണബിൾ നോട്ടീസ് കൊടുത്തിട്ട് മറ്റേ പ്രൈസ് ഒന്നും തരുന്നില്ല. അപ്പൊ ഇയാൾ റീസെൽ ചെയ്യാൻ തീരുമാനിച്ചു. റീസെൽ ചെയ്യാൻ വേണ്ടി അയാൾ ഒരു അഡ്വർടൈസ്മെന്റും ഒക്കെ അയാൾക്ക് കൊടുക്കേണ്ടി വന്നു. 22 pound 10 എന്തോ ഇത് മറ്റേ ഷില്ലിങ്സ് എന്തോ ആണെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ഫാക്ട് മനസ്സിലാക്കിയാൽ മതി. ഇയാൾ ഇത് സെല് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സെല് ചെയ്യേണ്ട ഭാഗമായിട്ട് ഇയാൾക്ക് ഒരു അഡ്വർടൈസ്മെന്റ് റിലീസ് ചെയ്യേണ്ടി വന്നു. അതിന് കുറച്ച് പൈസ വന്നു. അപ്പം സെല് ചെയ്യാൻ ഇയാൾ നോക്കിയപ്പോൾ വാൻഗാർഡിന് കസ്റ്റമർ കിട്ടിയ അയാൾക്ക് അത് അയാൾ 359 pound അയാൾ അത് കൊടുത്തു. ആ 359 pound അയാൾ കൊടുത്തു. പക്ഷെ എന്നിട്ട് അയാൾ എന്ത് ചെയ്തു എന്നറിയോ? ബാക്കി he claimed damages for 475 representing the balance price and 22. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അഡ്വർടൈസ്മെന്റ് കൊടുത്തു. പക്ഷെ അയാൾക്ക് വാൻഗാർഡിന് മാത്രം കസ്റ്റമറെ കിട്ടി. വാൻഗാർഡ് 359 pound അയാൾ കൊടുത്തു. ഓക്കെ, അയാൾ സെല് ചെയ്തു വാൻഗാർഡ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഡാമേജസ് ക്ലെയിം ചെയ്തു. എത്ര അയാൾ ഡാമേജസ് ക്ലെയിം ചെയ്തെന്നറിയോ? 475 pounds. അതാണ് ബാലൻസ് വരുന്നത്. ഈ 850 ബാലൻസ് വരുന്ന 475. അതിൻ്റെ അകത്ത് അയാൾ ഈ 22 pound എന്തോ അയാൾക്ക് അഡ്വർടൈസ്മെന്റിനുള്ള ചെലവ് വന്നില്ലേ, അതും പിന്നെ അയാൾ ഒരു ഇനീഷ്യൽ 25 ഡെപ്പോസിറ്റ് ചെയ്തല്ലോ, അതെല്ലാം കുറച്ചിട്ട് ഈ വാൻഗാർഡ് വിറ്റിട്ട് അയാൾക്ക് 359 കിട്ടി. അതിന്റെ ബാക്കി അയാൾക്ക് വന്നത് എല്ലാ ഡാമേജ് ഈ അഡ്വർടൈസ്മെന്റിന് വന്ന എക്സ്പെൻസസ് കൂട്ടി അയാൾ മറ്റേ ബയർ ഇനീഷ്യലി ഡെപ്പോസിറ്റ് ചെയ്ത് 25 കുറച്ച് ബാക്കി എല്ലാം കൂടെ 850 എത്ര ബാക്കിയുണ്ടോ 475 അയാൾ ക്ലെയിം ചെയ്തു. കോടതി എന്തായിരിക്കും പറയുക?
നിങ്ങൾക്ക് ഫാക്ട്സ് മനസ്സിലായോ? നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല, നിങ്ങൾ അവിടെ ഉണ്ടല്ലോ അല്ലേ? ഫാക്ട് മനസ്സിലായി. ഓക്കെ. അപ്പൊ എന്തായിരിക്കും കോടതി പറയുക? അപ്പൊ നമുക്ക് സെക്ഷൻ ഒന്ന് നോക്കാം. വേർ ദ സെല്ലർ എക്സ്പ്രസ്ലി റിസർവ്സ് എ റൈറ്റ് ഓഫ് റീസെയിൽ. ഇത് അങ്ങനത്തെ കേസാണ്. ഈ കോൺട്രാക്റ്റിൽ എക്സ്പ്രസ്ലി അവർ റൈറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ബയർ ഡീഫോൾട്ട് ചെയ്തോ? ഡീഫോൾട്ട് ചെയ്തു. അയാൾ ആദ്യം ഒരു 25 പൗണ്ട് കൊടുത്തു, പിന്നെ അയാൾ ഒന്നും ചെയ്തിട്ടില്ല, റീസെൽ ചെയ്തു. ദ ഒറിജിനൽ കോൺട്രാക്ട്, ഇത് ശ്രദ്ധിച്ചു വായിക്കൂ. ആൻഡ് ഓൺ ദ ബയർ മേക്കിംഗ് ഡീഫോൾട്ട്, ബയർ ഡീഫോൾട്ട് ചെയ്യുകയാണെങ്കിൽ റീസെൽസ് ദ ഗുഡ്സ്, ഗുഡ്സ് റീസെൽ ചെയ്താൽ, ഗുഡ്സ് ഓൺ ദ ബയർ മേക്കിംഗ് ഡീഫോൾട്ട് റീസെൽസ് ദ ഗുഡ്സ്, ദ ഒറിജിനൽ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് ദെർബൈ റിസീൻഡഡ്. ഇത് റീസെൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ അണ്ടറിൽ ഒരു ഒറിജിനൽ കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടല്ലോ, അത് റിസീൻഡഡ് ആയി പോകും, അത് റദ്ദായി പോകും. ബട്ട് വിത്തൗട്ട് prejudice to any claim which the seller may have for the damages. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് റീസെൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ മൊമെന്റ് റീസെൽ നടക്കുന്ന സമയത്ത് ഒറിജിനൽ കോൺട്രാക്ട് ഓഫ് സെയിൽ റിസീൻഡ് ആയി. അത് റിസീൻഡ് ആവണം എന്തുകൊണ്ടാണ് അവിടെ പറയുന്നത്? ആ കോൺട്രാക്ട് ഇല്ലാതാവണം. അത് റീസെൽ ചെയ്ത് കഴിഞ്ഞു. റീസെൽ ചെയ്യുന്ന സമയത്ത് ആ ഒറിജിനൽ കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടല്ലോ, അത് റിസീൻഡഡ് ആയി പോകും. പക്ഷെ അത് റിസീൻഡഡ് ആണെങ്കിലും വിത്തൗട്ട് prejudice to any claim which the seller may have damages. അപ്പോൾ ഈ ഒറിജിനൽ ബയർ അയാൾ പേയ്മെന്റ് ചെയ്യാത്തത് കൊണ്ടല്ലേ ഇത് റീസെൽ ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ റീസെൽ ചെയ്യേണ്ടി വരുന്നതിന്റെ ഭാഗമായിട്ട് സെല്ലറിന് എന്തെങ്കിലും ഡാമേജസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് വിത്തൗട്ട് prejudice to any claim, അതൊക്കെ അയാൾക്ക് ക്ലെയിം ചെയ്യാം. അതിനോട് prejudice ഇല്ലാതെ ഇയാൾക്ക് അങ്ങനെ വിത്തൗട്ട് prejudice to any claim which the seller may have for damages, ഒറിജിനൽ കോൺട്രാക്ട് ഓഫ് സെയിൽ റിസീൻഡ് ആയി പോകും. അപ്പൊ ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും ഇതിൻ്റെ അത് കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുണ്ടാവുക? അപ്പൊ നമുക്ക് നോക്കാം. ബയർ ഡീഫോൾട്ട് ചെയ്തു, ഇയാൾ ഈ വാൻഗാർഡ് വിറ്റു. ഓക്കെ, അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തു, എത്രയോ കുറച്ച് പൈസയൊക്കെ ആയി. ആ പൈസയൊക്കെ ഇയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം എന്താ? വിത്തൗട്ട് prejudice to any claim the seller may have for damages. ഈ അഡ്വർടൈസ്മെന്റ് റിലീസ് ചെയ്യാൻ അയാൾക്ക് പൈസ വന്നു, അത് ക്ലെയിം ചെയ്യാം. ഇനി എന്താണ് ഈ ഡാമേജസ് എന്നുള്ള വാക്ക്? സെല്ലർ മേ ഹാവ് ഫോർ ഡാമേജസ്, അവിടെയാണ് ആ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. ഇയാൾ വാൻഗാർഡ് സെല് ചെയ്തപ്പോൾ ഒരു സംഭവം ഉണ്ടായി. റീസെൽ അവിടെ നടന്നു. റീസെൽ നടക്കുമ്പോൾ ഉടനെ ഒറിജിനൽ കോൺട്രാക്ട് ഓഫ് സെയിൽ റിസീൻഡഡ് ആവും. ഇത് കോടതി പറഞ്ഞതാണ് കേട്ടോ. ഇയാൾ ഈ വാൻഗാർഡ് റീസെൽ ചെയ്ത് എത്ര രൂപയ്ക്കാണ്? 359 പൗണ്ടിന് എന്തോ അയാൾ റീസെൽ ചെയ്തു. ഓക്കെ, വാൻഗാർഡ് he could find a customer only for Vanguard and 359 സെല് ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയോ? ഒറിജിനൽ കോൺട്രാക്ട് ഓഫ് സെയിൽ റിസീൻഡഡ് ആയി. ഒറിജിനൽ കോൺട്രാക്ട് ഓഫ് സെയിൽ റിസീൻഡഡ് ആയ സമയത്ത് ഇയാളുടെ വേറൊരു കാർ ഉണ്ടായിരുന്നു, സോഡിയാക്ക് കാർ. ഈ സോഡിയാക്ക് കാർ ഇയാളുടെ സ്വന്തം കാറായി മാറി, ഓണർഷിപ്പ് മാറിപ്പോയി. അപ്പം ഈ 475 അയാൾ ക്ലെയിം ചെയ്തത് എന്തിനാണെന്നറിയോ? മറ്റേ കാർ വിൽക്കാൻ പറ്റിയില്ലല്ലോ, അതിനുള്ള പൈസയും കൂടിയാണ് അയാൾ അത് ക്ലെയിം ചെയ്തത്. കാരണം ആ കാർ അയാൾക്ക് വിൽക്കാൻ പറ്റാതെ അത് അയാളുടെ അടുത്ത് ഇരിക്കുക. ബയർ ആ കോൺട്രാക്ട് ഹോണർ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ സോഡിയാക്ക് കാറിന്റെ പൈസയും കൂടെ ഇയാളുടെ കയ്യിൽ വരുമായിരുന്നു. അതുകൊണ്ടാണ് അയാൾ ഈ 475 പൗണ്ട്സ് ക്ലെയിം ചെയ്തത്. ആ 475 എല്ലാം ഉണ്ട്. വിൽക്കാൻ പറ്റാതെ മറ്റേ കാർ അയാളുടെ കയ്യിൽ ഇരിക്കുകയാണ്, അതിന് കസ്റ്റമറെ കിട്ടത്തില്ല. അതിന്റെ പൈസയും അഡ്വർടൈസ്മെന്റിന്റെ പൈസയും ഒക്കെ കൂട്ടി 25. കോടതി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വാൻഗാർഡ് 350 രൂപയ്ക്ക് കൊടുത്ത സമയത്ത് കോൺട്രാക്ട് അവിടെ റിസീൻഡ് ആയി. അതാണ് സെക്ഷൻ 4 പറയുന്നത്. സെക്ഷൻ 54 സബ്സെക്ഷൻ 4 പറയുന്നത് നിങ്ങളുടെ ഒറിജിനൽ കോൺട്രാക്ട് റിസീൻഡഡ് ആയി. ഒറിജിനൽ കോൺട്രാക്ട് റിസീൻഡഡ് ആയി കഴിഞ്ഞാൽ ഈ സോഡിയാക്കിന് ഓണർ നിങ്ങളാണ്. നിങ്ങൾക്ക് ഒരിക്കലും ആ ബയറെ പിന്നെ യു കനോട്ട് ഹോൾഡ് ദ ബയർ ലയബിൾ ഫോർ ദാറ്റ്. കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റിന്റെ പൈസ മേടിക്കാം. ബിക്കോസ് അത് എന്തുകൊണ്ട് അഡ്വർടൈസ്മെന്റിന്റെ പൈസ മേടിക്കാം? കാരണം ഈ ക്ലോസ് വെച്ചിട്ട് എടുക്കാം. വിത്തൗട്ട് prejudice to any claim which the seller may have for damages. ആ വിൽക്കാതെ കിടക്കുന്ന സോഡിയാക്ക് അവിടെ കിടക്കും, അതിന്റെ പൈസയൊന്നും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം ഒറിജിനൽ കോൺട്രാക്ട് റിസീൻഡഡ് ആയി പോയി. ഇനി വിത്തൗട്ട് prejudice to any claim with the seller have for damages എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അഡ്വർടൈസ്മെന്റ് പൈസ ക്ലെയിം ചെയ്യാം. പിന്നെ ഇയാളുടെ ഒരു കാർ, ആദ്യത്തെ കാർ വിറ്റുപോയല്ലോ വാൻഗാർഡ്, അത് 350 പൗണ്ടിനാണ് വിറ്റത്. പക്ഷേ ഇത് ഒറിജിനൽ ബയർ മേടിച്ചിരുന്നു എങ്കിൽ ഇയാൾക്ക് കുറച്ചും കൂടെ ഒരു ഹയർ പ്രൈസ് കിട്ടുമായിരുന്നു. അതായത് ഇപ്പൊ അയാൾക്ക് 400 പൗണ്ട്സ് കിട്ടുമായിരുന്നു എന്ന് വെക്കുക. പക്ഷെ ഒറിജിനൽ ബയർ മേടിക്കാത്തത് കൊണ്ട് ഇയാൾ റീസെൽ ചെയ്ത സമയത്ത് 359 പൗണ്ടിന് അയാൾക്കത് കസ്റ്റമർ കിട്ടിയുള്ളൂ. അപ്പൊ ഈ 359ഉം 400ഉം തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസ് നിങ്ങൾക്ക് ഡാമേജസ് ആയിട്ട് ബയറിന്റെ അടുത്ത് മേടിക്കാം. പിന്നെ നിങ്ങൾ ഇത് അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൈസ ചെലവാക്കി, അതും നിങ്ങൾക്ക് മേടിക്കാം.
പക്ഷെ സോഡിയാക് കാർ ഈ പ്രൊവിഷൻ കാരണം ഒറിജിനൽ കോൺട്രാക്ട് റിസീവ്ഡ് ആയ കാരണം അതിന്റെ മുകളിൽ മറ്റേ ബയർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം അതിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അഡ്വാൻസ് അയാൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡെപ്പോസിറ്റ് ചെയ്ത് 25 അത് ബയറിന് കിട്ടും, തീർച്ചയായിട്ടും അത് ബയറിന് കിട്ടും. അത് അയാൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ 475 എഴുതിയിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ചെലവാക്കി അഡ്വർടൈസ്മെന്റിന്റെ പൈസ വേണമെന്ന് പറഞ്ഞു, അതിൽ 25 അയാൾ കുറച്ചു. ഓക്കെ, the court held that when the seller resells the goods the contract is rescinded. Contract rescind എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് റദ്ദായി, പിന്നെ ഈ ബയറും സെല്ലറും തമ്മിലുള്ള ബന്ധം തന്നെ അവസാനിച്ചു. ഓക്കെ, ആൻഡ് ദ ഗുഡ്സ് വൺസ് അഗെയിൻ ബിക്കം ഹിസ് പ്രോപ്പർട്ടി. അപ്പൊ ഈ സോഡിയാക് കാർ അയാളുടെ കാറായി. അയാളുടെ കാർ വിറ്റ് പോവാതെ വീട്ടിൽ കിടക്കുന്നതിന് ബയറിനെ റെസ്പോൺസിബിൾ ആക്കാൻ പറ്റില്ല, ലയബിൾ ആക്കാൻ പറ്റില്ല. കോൺസിക്വന്റ്ലി ദ സോഡിയാക് ബിക്കേം ഹിസ് പ്രോപ്പർട്ടി. ഹി കുഡ് നോട്ട് റിക്കവർ ഇറ്റ്സ് പ്രൈസ്. അതിന്റെ പ്രൈസ് ഒന്നും റിക്കവർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഹി കുഡ് റിക്കവർ ദ ഷോർട്ട് ഫാൾ ഇൻ ദ പ്രൈസ് ഓഫ് വാൻഗാർഡ്. വാൻഗാർഡ് വിൽക്കുന്നതിൽ എന്തെങ്കിലും ഷോർട്ട് ഫാൾ ഉണ്ടെങ്കിൽ അത് ശരിക്കും 25 പൗണ്ടാണ് അവിടെ ഷോർട്ട് ഫാൾ വന്നത്. അതും അഡ്വർടൈസിങ് എക്സ്പെൻസസും. ഇനിയിപ്പോ നെഹല ചോദിച്ച ക്വസ്റ്റ്യൻ ഇവിടെ ആൻസർ ഇതവിടെ കിടക്കുന്നുണ്ട്. വെൻ ദ ബയർ മേക്സ് എ ഡെപ്പോസിറ്റ്, എപ്പോഴെങ്കിലും ബയർ ഒരു ഡെപ്പോസിറ്റ് മേക്കി അവിടെ 25 പൗണ്ട് എഴുതിയിട്ടുണ്ട്, ഹി ഈസ് എൻടൈറ്റിൽഡ് ടു റീഫണ്ട് ഓഫ് ഇറ്റ് വെൻ ദ സെല്ലർ റീസെൽസ് ദ ഗുഡ്സ്. വളരെ എക്സ്പ്രസ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ബയർ എന്തെങ്കിലും ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള എൻടൈറ്റിൽമെന്റ് ഉണ്ട്, ഹീസ് എൻടൈറ്റിൽഡ് ടു റീഫണ്ട് ബട്ട് സബ്ജക്ട് ടു ദ സെല്ലേഴ്സ് ക്ലെയിം ഫോർ ഡാമേജസ്. അതായത് ഈ 25 പൗണ്ടിൽ നിന്ന് ബാക്കി എല്ലാം കുറയ്ക്കും. അയാളുടെ അഡ്വർടൈസ്മെന്റിന്റെ എമൗണ്ട്, ആ ഡെപ്പോസിറ്റ് എമൗണ്ടിൽ നിന്ന് എന്തൊക്കെ ഇയാൾക്ക് ഡാമേജസ് വന്നിട്ടുണ്ടോ അതെല്ലാം കുറച്ച് ബാക്കി അയാൾക്ക് തിരിച്ചു കൊടുക്കും. ഓക്കെ, where the seller does not offer evidence of the difference. ഇനി ഇതാണ് കോൺട്രാക്ട് പ്രൈസും റീസെയിൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇത് നമ്മൾ ഈ വാൻഗാർഡ് കൊടുത്ത സമയത്ത് ഇയാൾക്ക് ഒരു ഡിഫറൻസ് വന്നു എന്ന് പറഞ്ഞില്ലേ. അതായത് വാൻഗാർഡ് ഒറിജിനൽ വയർ മേടിച്ചിരുന്നു എങ്കിൽ, അതായത് കോൺട്രാക്ട് പ്രൈസ് 400 പൗണ്ട് ആയിരുന്നു, പക്ഷെ റീസെയിൽ പ്രൈസ് 359 ആണെന്നുണ്ടെങ്കിൽ ഇത് എന്നാ നോക്കണമെന്ന് അറിയാം, ഡേറ്റ് ഓഫ് ബ്രീച്ചിന്റെ അന്ന് നോക്കണം. ആ ഡേറ്റ് ഓഫ് ബ്രീച്ചിന്റെ അന്ന് ആ ഡിഫറൻസിന് കോടതിയിൽ എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സെല്ലറിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് കോമ്പൻസേഷൻ കിട്ടില്ല. അതാണ് എഴുതിയിരിക്കുന്നത്. where the seller does not offer evidence, ഉണ്ടോ, evidence of the difference between the contract price and the resale price on the date of breach is not entitled to any compensation. അപ്പം അത് ഈ സെല്ലറിന്റെ ഡ്യൂട്ടിയാണ്. ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്, ഞങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്, ഈ ഡേറ്റ് ഓഫ് ബ്രീച്ചിന് അത് വിൽക്കേണ്ടി വന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര കുറച്ച് പൈസയ്ക്ക് കൊടുക്കേണ്ടി വന്നു, അത് അയാൾ കോടതിയിൽ അയാൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അങ്ങനെ അല്ല അയാൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അതിനുള്ള എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാൾക്ക് കോമ്പൻസേഷൻ കിട്ടില്ല. ഓക്കെ, ഇത്രയും മനസ്സിലാക്കാം. ഈ കേസിലോ എഴുതുക വാർഡ് വേഴ്സസ് ബിഗ്നൽ. അത് ഏതിനു വേണ്ടി എഴുതുക? സെക്ഷൻ 54 സബ് സെക്ഷൻ 4. ഇനി നമുക്ക് 2 എണ്ണം ബാക്കിയുണ്ട്. ഈ 2 എണ്ണം നമുക്ക് നോക്കാം. ഇനി ഇത് വായിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഞാൻ വായിക്കുന്ന മാതിരി നിങ്ങൾ ഈ സെക്ഷൻ വായിക്കുക കേട്ടോ. വേർ ദ ഗുഡ്സ് ആർ ഓഫ് എ പെരിഷബിൾ നേച്ചർ. ഓക്കെ, ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന മാതിരി വായിക്കുക. വേർ ദ ഗുഡ്സ് ആർ ഓഫ് എ പെരിഷബിൾ നേച്ചർ, അതായത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ആണെന്ന് വിചാരിച്ചാൽ മതി. ഈ കോൺട്രാക്ട് ഓഫ് സെയിലിന്റെ സബ്ജക്ട് മാറ്റർ ഒന്നുകിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് അല്ലെങ്കിൽ പാല്, ഇതേമാതിരത്തെ പെട്ടെന്ന് കേട് വരുന്ന പെരിഷബിൾ നേച്ചർ ഉള്ള ഗുഡ്സ് ആണെങ്കിൽ നീ ഇവിടുന്ന് വായിക്കുക. ദ അൺപെയ്ഡ് സെല്ലർ മേ, if the buyer does not within a reasonable time pay or tender the price. Okay, perishable nature ഉള്ള ഗുഡ്സ് ആണ്. അൺപെയ്ഡ്, if the buyer within reasonable time, ഒരു റീസണബിൾ ടൈമിന്റെ അകത്ത്, കാരണം ഇല്ലെങ്കിൽ ഇത് ഗുഡ്സ് നശിച്ചു. വിത്തിൻ എ റീസണബിൾ ടൈം അയാൾ പേയ്മെന്റ് ചെയ്തതുമില്ല, അയാൾ പ്രൈസ് ഓഫർ ചെയ്തതുമില്ല, അങ്ങനത്തെ ഒരു കേസിൽ ബയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ അൺപെയ്ഡ് സെല്ലർ മേ, അൺപെയ്ഡ് സെല്ലറിന് എന്ത് ചെയ്യാൻ പറ്റും? മേ റീസെൽ ദ ഗുഡ്സ്. അതൊക്കെ റീസെൽ ചെയ്യാണ്. ഇത് റൈറ്റ് ഓഫ് റീസെയിലിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്, ആദ്യം മനസ്സിലാക്കണം. ഈവൻ ദോ ഇറ്റ് ഈസ് ദ ഹെഡിങ് ഈസ് നോട്ട് ടൈറ്റിൽ ലൈക്ക് ദാറ്റ്, റൈറ്റ് ഓഫ് റീസെയിലിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പെരിഷബിൾ ഗുഡ്സ് ആണ്, റീസണബിൾ ടൈമിൽ ബയർ പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ അൺപെയ്ഡ് സെല്ലർ മേ റീസെൽ ദ ഗുഡ്സ്. ഇനിയുള്ള വാക്ക് ഇമ്പോർട്ടന്റ് ആണ്, വിത്തിൻ എ റീസണബിൾ ടൈം. അയാൾ അതൊരു റീസണബിൾ ടൈമിൽ അയാൾ സെല് ചെയ്തിരിക്കണം. ഓക്കെ, വിത്തിൻ, ഇവിടെ 2 റീസണബിൾ ഉണ്ട്. ബയർ ഒരു റീസണബിൾ ടൈമിൽ പേയ്മെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സെല്ലറിന് റീസെൽ ചെയ്യാൻ പറ്റും വിത്തിൻ എ റീസണബിൾ ടൈം. അയാൾ റീസണബിൾ ടൈമിന്റെ അകത്ത് തന്നെ റീസെൽ ചെയ്യണം. ആൻഡ് റിക്കവർ ഫ്രം ദ ഒറിജിനൽ ബയർ ഡാമേജസ് ഫോർ എനി ലോസ് ഒക്കേഷൻഡ് ബൈ ഹിസ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്.
ഇത് ബയർ സമയത്തിന് പ്രൈസ് തന്നില്ലല്ലോ, അപ്പൊ അവിടെ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടന്നു. ആ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഒക്കേഷൻ നടന്നതുകൊണ്ട് ഒറിജിനൽ ബയർക്ക് എന്തൊക്കെ ലോസ് ആണ് ഉണ്ടായതെങ്കിൽ ആ ഡാമേജസ് അൺപെയ്ഡ് സെല്ലറിന് റിക്കവർ ചെയ്യാൻ പറ്റും. എങ്ങനെ? ബൈ ആഫ്റ്റർ റീസെല്ലിംഗ് ദ ഗുഡ്സ്. അത് റീസെല് ചെയ്യുന്ന സമയത്ത് വിത്തിൻ എ റീസണബിൾ ടൈം ചെയ്യണം. ഓക്കെ, അതായത് ഇത് എന്തിനാണ് ഈ റീസണബിൾ ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം ഇപ്പൊ തക്കാളിയാണെന്ന് വെക്കുക. ഇപ്പൊ തക്കാളി ഒറിജിനൽ ആള് പൈസ തന്നില്ല. അപ്പം ഈ സെല്ലർ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വിൽക്കാൻ നോക്കണം. ഇപ്പൊ ബയർ തരുന്നില്ല എന്ന് മനസ്സിലായി, അപ്പൊ ഇയാൾ ഇത് വിത്തിന് റീസണബിൾ ടൈം ഇത് വിൽക്കണം. അല്ലാതെ തക്കാളിയുടെ വില കൂടാൻ വേണ്ടി കാത്തിക്കരുത്. അപ്പോൾ ഇന്ന് അവിടെ കിടക്കട്ടെ, ഗോഡൌണിൽ കിടക്കട്ടെ, ഒരാഴ്ച കഴിയുമ്പോൾ തക്കാളിയുടെ വില കൂടാൻ സമയമുണ്ട്, നമുക്ക് അപ്പം വിൽക്കാം, എന്നിട്ട് ആ സമയത്ത് വിറ്റിട്ട് നമുക്ക് ഈ മറ്റേയാളെടുത്ത് അത് മുഴുവൻ റിക്കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി സമ്മതിക്കില്ല. അതിനു വേണ്ടിയാണ് ഈ റീസണബിൾ ടൈം. കാരണം വെച്ചാൽ മറ്റവർ അങ്ങനെ വാദിക്കും കോടതി പോയിട്ട്, ദേ ഹാവ് നോട്ട് റീസോൾഡ് ഇറ്റ് വിത്തിൻ എ റീസണബിൾ ടൈം. ഓക്കെ, അവര് എനിക്ക് നഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അവര്. അതാണ് ഈ റീസണബിൾ ടൈം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി ബട്ട് the buyer shall not be entitled to any profit which may occur on resale. Okay, ബയറിന് പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. അപ്പൊ അത് മനസ്സിലാക്കുക. ഞാൻ ഈ റെഡ് ലൈൻ വരച്ചത് വായിക്കുക. ഗുഡ്സ് പെരിഷബിൾ നേച്ചറിലുള്ള ഗുഡ്സ് ആണെങ്കിൽ ബയർ പ്രൈസ് റീസണബിൾ ടൈമിന്റെ അകത്ത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അൺപെയ്ഡ് സെല്ലറിന് അത് റീസെൽ ചെയ്യാൻ പറ്റും. എങ്ങനെ റീസെൽ ചെയ്യണം? ഒരു റീസണബിൾ ടൈമിന്റെ അകത്ത് റീസെൽ ചെയ്യണം. അങ്ങനെ റീസെൽ ചെയ്യുന്നത് വഴി അയാൾക്ക് എന്തെങ്കിലും ഡാമേജസ് ഈ സെല്ലർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ ഡാമേജസ് ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കാരണം ഉണ്ടായതുകൊണ്ട് അയാൾക്ക് ഒറിജിനൽ ബയറിൽ നിന്ന് അത് റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ബയറിന് ഒരു പ്രോഫിറ്റ്, ഇപ്പം സപ്പോസ് പ്രോഫിറ്റ് കിട്ടിയെന്ന് വെക്കുക, ഇങ്ങനെ ഇയാൾ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തു, അപ്പം ബയർ മേടിച്ചിരുന്നു എങ്കിൽ 10 രൂപയ്ക്കായിരുന്നു അയാൾക്ക് 10 രൂപയായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ ബയർ മേടിക്കാത്തതുകൊണ്ട് 20 രൂപയ്ക്ക് തക്കാളി വിറ്റുപോയി നിൽക്കുക. അതിന്റെ ആ പ്രോഫിറ്റ് ഒന്നും ഒരിക്കലും ബയർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ ബയർ ഷാൽ നോട്ട് ബി എൻടൈറ്റിൽഡ് ടു എനി പ്രോഫിറ്റ് വിച്ച് മേ ഒക്കർ ഓൺ റീസെയിൽ. ഓക്കെ, ബയറിന് പ്രോഫിറ്റ് കിട്ടുമൊന്നുമില്ല. അതേസമയം സെല്ലറിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബയറിന്റെ അടുത്ത് മേടിക്കുകയും ചെയ്യാം. എങ്ങനെയാണെങ്കിൽ if goods are of perishable nature. ഓക്കെ, ഇനി ഞാൻ ഇത്രയും പറഞ്ഞ നിങ്ങൾ വായിച്ചല്ലോ, ഇനി വേറൊരു രീതിയിൽ ഇത് വായിക്കണം. പെരിഷബിൾ നേച്ചറിന്റെ സംഭവം കഴിഞ്ഞു. ഓക്കെ, ഇനി വേർ ദ അൺപെയ്ഡ്, ഇവിടെ ഈ ഓർ കണ്ടല്ലോ, വേർ ദ അൺപെയ്ഡ് സെല്ലർ ഹു ഹാസ് എക്സർസൈസ്ഡ് ഹിസ് റൈറ്റ് ഓഫ് ലീൻ or stoppage in transit gives notice to the buyer of his intention to resell. അങ്ങനെ വായിക്കുക. അതായത് ഒരു അൺപെയ്ഡ് സെല്ലർ ഉണ്ട്. ആ അൺപെയ്ഡ് സെല്ലർ അയാളുടെ റൈറ്റ് ഓഫ് ലീൻ അല്ലെങ്കിൽ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എക്സസൈസ് ചെയ്ത ഒരു അൺപെയ്ഡ് സെല്ലറാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു അൺപെയ്ഡ് സെല്ലർ ആണെങ്കിൽ അയാള് ബയറിന് നോട്ടീസ് കൊടുക്കണം. പെരിഷബിൾ ഗുഡ്സ് ആണെങ്കിൽ നോട്ടീസിന്റെ ഒന്നും പരിപാടിയില്ല. പെരിഷബിൾ നേച്ചറിൽ നോട്ടീസിന്റെ പരിപാടിയില്ല. റീസണബിൾ ടൈമിൽ പൈസ തന്നില്ല, റീസണബിൾ ടൈമിൽ അയാൾ അത് വിൽക്കുക, നഷ്ടം ഉണ്ടെങ്കിൽ ബയറിന്റെ അടുത്ത് മേടിക്കുക, ലാഭം ഉണ്ടെങ്കിൽ പോക്കറ്റിലിടുക, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു റൈറ്റ് ഓഫ് ലീനോ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റോ എക്സസൈസ് ചെയ്ത ഒരു അൺപെയ്ഡ് സെല്ലർ ആണെങ്കിൽ അയാൾ ഒരു നോട്ടീസ് കൊടുക്കുകയാണ്. ബയർ എന്താണ് നോട്ടീസ് കൊടുക്കുന്നത്? നിങ്ങൾ ഇനി പേയ്മെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് റീസെൽ ചെയ്യും. നോട്ടീസ് കൊടുക്കണം. അവിടെ നോട്ടീസ് കൊടുക്കണം. അതാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഈ റൈറ്റ് ഓഫ് ലീൻ അല്ലെങ്കിൽ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എക്സസൈസ് ചെയ്ത ഒരു അൺപെയ്ഡ് സെല്ലർ ഗീവ്സ് നോട്ടീസ് ടു ദ ബയർ, ഞാനിത് റീസെൽ ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ദ അൺപെയ്ഡ് സെല്ലർ മേ ഇഫ് ദ ബയർ ഡസ് നോട്ട് വിത്തിൻ എ റീസൺ, ഇനി ഇതെല്ലാം സെയിം അതേമാതിരി തന്നെ വായിക്കുക, റിക്കവർ ഫ്രം ദ ഒറിജിൻ ഫോർ ദ ലോസ് ബട്ട് ദ ബയർ ഷാൽ നോട്ട് ബി എൻടൈറ്റിൽഡ് ടു എനി പ്രോഫിറ്റ് ഫോർ. മനസ്സിലായില്ലേ? അപ്പം ഒരു റൈറ്റ് ഓഫ് ലീൻ അല്ലെങ്കിൽ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എക്സസൈസ് ചെയ്ത ഒരു അൺപെയ്ഡ് സെല്ലർ അയാളുടെ ബയറിന് ഒരു നോട്ടീസ് കൊടുക്കുകയാണ്, ഞങ്ങൾ ഇത് റീസെൽ ചെയ്യാൻ പോവാണ്. അങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തതിന് ശേഷം അൺപെയ്ഡ് സെല്ലറിന് അത് റീസെൽ ചെയ്യാൻ പറ്റും. എങ്ങനെ? ബയർ വിത്തിൻ എ റീസണബിൾ ടൈം, ഈ നോട്ടീസ് കൊടുത്തതിന് ശേഷം വിത്തിൻ എ റീസണബിൾ ടൈം ബയർ പേയ്മെന്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അൺപെയ്ഡ് സെല്ലറിന് വിത്ത് എ റീസണബിൾ ടൈമിന്റെ ഉള്ളിൽ ഇത് റീസെയിൽ ചെയ്യാൻ പറ്റും. അൺപെയ്ഡ് സെല്ലറിന് ഒരു റീസണബിൾ ടൈമിന്റെ ഉള്ളിൽ ഇവിടെ റീസെയിൽ ചെയ്യാൻ പറ്റും. അവിടെയാണ് ആ റീസണബിൾ എന്നുള്ള വാക്കിന്. പെരിഷബിൾ ഗുഡ്സിൽ ആക്ച്വലി ആ റീസണബിൾ ടൈമിൽ വിൽക്കുക എന്നുള്ളതിന് വലിയ പ്രസക്തി ഒന്നുമില്ല. കാരണം അത് നശിച്ചു പോകാണ്ട് ഈ അൺപെയ്ഡ് സെല്ലർ എത്രയും പെട്ടെന്ന് അത് സെല് ചെയ്യാൻ നോക്കും.
അങ്ങനെ പെരിഷബിൾ അല്ലാത്ത കേസസിൽ ചിലപ്പം ഈ അൺപെയ്ഡ് സെല്ലർ ഈ സാധനം വെച്ചുകൊണ്ടിരിക്കും. കാരണം എന്തെങ്കിലും ഇനി ഇൻഫ്ലേഷനോ മാർക്കറ്റ് പ്രൈസിൽ ഫ്ലക്ച്വേഷൻ കാരണം ഇതിന് വില കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ ഗോഡൌണിൽ വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നല്ല പ്രൈസ് ഷൂട്ട് ചെയ്ത ദിവസം അത് കൊണ്ട് വിൽക്കും. അതുകൊണ്ടാണ് ആ കേസിലാണ്, ഈ പറഞ്ഞ രണ്ടാമത്തെ കേസിലാണ് റീസണബിൾ ടൈമിന്റെ ഉള്ളിൽ അൺപെയ്ഡ് സെല്ലർ വിൽക്കണം എന്നുള്ളതിന് പ്രസക്തി വരുന്നത്. ഓക്കെ, അങ്ങനെ വിൽക്കുന്നത് വഴി ഇവർക്ക് എന്തെങ്കിലും ഒരു നഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ ആ ബയറിന്റെ അടുത്ത് അത് റിക്കവർ ചെയ്യാൻ പറ്റും. ലാഭം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ അൺപെയ്ഡ് സെല്ലറിന് അത് അവരുടെ കയ്യിൽ തന്നെ വെക്കാം, ബയറിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ കേസ്, ഇത് ഗിവ്സ് നോട്ടീസ്. ഓക്കെ, ഇനി നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? If such notice is not given, ആദ്യം മനസ്സിലാക്കേണ്ടത് പെരിഷബിൾ ഗുഡ്സിന് നോട്ടീസ് ഇല്ല. ഓക്കെ, പെരിഷബിൾ ഗുഡ്സിന് നോട്ടീസ് ഇല്ല. നമ്മൾ മറ്റേ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വെൻ അൺപെയ്ഡ് സെല്ലർ എക്സസൈസ് റൈറ്റ് ഓഫ് ലീൻ ഓർ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്. അവിടെ നോട്ടീസ് കൊടുക്കുകയാണെങ്കിലുള്ള കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി ആ അൺപെയ്ഡ് സെല്ലർ നോട്ടീസ് കൊടുക്കാതെ റീസെൽ ചെയ്താൽ എന്ത് പറ്റും? ദ അൺപെയ്ഡ് സെല്ലർ ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ എനി ഡാമേജസ്. അയാൾക്ക് നോട്ടീസ് കൊടുക്കാതെയും വേണം വിൽക്കാം. പക്ഷെ അങ്ങനെ വിൽക്കുന്നത് വഴി അയാൾക്ക് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദ ബയർ ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു ദ പ്രോഫിറ്റ്. അങ്ങനെ അയാൾ വിൽക്കുന്നത് വഴി ആ അൺപെയ്ഡ് സെല്ലറിന് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബയർക്ക് കൊടുക്കേണ്ടി വരും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇത് നോട്ടീസ് ഒന്നും കൊടുക്കാതെ ഇവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് മാർക്കറ്റിൽ എന്ന് തോന്നുന്ന സമയത്ത് ഇവർക്ക് അതങ്ങ് വിൽക്കാൻ പറ്റില്ല നോട്ടീസ് കൊടുക്കാതെ. അങ്ങനെ എങ്ങാനും അവർ വിറ്റ് കഴിഞ്ഞാൽ അതുകൊണ്ട് അവർക്ക് ഈ അൺപെയ്ഡ് സെല്ലറിന് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബയറിന് കൊടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊവിഷൻ എഴുതിയിരിക്കുന്നത്, ഇഫ് ഓൺ എനി റീസെയിൽ. ഓക്കെ, അപ്പോൾ അത് ആ സെക്ഷൻ ക്ലിയർ ആയല്ലോ. അപ്പോൾ അവിടെ മൂന്ന് സംഭവങ്ങൾ കിടക്കുന്നുണ്ട്. ഒന്ന് പെരിഷബിൾ നേച്ചർ, രണ്ട് an unpaid seller who has exercised his right of lien or right of stoppage in transit not giving notice and giving notice. അങ്ങനെ 3 കേസസ് അവിടെ ഉണ്ട്. അത് ശ്രദ്ധിച്ച് വായിച്ചത് 3 കൂടെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ സബ്സെക്ഷൻ, വേർ an unpaid seller who has, ഇത് പാസിംഗ് ഓഫ് ടൈറ്റിൽ ആട്ടോ, ഇത് ഓണർഷിപ്പ് പാസ് ആവുക എന്നുള്ളതാണ് ഈ സെക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഈ റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റും എക്സസൈസ് ചെയ്ത ഒരു അൺപെയ്ഡ് സെല്ലർ, അങ്ങനെയുള്ള ഒരു അൺപെയ്ഡ് സെല്ലർ ആ ഗുഡ്സ് റീസെല് ചെയ്യുന്ന സമയത്ത് the buyer acquires a good title thereto as against the original buyer, notwithstanding that no notice of resale has been given to the original buyer. ഇത് എന്തിനാ ഈ പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മുടെ ആ മാക്സിം തന്നെ പറയുന്നത് എന്താ, നീമോ ഡാറ്റ് ക്വാഡ് നോൺ ഹാബിറ്റ് ലീഗം. അതായത് ഒരു ഓണർഷിപ്പ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഗുഡ്സ് കൊടുക്കാൻ പറ്റില്ല. നോബഡി ക്യാൻ ഗിവ് എ ബെറ്റർ ടൈറ്റിൽ ദാൻ ഹി ഹിംസെൽഫ് ഹാസ്. ശരിക്കും ഇവിടെ ആരാണ് ഓണർ ബയറാണ്. ഓണർഷിപ്പ് ഒക്കെ ബയറിന്റെ അടുത്ത് പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ആക്ച്വലി ഇവിടുത്തെ ഓണർ ആരാ? ബയറാണ്. അപ്പൊ ബയറിന്റെ ഓണർഷിപ്പിലുള്ള ഒരു സാധനം അൺപെയ്ഡ് സെല്ലർ വിൽക്കുകയാണ്. അപ്പം അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ ഗുഡ് ടൈറ്റില് ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുക. ഓക്കെ, ബയർ പേയ്മെന്റ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ബയർ ഇൻസോൾവെന്റ് ആയി എന്ന് വെക്കുക. അപ്പൊ ഇയാൾ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എക്സസൈസ് ചെയ്തു, എന്നിട്ട് ഈ പൊസഷൻ റീഗെയിൻ ചെയ്തിട്ട് ഇയാൾ റീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ റൈറ്റ് ഓഫ് ലീനിൽ ആ ഗുഡ്സ് അൺപെയ്ഡ് സെല്ലറിന്റെ ഗോഡൌണിൽ ഇരിക്കുക. അപ്പൊ ഇയാൾ റീസെൽ ചെയ്യാണ്. ശരിക്കും ഇയാളുടെ ഈ അൺപെയ്ഡ് സെല്ലറിന്റെ ഗോഡൌണിൽ ഇരിക്കുന്ന ഗുഡ്സിന്റെ ഓണർഷിപ്പ് ആരുടെ അടുത്താ? ബയറിന്റെ അടുത്താണ്. അയാളാണ് ഇതിന്റെ ഓണർ. കാരണം ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിലൊക്കെ അയാൾക്ക് പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒക്കെ ഓണർഷിപ്പ് അയാളാണ്. അപ്പോൾ വേറൊരാളുടെ ഓണർഷിപ്പിൽ ഇരിക്കുന്ന ഒരു സാധനം ഈ അൺപെയ്ഡ് സെല്ലർ വിറ്റ് കഴിഞ്ഞാൽ ആർക്കാണോ ഇത് വിൽക്കുന്ന വേറൊരു സെക്കൻഡ് ബയർ, ഒരു സെക്കൻഡ് ബയറിന് വേണ്ടി ഇത് റീസെൽ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഓണർഷിപ്പ് ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നമ്മുടെ സെക്ഷൻ 26, 27 അവിടെ പറയുന്നുണ്ടല്ലോ കുറെ കാര്യങ്ങൾ. അതായത് നിങ്ങൾക്ക് ഗുഡ് ടൈറ്റിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതായത് ഓണറിന് മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു എക്സെപ്ഷൻ ആയിട്ട് ഇത് വരും. അതാണ് മനസ്സിലാക്കണം. അത് ഈ ആക്ടിലെ ഈ സെക്ഷൻ 54 സബ്സെക്ഷൻ 3 ഇവിടെ അതൊരു എക്സെപ്ഷൻ ആയിട്ട് കിടക്കുകയാണ്. ഒരു അൺപെയ്ഡ് സെല്ലർ റൈറ്റ് ഓഫ് ലീന് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എക്സസൈസ് ചെയ്ത ഒരു അൺപെയ്ഡ് സെല്ലർ അയാളുടെ ഗുഡ്സ് റീസെല് ചെയ്യുന്ന സമയത്ത് ദ ബയർ അക്വയർസ് എ ഗുഡ് ടൈറ്റിൽ. അങ്ങനെയുള്ള സെക്കൻഡ് ബയർ, ഈ റീസെയിൽ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, രണ്ടാമത്തെ ബയർ അക്വയർസ് എ ഗുഡ് ടൈറ്റിൽ thereto as the ഒറിജിനൽ ബയർ. അതായത് ഒറിജിനൽ ബയർ ഉണ്ടല്ലോ, ആ ഇൻസോൾവെന്റ് ആയ ബയർക്ക് കോടതിയിൽ പോയി പറയാൻ പറ്റില്ല ഓണർഷിപ്പ് എന്റെ അടുത്താണ് ഇരിക്കുന്നത്, ഇയാൾക്ക് ഗുഡ് ടൈറ്റിൽ ഇല്ല, ഈ സെക്കൻഡ് ബയർക്ക് ഗുഡ് ടൈറ്റിൽ ഇല്ല എന്ന് കോടതിയിൽ പോയി പറയാൻ പറ്റില്ല. കാരണം എന്താ? ഈ സെക്ഷൻ 54 സബ്സെക്ഷൻ 3 കാരണം.
he has the buyer, the second buyer acquires a good title thereto as against the original buyer. അത് നോട്ടീസ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും, ഇതിപ്പോൾ റീസെയിലിന് നോട്ടീസ് കൊടുക്കണം എന്നൊന്നുമില്ല. നമ്മൾ മുകളിൽ പറഞ്ഞില്ലേ, 2 കേസ് പറഞ്ഞില്ലേ, നോട്ടീസ് കൊടുത്താൽ നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ. നോട്ടീസ് കൊടുക്കാതെ തന്നെ ഈ അൺപെയ്ഡ് സെല്ലർ വിറ്റ് കഴിഞ്ഞാലും ഈ രണ്ടാമത് കൊടുത്ത ബയർ അക്വയർസ് എ ഗുഡ് ടൈറ്റിൽ. ഓക്കെ, അപ്പോൾ ഇത് 4 നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഇനി നമുക്ക് ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവാം. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കേസ് ലോ മനസ്സിലായല്ലോ. അപ്പോൾ ഈ കേസ് ലോ എഴുതിയാൽ മതി ഈ സബ്സെക്ഷനിൽ. ഇതിൻ്റെ അകത്ത് പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ ബുക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇതിന്റെ ഫസ്റ്റ് പ്ലേസ് കണ്ടോ, ഇതിന്റെ ഫസ്റ്റ് പ്ലേസ് ഇത് ഈ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന പെരിഷബിൾ നേച്ചറിനെ പറ്റിയാണ്. സെക്കൻഡ് നോട്ടീസ്, അതെല്ലാം ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾ ആ ആക്ടിലുള്ള മാതിരി തന്നെ അങ്ങ് എഴുതിയാൽ മതി. ഇനി ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് വേറെ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാനില്ല. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സെക്ഷൻ 54 കഴിഞ്ഞു. ഇനി സെക്ഷൻ 53ലേക്ക് വരണം. ഇതാണ് ലാസ്റ്റ് സെക്ഷൻ. ഓക്കെ, സെക്ഷൻ 53 എന്താ പറയുന്നത്? ഇഫക്റ്റ് ഓഫ് സബ്സെയിൽ ഓർ പ്ലഡ്ജ് ബൈ ദ ബയർ. ഇതിൻ്റെ അകത്ത് 2 സംഭവങ്ങളുണ്ട്. ഒന്ന്, ബയർ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ സബ്സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ പ്ലഡ്ജ്. അതാണ് സബ്സെയിൽ ഓർ പ്ലഡ്ജ്. ഇപ്പോൾ ബയർക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്നെങ്കിൽ അയാൾക്ക് സബ്സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ പ്ലഡ്ജ് ചെയ്യാം. ഇത് 2 ചെയ്യുമ്പോൾ ലീഗൽ ഇൻസിഡൻസ് ഡിഫറെൻ്റ് ആണ്. സബ്സെയിൽ ചെയ്യുമ്പോൾ ഒരു എഫക്റ്റ് വരും, പ്ലഡ്ജ് ചെയ്യുമ്പോൾ വേറൊരു എഫക്റ്റ് വരും. ഓക്കെ, ഇനി സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, the unpaid seller's right of lien or stoppage in transit is not affected by any sale or other disposition of the goods which the buyer may have made. അതിന്റെ ആദ്യം സബ്സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. എ സെല്ലറാണ്, ബി ബയറാണ്. എയും ബിയും തമ്മിലാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ. എ സെല്ലർ, ബി ബയർ. അപ്പൊ ഈ ബി വേറൊരാൾക്ക് ഇത് വിൽക്കുകയാണ്, സിക്ക്. ഇതിനെയാണ് സബ്സെയിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സബ്സെയിൽ ബി ചെയ്യുന്ന സമയത്ത് എന്റെ റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റിനും എന്ത് പറ്റും? അതാണ് ഇവിടുത്തെ ചോദ്യം. അതാണ് സെക്ഷൻ 53 ആൻസർ ചെയ്യുന്നത്. എയും ബിയും തമ്മിലാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ബി സിക്ക് വിറ്റു. സിക്ക് വിൽക്കുന്നതിനാണ് സബ്സെയിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സബ്സെയിൽ നടക്കുന്ന സമയത്ത് എന്റെ റൈറ്റ് ഓഫ് ലീനിനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റിനും എന്ത് സംഭവിക്കും? അതിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഇഫക്റ്റ് എന്താണ്? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? The unpaid seller's right of lien or stoppage in transit is not affected by any sale or other disposition of the goods which the buyer made. അപ്പോൾ ബി സിക്ക് ഏത് തരത്തിൽ അത് ഡിസ്പോസ് ചെയ്താലും അല്ലെങ്കിൽ ഒരു സെയിൽ ചെയ്യുകയാണെങ്കിലും ഈ അൺപെയ്ഡ് സെല്ലറിന്റെ റൈറ്റ് ഓഫ് ലീനിനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റും അഫക്റ്റഡ് ആവാൻ പോകുന്നില്ല. ഓക്കെ, ഇനി പക്ഷേ 2 പ്രൊവൈസേഴ്സ് ഉണ്ട്. ഒന്ന് ഇതാണ്, unless the seller has assented thereto. ഇപ്പൊ ഇവിടെ സെല്ലർ ആരാ? എ. ബയർ ആരാ? ബി. റീസെയിൽ ചെയ്തത് ആരാ? സബ്സെയിൽ ചെയ്തത് ആർക്കാ? സി. അപ്പം ഇതിങ്ങനെ ബി സബ്സെയിൽ ചെയ്തെങ്കിലും എന്റെ റൈറ്റ്സിന് ഒന്നും സംഭവിക്കില്ല. റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജും ട്രാൻസിറ്റും ഒന്നും സംഭവിക്കില്ല. പക്ഷെ സംഭവിക്കും എപ്പം? സെല്ലർ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ. സെല്ലർ ഹാസ് അസെൻഡഡ് thereto. അതാണ് ഫസ്റ്റ് കേസ്. അപ്പൊ നിങ്ങൾ ഈ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് നമ്മൾ സെക്ഷൻ 53 പോയി കഴിഞ്ഞാലേ കണ്ടോ, സെല്ലേഴ്സ് കൺസെന്റ്. ഇതൊരു എക്സെപ്ഷനാണ്. 2 എക്സെപ്ഷൻസ് ഉള്ളത്. ഒന്ന് സെല്ലേഴ്സ് കൺസെന്റ്, അതിവിടെ എഴുതി. സെല്ലർ കൺസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒറിജിനൽ സെല്ലർ അയാളുടെ സമ്മതത്തോടു കൂടിയാ ചെയ്തെങ്കിൽ ആ ഒറിജിനൽ സെല്ലറിന്റെ റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജും ട്രാൻസിറ്റും നഷ്ടപ്പെട്ടു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് നഷ്ടപ്പെടില്ല. അപ്പൊ ഇതൊരു എക്സെപ്ഷൻ ആണ്. ഇനി രണ്ടാമത്തെ എക്സെപ്ഷൻ എന്താ? പ്രൊവൈഡഡ് ദാറ്റ്, അടുത്ത പ്രൊവൈസർ, where a document of title to the goods has been issued or lawfully transferred to any person as buyer or owner of the goods. Okay, അപ്പൊ എയും ബി ആണ് ഇവിടുത്തെ ഒറിജിനൽ സെല്ലർ, ഒറിജിനൽ ബയർ. എ എന്ത് ചെയ്തു? എ ആണ് ഒറിജിനൽ സെല്ലർ. അയാൾ ഒരു ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ ലോഫുള്ളി ട്രാൻസ്ഫർ ചെയ്തു. ആർക്ക്? ബിക്ക്. എന്ത് കപ്പാസിറ്റിയിൽ? ആസ് ബയർ ഓർ ഓണർ ഓഫ് ദ ഗുഡ്സ്. ഓക്കെ, എ ബിക്ക് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പം കടൽ വഴിയാണ് വരുന്നെങ്കിൽ ബിൽ ഓഫ് ലേഡിങ്, ലോറി വഴിയാണ് വരുന്നത് ലോറി റെസീറ്റ്, റെയിൽവേ വഴിയാണ് വരുന്നതെങ്കിൽ ആ റെയിൽവേ റെസീറ്റ്. എന്താണ് ആ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ എങ്കിൽ എ ഇവിടെ ബിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, വേറെ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ദ ഗുഡ്സ് ലോഫുള്ളി ട്രാൻസ്ഫർ ചെയ്തു. ആർക്ക്? ബയർക്ക് ഓർ ഓണർക്ക്. അങ്ങനെയുള്ള ഒരു ബയർ. ആൻഡ് ദാറ്റ് പേഴ്സൺ
ട്രാൻസ്ഫേഴ്സ് ദ ഡോക്യുമെന്റ് ടു എ പേഴ്സൺ. ഇനി ഈ ബയർ ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ബിന്റെ കയ്യിൽ വന്ന് ചേർന്നല്ലോ, അങ്ങനെയുള്ള ഒരു ബയർ ആ ഡോക്യുമെന്റ് വേറൊരു പേഴ്സണ് ട്രാൻസ്ഫർ ചെയ്യാണ്. ഹു ടേക്സ് ദ ഡോക്യുമെന്റ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ആ പേഴ്സൺ ട്രാൻസ്ഫേഴ്സ് ദ ഡോക്യുമെന്റ് ടു എ പേഴ്സൺ. അങ്ങനെയുള്ള ബി സിക്ക് കൊടുത്തു. ഇനി ഈ സിക്ക് എന്ത് കൊടുത്തു? ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ കൊടുത്തു. ആ സി അത് എങ്ങനെ മേടിക്കണം? ഹി ഷുഡ് ബൈ ദ ടേക്ക് ദ ഡോക്യുമെന്റ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ഓക്കെ, ഗുഡ് ഫെയ്ത്തിൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിക്ക് അറിയരുത് ഇതിങ്ങനെ ഈ ഡോക്യുമെന്റിന് ഒരു പ്രശ്നമുണ്ടെന്ന് അയാൾ അറിയരുത്. എപ്പോഴാണ് പ്രശ്നം വരുന്നതെന്ന് അറിയോ? ബി ഇൻസോൾവെന്റ് ആയി നിൽക്കുക. ഇവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. എയും ബിയും തമ്മിലാണ് ഒറിജിനൽ കോൺട്രാക്ട്. എ ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ മുഴുവൻ ബിക്ക് കൊടുത്തു, പക്ഷെ ബി ഇൻസോൾവെന്റ് ആയി. അപ്പം ബിക്ക് എന്താ അറിയാം, പൈസ കൊടുക്കാൻ പറ്റില്ല എക്ക്. ബി എന്ത് ചെയ്യും? ഈ നേരെ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ കൊണ്ട് സിക്ക് കൊടുക്കും. എന്നിട്ട് സിക്ക് പറയും ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ എൻഡോസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയും. ആ എൻഡോസ് ചെയ്ത് സിക്ക് കൊടുത്തിട്ട് സിന്റെ അടുത്ത് പൈസ മേടിക്കും ഇയാള്. പക്ഷെ ഇയാൾ ഇൻസോൾവെന്റ് ആയി കിടക്കുക. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ഈ ബി ഇൻസോൾവെന്റ് ആയതുകൊണ്ട് എന്ത് പറ്റും? എക്ക് അൺപെയ്ഡ് സെല്ലർ ആണ്. എ അൺപെയ്ഡ് സെല്ലർ ആകുമ്പോൾ അയാൾക്ക് റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജും ട്രാൻസിറ്റ് ഒക്കെ ഉണ്ട്. ഇതൊന്നും സിക്ക് അറിയില്ല. സിക്ക് അറിയാതെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹു ടേക്സ് ദ ഡോക്യുമെന്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഫോർ കൺസിഡറേഷൻ. എന്തെങ്കിലും കൺസിഡറേഷൻ കൊടുക്കണം, കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ വേണമല്ലോ. ദെൻ അതായത് അയാൾ പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കണം, ഗുഡ്സ് എടുത്തു, അതിന് പൈസ കൊടുത്തു. Then if such last mentioned transfer ബിയും സിയും തമ്മിലുണ്ടായ ട്രാൻസ്ഫർ ഇനി ഇവിടെ ഒരു ഡിവിഷൻ വരുന്നുണ്ട് കേട്ടോ, അവിടെ ബൈഫർക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സെയിൽ വഴിയാണെന്നുണ്ടെങ്കിൽ the unpaid seller's right of lien or stoppage in transit is defeated. Okay, ഈ ബിയും സിയും തമ്മിലുള്ള ട്രാൻസ്ഫർ ഒരു സെയിൽ വഴിയാണെന്നുണ്ടെങ്കിൽ അൺപെയ്ഡ് സെല്ലറിന്റെ റൈറ്റ് ഓഫ് ലീൻ ഓർ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ഡിഫീറ്റഡ് ആയി. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ബിയുടെ അടുത്തെത്തി, ബി അത് സിക്ക് ട്രാൻസ്ഫർ ചെയ്തു, സിക്ക് എൻഡോസ് ചെയ്ത് കൊടുത്തു. പക്ഷെ സിക്ക് ഇതൊന്നും അറിയില്ല. സി ഇതൊന്നും അറിയാതെ ഇങ്ങനെ ഒരു അൺപെയ്ഡ് സെല്ലർ ആവാനുള്ള അപ്പുറത്തൊരു എ എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്നും ഇയാൾ പൈസ കൊടുത്തിട്ടില്ല എന്നും ഇതൊന്നും അറിയാതെ സി ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ മേടിച്ചു. അങ്ങനെ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ മേടിച്ചത് സെല്ല് ചെയ്തു. ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ അതങ്ങ് സെല്ല് ചെയ്യണം. എങ്ങനെയാണ് സെയിൽ നടത്തിയത്? ത്രൂ ദ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റ് ഓഫ് ലീനും സ്റ്റോപ്പേജും ട്രാൻസിറ്റും ഡിഫീറ്റഡ് ആയി. ഓക്കെ, നമ്മൾ ജനറൽ കേസിൽ എന്തായിരുന്നു? റൈറ്റ് ഓഫ് ലീനും സ്റ്റോപ്പേജും ട്രാൻസിറ്റും ഇവിടെ പറഞ്ഞത് എന്താ? ഡിഫീറ്റഡ് ആവില്ല, ഈസ് നോട്ട് അഫക്റ്റഡ്. എങ്ങനെ? ഒരു ബി സിക്ക് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഗുഡ്സ് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒറിജിനൽ എന്റെ റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജും ട്രാൻസിറ്റും ഒരിക്കലും അഫക്റ്റഡ് ആവില്ല. ബട്ട് ദർ ആർ ടു എക്സെപ്ഷൻസ്. ആദ്യത്തെ എക്സെപ്ഷൻ എന്താണ്? സെല്ലർ അതിനെ അസെൻഡ് ചെയ്തു. ബി ഇങ്ങനെ സിക്ക് സെല്ല് ചെയ്യുകയാണെന്നുള്ളത് എനെ അറിയിച്ചു. എ പറഞ്ഞു ഇറ്റ് ഇസ് ഓക്കെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ റൈറ്റ് എല്ലാം പോയി. രണ്ടാമത്തത് എങ്ങനെയാണ്? ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ വഴിയാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. എ ബിക്ക് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ കൊടുത്തു, ബി അത് എൻഡോസ് ചെയ്ത് സിക്ക് കൊടുത്തു, സി അത് ഗുഡ് ഫെയ്ത്തിൽ ഫോർ കൺസിഡറേഷൻ എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എന്റെ റൈറ്റ് ഓഫ് ലീൻ ആൻഡ് സ്റ്റോപ്പേജ് ആൻഡ് ട്രാൻസിറ്റ് ഡിഫീറ്റഡ് ആയി പോകും. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ ബൈഫർക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. എന്തിലാണ് ബൈഫർക്കേറ്റ് ചെയ്യുന്നത്? രണ്ട് രീതിയിൽ. വാസ് ബൈ എ സെയിൽ നടക്കാം. ഇനി വേറൊരു സംഭവം ഉണ്ട്. ഈ ലാസ്റ്റ് മെൻഷൻ ട്രാൻസ്ഫർ വാസ് ബൈ വേ ഓഫ് പ്ലെഡ്ജ്. പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ബി സിക്ക് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ സെയിൽ അല്ല ചെയ്യുന്നത്. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലെഡ്ജ് ചെയ്തു. ഇയാൾ ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ഒരു പോൺ ബ്രോക്കർ. പ്ലെഡ്ജ് എന്ന് പറയുന്ന വേറൊരു സംഭവം തന്നെയാണല്ലോ. അതായത് പ്ലെഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ആൾ അവിടെ കൊടുക്കുന്നു, അവിടുന്ന് അയാൾക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യം ഉണ്ട് അയാൾക്ക്. ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ അവിടെ പോൺ ബ്രോക്കറിന് കൊണ്ട് കൊടുത്തു, അയാളുടെ അടുത്ത് പൈസ മേടിച്ചു. ഇത് പ്ലെഡ്ജാണ്. സെയിൽ വേറെയാണ്. സെയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? സെയിലാണെങ്കിൽ അൺപെയ്ഡ് സെല്ലറിന്റെ റൈറ്റ് ഓഫ് ലീനും സ്റ്റോപ്പേജും ട്രാൻസിറ്റും ഡിഫീറ്റഡ് ആയി, കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ബിയും സിയും തമ്മിലുള്ള കച്ചവടം ഒരു സെയിൽ ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് വാസ് ഡൺ ബൈ എ സെയിൽ, ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ സെയിൽ ആണെന്നുണ്ടെങ്കിൽ അൺപെയ്ഡ് സെല്ലറിന്റെ റൈറ്റ് ഓഫ് ലീനും സ്റ്റോപ്പേജും ട്രാൻസിറ്റും കംപ്ലീറ്റ്ലി ഡിഫീറ്റഡ് ആയി. പക്ഷെ ഇയാൾ പ്ലെഡ്ജ് ആണെന്നുണ്ടെങ്കിൽ, ഇയാൾ ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ അവിടെ കൊണ്ട് കൊടുത്തിട്ട് കുറച്ച് പൈസ മേടിച്ചു എന്ന് വെക്കുക. ഇത് മാത്രമല്ല, ചിലപ്പോൾ അതിന്റെ കൂടെ കൂടുതൽ സെക്യൂരിറ്റീസ് പോൺ ബ്രോക്കർ ആവശ്യപ്പെടും. ഇപ്പം ഈ ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ 100 റുപ്പീസിന് വേർത്താണെന്ന് വെക്കുക. അയാൾ 100 റുപ്പീസ് കൊടുക്കൊന്നുമില്ല. ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിലും മേടിക്കും, വേറെ 100 രൂപയുടെ എന്തെങ്കിലും സെക്യൂരിറ്റി വെക്കാൻ പറയും. അപ്പൊ 200 രൂപയുടെ സെക്യൂരിറ്റി അവിടെ വെച്ചിട്ട് 100 രൂപ കടം കൊടുത്തിട്ടുണ്ടാവും മറ്റേയാള്. അങ്ങനെ ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിലും ചിലപ്പോൾ അതിന്റെ കൂടെ വേറെ സെക്യൂരിറ്റീസും ഒക്കെ വെച്ച് ഇയാൾ ഇത് പ്ലെഡ്ജ് വഴിയാണ് ചെയ്തത് എങ്കിൽ
Unpaid seller ന്റെ റൈറ്റിന് എന്ത് പറ്റും? The unpaid seller's right of lien or stoppage in transit can only be exercised subject to the right of the transferee. Okay. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫീറ്റഡ് ആവുന്നില്ല. അവിടെ അയാൾക്ക് അൺപെയ്ഡ് സെല്ലറിന് കുറച്ചൊരു ലിവറേജ് ഉണ്ട്. അയാൾ ആക്ച്വലി എന്താ ചെയ്യാന്നറിയോ? അയാൾ ഈ പ്ലെഡ്ജിയോട് പറയും, ഈ പോൺ ബ്രോക്കറോട് പറയും, നിങ്ങൾ ആ ഗുഡ്സ് ഒക്കെ വിൽക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എന്തുമാത്രമാണ് നഷ്ടം ഉണ്ടായത് അതെല്ലാം നിങ്ങൾ എടുക്കുക, എന്നിട്ട് ബാക്കി ഞങ്ങൾക്ക് തരാൻ പറയാൻ പറ്റും അൺപെയ്ഡ് സെല്ലറിന്. നേരെ മറിച്ച് സെയിൽ വഴിയാണ് നടന്നതെങ്കിൽ അയാൾക്ക് കംപ്ലീറ്റ് അയാളുടെ റൈറ്റ് മുഴുവൻ പോയി. നേരെ മറിച്ച് പ്ലഡ്ജ് വഴിയാണ് നടക്കുന്നതെങ്കിൽ അയാൾക്ക് പറയാൻ പറ്റും, ഇയാൾ വേറെയും കുറെ സെക്യൂരിറ്റീസ് വെച്ചിട്ടുണ്ടാവുമല്ലോ ബി, അതെല്ലാം വിൽക്കാൻ പറയും. വിറ്റിട്ട് നിങ്ങൾ എത്ര പൈസയാണോ ബിക്ക് കൊടുത്തത് അത് നിങ്ങൾ റിക്കവർ ചെയ്തോളൂ, എന്നിട്ട് എന്റെ ഗുഡ്സും കൂടെ നിങ്ങൾ വിൽക്കുക. കാരണം ആ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ഉണ്ടല്ലോ, ആ ഗുഡ്സും അത് എന്നിട്ട് നിങ്ങളുടെ ബാധ്യതകളെല്ലാം ഒഴിവാക്കി ബാക്കി നിങ്ങളതിൽ എത്രയാണോ കിടക്കുന്നത് അത് എനിക്ക് തിരിച്ചു തരാൻ എക്ക് പറയാൻ പറ്റും. മറ്റേത് അയാൾക്ക് ഒരു റൈറ്റും ഇല്ല, എല്ലാ റൈറ്റും പോയി. ഓക്കെ. ഇനി അതാണ് സെക്കൻഡ് സബ്സെക്ഷനിൽ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട്, വേർ ദ ട്രാൻസ്ഫർ ഇസ് ബൈ വേ ഓഫ് പ്ലെഡ്ജ്. The unpaid seller may require the pledgee to have the amount secured by the pledge satisfied in the first instance. അതായത് ബൈ പ്ലെഡ്ജ് വഴിയാണ് നടക്കുന്നതെങ്കിൽ ഈ അൺപെയ്ഡ് സെല്ലർ പറയും, നിങ്ങളുടെ പ്ലെഡ്ജിനെ സെക്യൂർ ചെയ്യാനുള്ള എമൗണ്ട് നിങ്ങൾ ആദ്യം സാറ്റിസ്ഫൈ ചെയ്യുക. കാരണം ഇയാൾ കുറച്ച് പൈസ കടം കൊടുത്തപ്പോൾ അതിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, അത് എത്രയാണോ ഇയാൾ കൊടുത്തത് അത് സാറ്റിസ്ഫൈ ചെയ്യുക. ആസ് ഫാർ ആസ് പോസിബിൾ ഔട്ട് ഓഫ് എനി അതർ ഗുഡ്സ് ഓർ സെക്യൂരിറ്റീസ് ബൈ ദ ബയർ. ഈ ബയറിന്റെ അടുത്ത് ഇയാൾ വേറെയും കുറെ സെക്യൂരിറ്റീസ് ഒക്കെ മേടിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗുഡ്സ് ഉണ്ടാവും. ഔട്ട് ഓഫ് എനി അതർ ഗുഡ്സ് ഓർ അതർ സെക്യൂരിറ്റീസ് ഓഫ് ദ ബയർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പ്ലെഡ്ജി. പ്ലെഡ്ജിയുടെ അടുത്തുള്ള ബാക്കിയെല്ലാം യൂസ് ചെയ്തിട്ട് അയാളുടെ പ്ലെഡ്ജ് സെക്യൂർ ചെയ്തിട്ട് ബാക്കിയുള്ളത് അവൈലബിൾ അഗെയിൻസ്റ്റ് ദ ബയർ. ദ അൺപെയ്ഡ് സെല്ലർ മേ റിക്വയർ ദ പ്ലെഡ്ജി ടു ഹാവ് ദി എമൗണ്ട് സെക്യൂർഡ് ബൈ ദ പ്ലെഡ്ജ് സാറ്റിസ്ഫൈ ഔട്ട് ഓഫ്. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ബാക്കി എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബയർക്ക് അഗെയിൻസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ സെല്ലറിന്, അൺപെയ്ഡ് സെല്ലറിന് ആവശ്യപ്പെടാൻ പറ്റും. മേ റിക്വയർ ദ പ്ലെഡ്ജി, അയാൾക്ക് പ്ലെഡ്ജിയോട് ആവശ്യപ്പെടാം, അയാളുടെ ബാധ്യതകളെല്ലാം തീർത്ത് ബാക്കി എന്താ ഉള്ളത് വെച്ചാൽ കൊടുക്കാൻ. ഓക്കെ. അപ്പോൾ ഡയറക്റ്റ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇത് കേസ് ലോസിലേക്ക് പോവാം. ഇഫക്റ്റ് ഓഫ് സബ്സെയിൽ. ഇഫക്റ്റ് ഓഫ് സബ്സെയിൽ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ആദ്യം വായിച്ചതിൽ കുറച്ച് പ്രൊവിഷൻസ് ഉണ്ടല്ലോ, അതിവിടെ മനസ്സിലാക്കാൻ ഓൾറെഡി 50 മിനിറ്റ് ആയി കേട്ടോ, നമ്മൾ ഇവിടെ എത്തിയില്ല. ഞാൻ വിചാരിച്ചോളൂ, ഞാൻ എടുക്കുന്ന സമയത്ത് നീങ്ങില്ല, ചിലപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, എന്തോ ആവട്ടെ. അപ്പം ഇവിടെ ഒരു കേസിലോ പറഞ്ഞിരിക്കുന്നത് മോർഡൻ ബ്രദേഴ്സ് വേഴ്സസ് ബ്രിട്ടീഷ് ഓയിൽ ആൻഡ് കേക്ക് മിൽസ്. ഇതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചത്? ഒരു ഓയിൽ മെർച്ചന്റ് അയാൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ബിക്ക് കൊടുത്തു. ഓക്കെ, ഓയിൽ മെർച്ചന്റ് ബിക്ക് കൊടുത്തു വിത്തൗട്ട് അപ്രോപ്രിയേറ്റിംഗ് എനി പെർട്ടിക്കുലർ ഓയിൽ ടു ദ കോൺട്രാക്ട്. അയാളുടെ ഗോഡൌണിൽ കുറെ ഓയിൽ കിടക്കുന്നുണ്ട്, അത് അയാൾ ബിക്ക് വിറ്റു കുറച്ച് ക്വാണ്ടിറ്റി. ബി എന്ത് ചെയ്തു? അത് സിക്ക് കൊടുത്തു. ബി സോൾഡ് സം ഓഫ് ഇറ്റ് ടു സി. നമ്മൾ സബ്സെയിലിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആൻഡ് ഗേവ് ഹിം എ ഡെലിവറി ഓർഡർ. ഈ ഡെലിവറി ഓർഡർ എന്ന് പറയുന്നത് ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിലുമായി ഒരു സാധനമാണ്. ഓക്കെ, ബി സിക്ക് ഇത് കൊടുത്തു, എ ബിക്ക് സെൽ ചെയ്തു, ബി സിക്ക് സെൽ ചെയ്തു, എന്നിട്ട് ബി എന്ത് ചെയ്തു? സിക്ക് ഒരു ഡെലിവറി ഓർഡർ കൊടുത്തു. ഡെലിവറി ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെന്റ് ടൈറ്റിലുമായി ഒരു ഡോക്യുമെന്റ് ആണ്. സി എന്ത് ചെയ്തു? ലോഡ്ജ്ഡ് ദ ഡെലിവറി ഓർഡർ വിത്ത് ദ മെർച്ചന്റ്. ഒറിജിനൽ മെർച്ചന്റ് ഉണ്ടല്ലോ, ആദ്യത്തെ ആ മെർച്ചന്റിനെ ലോഡ്ജ് ചെയ്തു. എന്നിട്ട് അതിന്റെ അകത്ത് എഴുതി ടു അവൈറ്റ് ഹിസ് ഓർഡേഴ്സ്. നിങ്ങൾ എന്റെ ഓർഡേഴ്സ് അവൈറ്റ് ചെയ്യുക. എന്റെ ടു അവൈറ്റ് ഹിസ് ഓർഡേഴ്സ് എഴുതിയിട്ട് ഒറിജിനൽ മെർച്ചന്റിന് ഇത് ലോഡ്ജ് ചെയ്തു. മീൻ വൈൽ ബി ഫെയിൽഡ് ടു പേ ദ മെർച്ചന്റ്. ഓക്കെ, ഇവിടെ ഒരു ഓയിൽ മെർച്ചന്റ് ഉണ്ട്, ഒരു ബി ഉണ്ട്, ഒരു സി ഉണ്ട്. ഈ ബി ഇവിടേക്ക് സബ്സെയിൽ ചെയ്തു. ഓക്കെ, ഈ സി ഇയാൾക്ക് ഓയിൽ മെർച്ചന്റിനോട് പറഞ്ഞു വെയിറ്റ് മൈ ഓർഡേഴ്സ്. ഈ മീൻ ടൈമിൽ ബിക്ക് എന്ത് പറ്റി? ബി മെർച്ചന്റിന് പേ ചെയ്തില്ല, ഇങ്ങോട്ടേക്ക് പേയ്മെന്റ് പോയില്ല. ഓക്കെ, ഹു therefore became an unpaid seller. അപ്പം ഇയാൾ ഇൻസോൾവെന്റ് ആയി ബി. അപ്പൊ ഇയാൾക്ക് ഇതിനങ്ങോട്ട് പേ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഈ ഓയിൽ മെർച്ചന്റ് എന്ത് പറ്റി? അയാൾ അൺപെയ്ഡ് സെല്ലർ ആയി. അപ്പൊ എന്താ പറ്റിയ? അപ്പൊ നമ്മളുടെ സെക്ഷൻസിൽ പറഞ്ഞ ഏത് കേസ് ഇവിടെ വരുന്നത്? നമ്മളുടെ സെക്ഷൻസിൽ ഇവിടെ പറഞ്ഞ ഏത് കേസ് വരുന്നത്? ആദ്യത്തെ കേസ് വരുന്നത്. സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, അൺപെയ്ഡ് സെല്ലേഴ്സ് റൈറ്റ് ഓഫ് ലീൻ ഓർ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് is not affected by any sale or other disposition of the goods which the buyer may have made. ഇവിടെ സെല്ലർ അസെന്റ് ചെയ്തിട്ടുണ്ടോ? സെല്ലർ അസെന്റ് ചെയ്തിട്ടൊന്നുമില്ല ഇവിടെ. ഓക്കെ, അപ്പം ഇവിടെ റൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് the merchant's lien on the goods for the price was not defeated by B's sale to C and he could retain the goods till the price was paid. Okay,
അപ്പം നമ്മുടെ സെക്ഷൻ 53-ലെ ആദ്യത്തെ ഭാഗം തന്നെ അവിടെ വന്നു. കാരണം അവിടെ സെല്ലർ അസെൻഡ് ചെയ്തിട്ടൊന്നുമില്ല, സെല്ലറിനോട് ചോദിച്ചിട്ടുമല്ല ബി ഇത് ചെയ്തിരിക്കുന്നത്. അവെയിറ്റ് ദ ഓർഡേഴ്സ് എന്ന് എഴുതിയിട്ടുള്ളൂ, അല്ലാതെ ഈ ഒരു സബ്സെയിലിന് സെല്ലർ അസെൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അയാളുടെ റൈറ്റ് ഓഫ് ലീൻ, ഒറിജിനൽ മെർച്ചന്റ് അൺപെയ്ഡ് സെല്ലർ ആയി, കാരണം ബി ഇൻസോൾവെന്റ് ആയി. ഇയാളുടെ റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റും ഒക്കെ അവിടെ അതൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഓക്കെ, അപ്പൊ അത് ആദ്യത്തെ കേസിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഇനി 2 എക്സെപ്ഷൻസ് ആണ് ഇതിന്റെ അകത്തുള്ളതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 2 എക്സെപ്ഷൻസ്? ഒന്ന് സെല്ലേഴ്സ് കൺസെന്റ്. അപ്പൊ നമുക്ക് സെല്ലറിന്റെ കൺസെന്റിലേക്ക് പോവാം. സെല്ലറിന്റെ കൺസെന്റ് മറ്റേത് എന്തായിരുന്നു? ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ. ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിലിൽ തന്നെ 2 എണ്ണം ഉണ്ട്. ഒന്ന് സെയിലായിട്ട് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്ലെഡ്ജ് ആയിട്ട് നടക്കുകയാണെങ്കിൽ. അപ്പൊ 4 കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ സബ്സെയിൽ നടക്കുന്നിടത്ത് സെല്ലറിന്റെ കൺസെന്റ് ഇല്ല. മറ്റേത് സെല്ലറിന്റെ കൺസെന്റോട് കൂടി നടക്കുമ്പോൾ എന്ത് പറ്റും? പിന്നെ ഇത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കി, ഹെഡിങ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ട്രാൻസ്ഫർ ഓഫ് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ. ട്രാൻസ്ഫർ ഓഫ് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് സെയിൽ വഴി, മറ്റേത് പ്ലെഡ്ജ് വഴി. രണ്ടിന്റെയും ഇൻസിഡൻസ് ഡിഫറെന്റ് ആണ്. സെയിൽ വഴി നടക്കുകയാണെങ്കിൽ റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റിനും എന്ത് പറ്റും? ഈസ് ഡിഫീറ്റഡ്, അയാൾക്ക് പോയി. അൺപെയ്ഡ് സെല്ലർ, ഒറിജിനൽ സെല്ലറിന്റെ ഡിഫീറ്റഡ് ആയി. പക്ഷെ പ്ലെഡ്ജ് ആണെങ്കിൽ എന്ത് പറ്റും? ടു ദ എക്സ്റ്റെന്റ് അയാൾക്ക് റിക്കവർ ചെയ്യാൻ, മറ്റേയാളുടെ ഇത് ബാധ്യതകൾ കഴിഞ്ഞിട്ട് ബാക്കി എന്താ ഉള്ളത് വെച്ചാൽ ഇയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും അൺപെയ്ഡ് സെല്ലറിന്. അപ്പൊ മനസ്സിലായില്ലേ? ഒന്ന്, ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലറിന്റെ കൺസെന്റ് ഒന്നുമില്ല, ഇല്ലെങ്കിൽ അയാളുടെ എല്ലാം റീറ്റെയിൻ ആവും. സെല്ലറിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് നഷ്ടപ്പെടും. അതിനുള്ള കേസിലോ അവിടെ പറയുന്നുണ്ട്. അടുത്തത് സെല്ലേഴ്സ് കൺസെന്റ്. ഇനി where the buyer sells or makes disposition with the consent of the seller. ഇപ്പൊ അതായത് ബിയും സിയും തമ്മിലുള്ള സബ്സെയില് സെല്ലറിന്റെ കൺസെന്റോട് കൂടി നടക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബൈൻഡിങ് ഓൺ ദ സെല്ലർ. ഇനി സെല്ലറിനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കൺസെന്റോട് കൂടി നടന്നു കഴിഞ്ഞാൽ നൗ ദാറ്റ് ഈസ് ബൈൻഡിങ് ഓൺ ദ സെല്ലർ. ഈ എങ്ങനത്തെ അസെന്റ് ആണ് അത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ദ അസെന്റ് കോൺടെംപ്ലേറ്റഡ് ബൈ ദ സബ്സെക്ഷൻ മസ്റ്റ് ബി സച്ച് ദാറ്റ്. ഈ സബ്സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന അസെന്റ് എങ്ങനെയുള്ള അസെന്റ് ആയിരിക്കണം? As in the circumstances shows that the seller intends to renounce his rights against the goods. ആ അസെന്റ് എന്ന് പറയുന്നതിന്റെ അകത്ത് ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. സെല്ലറിന് അറിയണം, സെല്ലർ ഈ ഇന്റൻഷനോട് കൂടി അത് സമ്മതിക്കണം. ഏത് ഇന്റൻഷനോട് കൂടി? എനിക്ക് അയാൾക്കുള്ള എല്ലാ റൈറ്റ്സും അയാൾ റിനൗൺസ് ചെയ്യാണ്. അയാൾക്ക് അറിയണം, ഞാൻ ഇങ്ങനെ ഇത് അസെന്റ് ചെയ്യുന്ന സമയത്ത് എന്റെ റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റും എല്ലാം ഞാൻ റിനൗൺസ് ചെയ്യാണെന്നുള്ള ആ ഒരു അറിവോടുകൂടി, ആ ഒരു ഇന്റൻഷനോട് കൂടി സെല്ലർ അസെന്റ് ചെയ്യണം. ഓക്കെ, അതില്ലാത്തൊരു കേസ് ഉണ്ടായി, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ഷോ ദാറ്റ് ദ ഫാക്ട് ഓഫ് എ സബ് കോൺട്രാക്ട് ഹാസ് ബീൻ. അതായത് ബി സിക്ക് ഇത് സബ്സെയിൽ ചെയ്യും, എന്നിട്ട് വിളിച്ചു പറയും ഞാനിത് സബ്സെയിൽ ചെയ്യാണ് കേട്ടോ. മറ്റേ പറഞ്ഞാൽ ശരി ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പോരാ. അല്ലാതെ ഇപ്പോൾ ഒരാൾ വിളിച്ചു പറയുമ്പോൾ അങ്ങനത്തെ ഒരു അസെന്റ് പോരാ. And he has assented to it merely in the sense of acknowledging the receipt. Okay, ഞാൻ ഓക്കെ എന്ന് പറയുന്നത് അവിടെ ജസ്റ്റ് അക്നോളജ് ചെയ്യാണ് മറ്റേയാൾ ഇത് പറഞ്ഞിട്ട്. അത് ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. This was pointed out in Morden Brothers versus British Oil and Cake Mills Limited. അതിൽ എന്താ പറ്റി വെച്ച് കഴിഞ്ഞാൽ the seller was informed of the subsale. സെല്ലറിനെ ഇൻഫോം ചെയ്തു സബ്സെയിലിനെ പറ്റി. After it had been effected. സബ്സെയിൽ ഒക്കെ ചെയ്തതിന്റെ ശേഷം ഈ ബയർ മറ്റേയാളെ വിളിച്ച് പറഞ്ഞു, ഇൻഫോം ചെയ്തു സെല്ലറിനെ. After it had been effected, and it was held that by this seller had merely acknowledged the existence of the subsale. അങ്ങനെ ഒരു സബ്സെയിൽ നടന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അയാൾക്ക് അക്നോളജ് ചെയ്തു. അക്നോളജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, അങ്ങനെ അയാൾ അറിഞ്ഞ മാതിരി അയാൾ നടിച്ചു, അത്രേ ഉള്ളൂ. സബ്ജക്ട് ടു ഹിസ് ഓൺ റൈറ്റ്സ് അഗെയിൻസ്റ്റ് ദ ഗുഡ്സ് അൺടിൽ പെയ്ഡ് ഫോർ. ഓക്കെ, അങ്ങനത്തെ കേസിൽ അയാളുടെ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റോ റൈറ്റ് ഓഫ് ലീൻ ഒന്നും അഫക്റ്റഡ് ആവില്ല. ഒരു മിയർ അക്നോളജ്മെന്റ് പോരാ. അതാണ് ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി the type of assent required was found in another case, DF Mount Limited versus J&J Provisions Company. ഇവിടെ എന്താണ് സംഭവിച്ചത്? 500 cartons of tinned peaches and left them in a storage company. ഈ ഒരു ഇവിടെ ഡിഫെൻഡന്റ് ആണ്, ഇവിടെ ഒരു ഡിഫെൻഡന്റ് ഉണ്ട്, ഇതിന്റെ ഇടയ്ക്ക് ഒരാളുണ്ട്, ഒരു എം ഉണ്ട്, അയാൾ വേറൊരാൾക്ക് ഇത് വിൽക്കുകയാണ്, അത് പ്ലെയിൻറ്റിഫ്. ഓക്കെ,
The defendant purchased 500 cartons of tinned peaches and left them in a storage company. ഇയാൾ ഇതൊരു എമ്മിന് വിറ്റു 250 ടിന്ന്. They then sold 250 of them to one of M for the purpose of resale by M to one of his customers. ഇതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്തിനാണ് എമ്മിന് കൊടുത്തത്? For the purpose of resale by M to one of his customers. ഈ 250 എന്തിനാ കൊടുത്തത്? ഈ എമ്മിന് വേറെ ചില കസ്റ്റമേഴ്സ് ഉണ്ട്, ആ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 250 കൊടുത്തത്. ഇത് സെല്ലറിന് അറിയാം. അപ്പം ഈ സെല്ലറിന്റെ അസന്റ് അവിടെയുണ്ട്. സെല്ലറിന് അറിയാം ഈ 250 ഇത് മറ്റേ കേസിലെ മാതിരി സെയിൽ അഫക്ട് ചെയ്തതിന് ശേഷം വിളിച്ച് പറയുകയല്ല ചെയ്ത്. ഈ 250 എമ്മിന് കൊടുക്കുമ്പോൾ തന്നെ അറിയാം that is done for the purpose of resale by M to one of his customers. M told the defendants that they would be paid out of the money which he received from the customer. അങ്ങനെ M പറഞ്ഞു ഞാനിത് വേറൊരാൾക്ക് കൊടുക്കും, ആ കസ്റ്റമറിന്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പൈസ തന്നോളാം എന്ന് വരെ M ഡിഫൻഡന്റിനോട് പറഞ്ഞു. അപ്പൊ ഡിഫൻഡന്റിന് എല്ലാത്തിനെ കുറിച്ചും ധാരണയുണ്ട്. The defendants gave him delivery orders. ഈ ഡിഫൻഡന്റ് എമ്മിന് ഡെലിവറി ഓർഡേഴ്സ് കൊടുത്തു, which he forwarded to the storage company. He gave his own delivery order to the sub-buyer. അങ്ങനെ ആ എമ്മിന് ഡെലിവറി ഓർഡേഴ്സ് കൊടുത്തു, ആ എം ആ ഡെലിവറി ഓർഡേഴ്സ് സബ് ബയറിന് കൊടുത്തു. ദ ഡിഫൻഡൻസ് were never paid. ഓക്കെ, ഡിഫൻഡൻസിന് പേയ്മെന്റ് ഒന്നും കിട്ടിയില്ല. സോ ദേ ക്ലെയിംഡ് ലീൻ ഓൺ ദ ഗുഡ്സ്. അപ്പൊ ഈ ഡിഫൻഡന്റ് എന്ത് ചെയ്തു? റൈറ്റ് ഓഫ് ലീൻ ക്ലെയിം ചെയ്തു. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് their lien was defeated by the sale as the transaction was carried out with their previous assent. മനസ്സിലായോ? ഈ സെക്കൻഡ് കേസിൽ അൺപെയ്ഡ് സെല്ലറിനെ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. എമ്മിന് 250 ക്യാൻസൽ ഇത് കൊടുക്കുമ്പോൾ തന്നെ അയാൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ വേറൊരു കസ്റ്റമറിന് കൊടുക്കും, ആ കസ്റ്റമറിന്റെ അടുത്ത് എനിക്ക് പൈസ കിട്ടും, ആ പൈസ ഞാൻ നിങ്ങൾക്ക് തരാം. ഇതെല്ലാം സെല്ലറിന്റെ കൺസെന്റോട് കൂടിയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഡിഫൻഡന്റിന് പൈസ കിട്ടിയില്ല, ഒറിജിനൽ സെല്ലറിന് പൈസ കിട്ടിയില്ല. അപ്പൊ അയാൾ റൈറ്റ് ഓഫ് ലീൻ ക്ലെയിം ചെയ്തു. അത് കോടതി സമ്മതിച്ചില്ല, കാരണം സെല്ലറിന്റെ കൺസെന്റ്. അവിടെ ഈ ഡയറക്റ്റ്ലി ഏത് ഭാഗം വന്നത്? ഇവിടെ ഈ പ്രൊവിഷൻ അട്രാക്ട് ചെയ്തു. അൺലെസ് ദ സെല്ലർ ഹാസ് അസെന്റഡ് thereto. ഓക്കെ, ആദ്യം പറഞ്ഞ കേസിൽ ഏതായിരുന്നു? ആ സെല്ലറിന്റെ കൺസെന്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? സെല്ലറിന്റെ കൺസെന്റ് ക്ലിയർ ആയി. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സെല്ലറിന്റെ ഈ ഭാഗം ഇല്ലെങ്കിൽ, സെല്ലറിന്റെ കൺസെന്റ് ഇല്ലെങ്കിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞു. അതാ ഓയിൽ മെർച്ചന്റിന്റെ കേസായിരുന്നു. ഓക്കെ, രണ്ടാമത് നമ്മൾ സെല്ലറിന്റെ കൺസെന്റ് ഒന്ന് കൺസെന്റ് ഉള്ളത് പറഞ്ഞു, മറ്റേത് വെറുതെ ഒരു അക്നോളജ്മെന്റ് പോരാ. സെല്ലർ ഹാസ് ടു അക്നോളജ് ഇറ്റ്. അയാൾ അത് മനസ്സിലാക്കണം, അയാൾക്കൊരു ഇന്റൻഷൻ ഉണ്ടായിരിക്കണം, അയാളുടെ റൈറ്റ്സ് റിനൗൺസ് ചെയ്യാനുള്ള ഇന്റൻഷനോട് കൂടി അയാൾ അസെന്റ് ചെയ്യണം. ഓക്കെ, അതൊന്നും നമ്മൾ ഈ കേസ് ലെവലിൽ പറഞ്ഞു. ഇവിടെ ഈ കേസ് ലെവൽ അത് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് അടുത്തത് ട്രാൻസ്ഫർ ഓഫ് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിലും രണ്ട് കേസസ് ഉണ്ട്, ഒന്ന് സെയിലും മറ്റേത് പ്ലഡ്ജും. 1 മണിക്കൂറായി, നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാവുമോ? ഞാൻ കണ്ടിന്യൂ ചെയ്യാം അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇതും കൂടെ കഴിയുമ്പോൾ ഈ സെക്ഷൻ കഴിയും, ഓൾമോസ്റ്റ് ഫിനിഷ് ആവും. പിന്നെ നമുക്കിത് എങ്ങനെ എഴുതാം എന്നുള്ളതൊന്ന് കൺക്ലൂഡ് ചെയ്താൽ മതി. ഇനി ട്രാൻസ്ഫർ ഓഫ് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ എങ്ങനെയാണ് വരുന്നത്? ഞാൻ പറഞ്ഞു ഇവിടെ 2 എണ്ണം ഉണ്ട്. ഈ എ ബി സി 3 ആൾക്കാരുണ്ട്. ബി സിക്കാണ് സബ്സെയിൽ ചെയ്യുന്നത്. സബ്സെയിൽ ചെയ്യുന്നത് സെയിൽ വഴിയാവാം, പ്ലഡ്ജ് വഴിയാവാം. നമുക്ക് ആദ്യം സെയിൽ നോക്കാം. അതായത് എല്ലാം ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിലാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ട്രാൻസ്ഫർ ഓഫ് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ള. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഈ ട്രാൻസ്ഫർ ഓഫ് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ സെയിൽ വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ ഒറിജിനൽ അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റ് ഓഫ് സെയിലും റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജും ട്രാൻസിറ്റും അയാൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അത് നമുക്ക് ആദ്യം നോക്കാം. അപ്പം ഇവിടെ when the seller has issued to the buyer documents of title to the goods and he has sold or pledged, ഒന്നുകിൽ സെൽ ചെയ്യാം അല്ലെങ്കിൽ പ്ലഡ്ജ് ചെയ്യാം. എങ്ങനെ? ബൈ ട്രാൻസ്ഫറിങ് ദ ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ. ഇൻ ദ കേസ് ഓഫ് സെയിൽ ആണെന്നുണ്ടെങ്കിൽ സെല്ലറിന്റെ റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജും ട്രാൻസിറ്റും ഡിഫീറ്റഡ് ആയി. പ്ലഡ്ജ് ആണെന്നുണ്ടെങ്കിലോ ഹിസ് റൈറ്റ്സ് ബിക്കം സബ്ജക്ട് ടു ദ പ്ലഡ്ജ്. അത് ആദ്യം മനസ്സിലാക്കണം. സെയിൽ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ എല്ലാ റൈറ്റ്സും ഡിഫീറ്റഡ് ആയി. പ്ലഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സബ്ജക്ട് ടു ദ പ്ലഡ്ജ്. അയാൾക്ക് പിന്നെ ഒരു ഹോപ്പ് ഉണ്ട്. അതായത് ഈ ബിയും സിയും തമ്മിലുണ്ടായ ആ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽസ് ഒരു പ്ലഡ്ജ് വഴിയാണ് നടന്നതെങ്കിൽ ഒറിജിനൽ അൺപെയ്ഡ് സെല്ലറിന് ഒരു ചെറിയൊരു ഹോപ്പ് അവിടെ കിടക്കുന്നുണ്ട്, അയാൾക്ക് അത് റിക്കവർ ചെയ്യാൻ പറ്റാവുന്ന അറ്റ്ലീസ്റ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് ഇത് സബ്ജക്ട് ടു ദ പ്ലഡ്ജ്. മറ്റേതിൽ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അയാളുടെ കംപ്ലീറ്റ് റൈറ്റ് ഡിഫീറ്റഡ് ആയിപ്പോയി. ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ദ ട്രാൻസ്ഫറി ഷുഡ് ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത്. അത് ഇമ്പോർട്ടന്റ് ആണ്.
ബിയും സിയും തമ്മിലുള്ള ആ ട്രാൻസാക്ഷൻ ഉണ്ട്, അതിൽ സി ഗുഡ് ഫെയ്ത്തിൽ ആക്ട് ചെയ്യണം ആൻഡ് ഷുഡ് ഹാവ് ഗിവൺ വാല്യൂ ഫോർ ദ ഗുഡ്സ്. അയാൾ ഒരു കൺസിഡറേഷനിൽ വേണം അത് ചെയ്യാൻ. ഹി ഷുഡ് നോട്ട് at the time have notice of the fact that the original seller is still unpaid. അതാണ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. ഈ ഒറിജിനൽ സെല്ലറിന് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ലെന്നും ബി ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് ഇങ്ങനെ ഒരു കളി കളിക്കുന്നുണ്ടെന്നൊന്നും അയാൾക്ക് മനസ്സിലാവരുത്. ഒറിജിനൽ സെല്ലർ ഈസ് സ്റ്റിൽ അൺപെയ്ഡ് ആൻഡ് ഹാസ് റൈറ്റ്സ് അഗെയിൻസ്റ്റ് ദ ഗുഡ്സ്. ഈ ഒറിജിനൽ സെല്ലറിന് അൺപെയ്ഡ് ആണെന്നും അയാൾക്ക് ഈ ഗുഡ്സിന് അഗെയിൻസ്റ്റ് റൈറ്റ് ഉണ്ടെന്നൊന്നും ഉള്ളതൊന്നും ഈ തേർഡ് പാർട്ടി അതായത് സീന് അതിനെ കുറിച്ചൊന്നുള്ള അറിവുണ്ടായിരിക്കരുത്. ഇനി കോൺട്രാക്ട്, ഇനി ഇവിടെയാണ് ഒരു കേസ് ലോ വരുന്നത്. ഓക്കെ, ഒരു സെയിൽ ഓഫ് കോപ്പർ ഗുഡ്സ് ഇൻ എ കോൺട്രാക്ട് ഫോർ സെയിൽ ഓഫ് കോപ്പർ ഗുഡ്സ് വർ ഷിപ്പ് ടു ദ ബയർ. കോപ്പറിന്റെ സെയിലാണ്, ബയർക്ക് ഷിപ്പ് ചെയ്തു. ഷിപ്മെന്റ് ആയതുകൊണ്ട് ബിൽ ഓഫ് ലേഡിംഗ് വാസ് സെൻഡ് ടു ഹിം along with a draft for the price for acceptance. അപ്പം ഷിപ്പ് വഴി അയക്കുമ്പോൾ എന്താണ് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ വരിക? ബിൽ ഓഫ് ലേഡിംഗ് ആണ്. അപ്പോൾ ഷിപ്പ് ചെയ്തു, ബിൽ ഓഫ് ലേഡിംഗ് ബയർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ബയറിന്റെ അടുത്ത് ആ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ എത്തി. ബയർ ഇൻസോൾവെന്റ് ആയി. ഓക്കെ, ബയർ ഇൻസോൾവെന്റ് ആയപ്പോൾ അയാൾ എന്ത് ചെയ്തു? അയാൾ ഹി ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ദ ബിൽ. അയാൾ അത് ട്രാൻസ്ഫർ ചെയ്തു. ബിൽ ഓഫ് ലേഡിംഗ് ടു എ ബയർ. ഇയാളുടെ അടുത്ത് സ്ഥിരമായിട്ട് കോപ്പർ മേടിക്കുന്ന ഒരു ബയർ ഉണ്ട്, അയാൾക്ക് ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തു. ദ ബയർ ഡിഡ് നോട്ട്, ആ ബയറിന് ഇതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഹി ഡിഡ് നോട്ട് നോ ദാറ്റ് ദി ഒറിജിനൽ സെല്ലർ വാസ് സ്റ്റിൽ അൺപെയ്ഡ്. ഇയാൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരാളാണ്, അയാൾ ഒറിജിനൽ സെല്ലറിന് ഇതിന്റെ പൈസ കൊടുത്തിട്ടില്ലെന്നും ഇയാൾ ഇൻസോൾവെന്റ് ആയ കാര്യമൊന്നും ഇയാൾക്ക് അറിയില്ല. ആൻഡ് ഫോർ ദാറ്റ് റീസൺ ഹി ഹാഡ് ദ റൈറ്റ് ടു സ്റ്റോപ്പ് ഇൻ ട്രാൻസിറ്റ്. It was held that the second buyer acquired a good title to the goods and the rights of unpaid seller were thereby defeated. Okay, അപ്പം ഇയാൾക്ക് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തു. ഈ ബി എന്ന് പറഞ്ഞ ആൾക്ക് ബി ഇൻസോൾവെന്റ് ആയി. ബി എന്ത് ചെയ്തു? ആ ബിൽ ഓഫ് ലേഡിംഗ് നേരെ അയാളുടെ ഒരു സ്ഥിരം കസ്റ്റമർ ഉണ്ട്, അയാൾക്ക് കൊടുത്തു. ഈ കസ്റ്റമർക്ക് ഇതൊന്നും അറിയില്ല. എന്താണ്, ഇങ്ങനെ ഒരു സെല്ലർ അൺപെയ്ഡ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, അയാൾക്ക് ഇങ്ങനെ ഈ ഗുഡ്സ് ട്രാൻസിറ്റിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇതൊന്നും അറിയാതെ അയാൾ ഗുഡ് ഫെയ്ത്തിൽ ആ കസ്റ്റമർ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ എടുത്തു. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ബയർ, അതായത് ഈ കസ്റ്റമർ acquired a good title to the goods. അതാണ് കോടതി പറഞ്ഞത്. The court held that the second buyer acquired a good title. The second buyer acquired a good title to the goods and the rights of the unpaid seller were thereby defeated. അത് മനസ്സിലാക്കണം. അത് എവിടുന്ന വന്നേ? അത് ഈ ആക്ടിൽ ഇവിടെ the right of lien or stoppage in transit is defeated. ഇവിടെയാണ് അത് കിടക്കുന്നത്. ഓക്കെ, അത് ഏത് കേസിലാണ്? ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സിന്റെ കേസിൽ. അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈ വേ ഓഫ് സെയിൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനുള്ള കേസിലോ ആണത്. ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിലാണ് ഇവിടെ ഉപയോഗിച്ചത്, സെയിലാണ് നടന്നത്. അങ്ങനത്തെ ഒരു കേസിൽ ഗുഡ് ഫെയ്ത്തിലാണ് നടന്നത് ആൻഡ് ഫോർ കൺസിഡറേഷൻ. അതിനുള്ള കേസിലോ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഓഫ് ലീൻ ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ഡിഫീറ്റ് ചെയ്തു. ആ ഒറിജിനൽ സെല്ലർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിലെന്താ ഡൗട്ട്? കേസിലോന്റെ പേര് ഇത്രയും കേസിലോ കിട്ടിയിട്ട് മതിയായിട്ടില്ല അല്ലേ? ആ കേസിലാണ് അല്ല മനസ്സിലല്ല, ക്വസ്റ്റ്യൻ റെലവെന്റ് ആണ്. ഞാൻ പറഞ്ഞുതരാം. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ആ ഫാക്ട്സ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇവിടെ കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് 433 എന്ന്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 433 നോക്കും. CHN വേഴ്സസ് പോക്കറ്റ്സ് ബ്രിസ്റ്റോൾ ചാനൽ സ്റ്റീം പോക്കറ്റ് കമ്പനി ലിമിറ്റഡ്. ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കേസിലോ ആണ്. ഓക്കെ, CHN വേഴ്സസ് പോക്കറ്റ്സ് ബ്രിസ്റ്റോൾ ചാനൽ സ്റ്റീം പോക്കറ്റ് കമ്പനി ലിമിറ്റഡ് 1899 കേസാണ്. ഓക്കെ, ഇതെന്താണ് എഴുതിയിരിക്കുന്നത്? QB. എന്താണ് ഈ QB എന്ന് പറഞ്ഞത്? ക്യൂൻസ് ബെഞ്ച് ആണ് ഡിസൈഡ് ചെയ്തത് കേസ്. ഓക്കെ, CA എന്ന് പറഞ്ഞാൽ എന്താ? കോർട്ട് ഓഫ് അപ്പീൽസ് ആണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അത്രയും ഡീറ്റെയിൽസ് എല്ലാം ആ ടെക്സ്റ്റിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ ആ ബെയർ ആക്ടിനെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതായത് ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ മർച്ചന്റിന്റെ കേസ്, അതായത് സെല്ലറിന്റെ കൺസെന്റ് ഒന്നുമില്ല. ആ കേസിലാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് റൈറ്റ് ഓഫ് ലീനോ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ഒന്നും പറ്റില്ല. ഇനി സെല്ലർ കൺസെന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
അയാൾക്ക് അയാളുടെ റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ആൻഡ് ട്രാൻസിറ്റും പോകും. അവിടെ നമ്മൾ രണ്ട് കേസസ് പറഞ്ഞു. വെറുതെ അസെൻഡ് ചെയ്താൽ പോരാ, അയാൾ ആ ഒരു ഇന്റൻഷനോട് കൂടി അസെൻഡ് ചെയ്യണം. അതെങ്ങനെ, അയാൾക്ക് ഈ റൈറ്റ് എല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് അയാൾക്ക് അറിഞ്ഞുകൊണ്ട് ആ ഒരു ഇന്റൻഷനോട് കൂടി തന്നെ അയാൾ എക്സർസൈസ് ചെയ്യണം. ആ രണ്ട് കേസസ് പറഞ്ഞു. പിന്നെ നമ്മൾ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽസിലേക്ക് വന്നു, അതായത് സെക്കൻഡ് സബ്സെക്ഷനിലേക്ക്. അതിലെങ്ങനെ രണ്ട് രീതിയിൽ സംഭവിക്കാം. സെയിൽ വഴി, ആ സെയിലിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. സെയിൽ വഴി നടക്കുന്ന സമയത്ത് കോപ്പറിന്റെ കേസ്, അയാളത് വിറ്റ സമയത്ത് ബയർക്ക് ഇതൊന്നും, സെക്കൻഡ് ബയർ ഒന്നും അറിയാതെയാണ് സാധനം എടുത്തത്. ഫസ്റ്റ് ബയർ ഇൻസോൾവെന്റ് ആയി. അങ്ങനെയാണെങ്കിൽ ഗുഡ് ടൈറ്റിൽ വിൽ ബി പാസ്ഡ് ടു ദ സെക്കൻഡ് ബയർ. ഒറിജിനൽ കസ്റ്റമർ സെല്ലറിന് അയാളുടെ റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജും ട്രാൻസിറ്റും നഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയാൻ ബാക്കിയുള്ള, പ്ലെഡ്ജ് പറയാൻ ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് പ്ലെഡ്ജിലേക്ക് പോവാം. പ്ലെഡ്ജിന്റെ ഒരു കേസിലോ കിടക്കുന്നത് ഇവിടെയാണ്. പ്ലെഡ്ജിന്റെ ഒരു കേസിലോ, നമ്മൾ ഓരോരോ സെക്ഷൻസിനും ഓരോ കേസിലോ നോക്കിയാൽ മതിയല്ലോ. കെംപ് വേഴ്സസ് ഫോക്ക്, ഇതാണ് കേസ്, പ്ലെഡ്ജിന്റെ കേസ്. ഓക്കെ, പ്ലെഡ്ജിന്റെ കേസിലോന്റെ പേരാണ് കെംപ് വേഴ്സസ് ഫോക്ക്. മറ്റേത് നിങ്ങൾ നേരെ ചോദിച്ച മാതിരി ആ കേസിലോന്റെ പേര് എഴുതിക്കൊണ്ട് കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചു, ഞാനത് നോക്കിയില്ല എന്നേ ഉള്ളൂ. കാരണം ഇതിന്റെ പേര് കേട്ടിട്ടേ. അപ്പൊ ആ കേസിലോന്റെ പേര് എഴുതിയ മുകളില്, അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ എക്സാമിന് ഇങ്ങനെ എഴുതിയാൽ മതി, ഇൻ എ കേസ് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ദാറ്റ് എഴുതിയാൽ മതി. ഓക്കെ, പക്ഷെ കേസിലോന്റെ ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ CHN വേഴ്സസ് അത് എഴുതുക. ഇനി ദസ് the resale by the buyer by transfer of documents of title completely defeats the seller's rights against the goods. Okay, അത് നമ്മൾ മറ്റേ സെയിൽ ആണെങ്കിൽ അപ്പൊ നമുക്കിത് ആവശ്യമില്ല. ഇനി നമുക്ക് പ്ലെഡ്ജിലേക്ക് പോവാം. ബട്ട് a pledge does not completely defeat the seller's rights. Okay, സെയിൽ വഴിയാണെങ്കിൽ ഒരു ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ BCക്ക് സെയിൽ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ കംപ്ലീറ്റ് റൈറ്റ്സ് പോയി. ബട്ട് a pledge does not completely defeat the seller's rights. It only makes his rights subject to the pledge. അതായത് സെക്ഷൻ 53 സബ്സെക്ഷൻ 1ന്റെ പ്രൊവൈസോ. ഓക്കെ, അങ്ങനെയാണ് ബെയർ ആക്ട് വായിക്കുക, മനസ്സിലായോ? അതായത് സെക്ഷൻ 53 സബ്സെക്ഷൻ 1 അതിന്റെ പ്രൊവൈസോ ഉണ്ടോ, അങ്ങനെയാണ് ലീഗൽ ലാംഗ്വേജ്. അവിടെയാണ് ഈ പ്ലെഡ്ജിന്റെ പ്രശ്നം കിടക്കുന്നത്. കണ്ടോ, ഇവിടെ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ഒരു പേഴ്സൺ ഓർ ഡിഫീറ്റഡ് ബൈ വേ ഓഫ് പ്ലെഡ്ജ് unpaid seller's right. അല്ല, എഴുതി ശരിയാണോ? But a pledge does not complete, it only makes his rights subject to a pledge. Section 53(1) proviso എന്ന് എഴുതിയിട്ടുണ്ട്. Transfer who takes the document in good faith by way of say yes, okay, by way of pledge ഇവിടെ എഴുതിയിട്ടുണ്ട്, correct. Okay, by way of pledge ആണെങ്കിൽ the unpaid seller's right of lien or stoppage in transit can only be exercised subject to the rights of the transferee. Okay, അപ്പോൾ അവിടെ ആ പ്ലെഡ്ജിക്ക് ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്ത് അയാൾക്ക് കുറച്ച് റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സിനെ സബ്ജക്ട് ചെയ്തുകൊണ്ടുള്ള റൈറ്റ്സ് ഈ അൺപെയ്ഡ് സെല്ലറിന് എക്സർസൈസ് ചെയ്യാൻ പറ്റും. മറ്റേ കേസിൽ കംപ്ലീറ്റ്ലി ഹോപ്പ്ലെസ്, അത് പോയി. ബൈ വേ ഓഫ് സെയിൽ ആണെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫീറ്റഡ്, അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബൈ വേ ഓഫ് പ്ലെഡ്ജ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഹോപ്പ് ഉണ്ട്. അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 53 സബ്സെക്ഷൻ 1 പ്രൊവൈസോയിൽ പറഞ്ഞിട്ടുണ്ട്, ദ ഇഫക്ട് ഈസ് ദാറ്റ് ദ സെല്ലർ മേ സ്റ്റിൽ എക്സർസൈസ് ഹിസ് റൈറ്റ്സ്. സെല്ലർക്ക് ഇപ്പോഴും അൺപെയ്ഡ് സെല്ലറിന് അയാളുടെ റൈറ്റ്സ് എക്സർസൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ബൈ പേയിങ് ഓഫ് ദ പ്ലെഡ്ജി. ഇവിടെ C ആണ് പ്ലെഡ്ജി, B Cക്കാണ് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ B പ്ലെഡ്ജ് ചെയ്ത ആളാണ്, പ്ലെഡ്ജർ ആണ്, മറ്റേ ആൾ പ്ലെഡ്ജി ആണ്. അപ്പൊ ഈ പ്ലെഡ്ജിക്ക് എന്താണോ വേണ്ടത് അയാൾക്കങ്ങ് പേ ഓഫ് ചെയ്താൽ മതി, അയാളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അൺപെയ്ഡ് സെല്ലറിന് അയാളുടെ റൈറ്റ്സ് എക്സർസൈസ് ചെയ്യാൻ പറ്റും. ഇഫ് ദ പ്ലെഡ്ജി ഹാസ് ഇൻ ഹിസ് ഹാൻഡ്, പ്ലെഡ്ജി എന്ന് പറയുന്നത് ഇവിടെ ആരാ? A B C, ബിയും സിയും തമ്മിലാണ് പ്ലെഡ്ജ് നടക്കുന്നത്. ഇവിടെ C ആണ് പ്ലെഡ്ജി. ഈ സിന്റെ ഹാൻഡ്സിൽ അതർ സെക്യൂരിറ്റീസ് അഗെയിൻസ്റ്റ് ദ പ്ലെഡ്ജർ. ഈ ബിന്റെ അടുത്ത് C പ്ലെഡ്ജ് ചെയ്ത സമയത്ത് അയാൾ ചിലപ്പോൾ ഈ ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ മാത്രമല്ല, C മെടുക്കാനാണെങ്കിൽ വേറെ എന്തെങ്കിലും സെക്യൂരിറ്റീസും കൂടെ മേടിച്ചു വെച്ചിട്ടുണ്ടാവും. അതിനെപ്പറ്റി ഇവിടെ പറയുന്നത്, ഇഫ് ദ പ്ലെഡ്ജി ഹാസ് ഇൻ ഹിസ് ഹാൻഡ്സ്, അതായത് സിന്റെ ഹാൻഡ്സിൽ അതർ സെക്യൂരിറ്റീസ് അഗെയിൻസ്റ്റ് ദ പ്ലെഡ്ജർ ഉണ്ടെങ്കിൽ ദ അൺപെയ്ഡ് സെല്ലർ ക്യാൻ റിക്വയർ ദ പ്ലെഡ്ജി. ഈ അൺപെയ്ഡ് സെല്ലർ ആരാ ഇവിടെ? എക്ക് സിനോട് ആവശ്യപ്പെടാം, ക്യാൻ റിക്വയർ ദ പ്ലെഡ്ജി ടു സാറ്റിസ്ഫൈ ഹിസ് ക്ലെയിം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ക്ലെയിം എല്ലാം സാറ്റിസ്ഫൈ ചെയ്യൂ, ആസ് ഫാർ ആസ് പോസിബിൾ, നിങ്ങളെ കൊണ്ട് പറ്റാവുന്നത്ര, ഔട്ട് ഓഫ് അതർ സെക്യൂരിറ്റീസ്, ബാക്കിയുള്ള സെക്യൂരിറ്റീസിൽ നിന്ന്. ഓക്കെ, അതായത് ഈ ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിലും B വെച്ചിട്ടുണ്ടാവും, അതർ സെക്യൂരിറ്റീസും വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ അതർ സെക്യൂരിറ്റീസിൽ നിന്ന് ആസ് ഫാർ ആസ് പോസിബിൾ നിങ്ങൾ നിങ്ങളുടെ ക്ലെയിം എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും.
ഇത് ഈ അൺപെയ്ഡ് സെല്ലർ എക്ക് സിനോട് ആവശ്യപ്പെടാം. ഇഫ് ദ പ്ലെഡ്ജി ഡിസ്പോസസ് ഓഫ് ദ ഗുഡ്സ് he has to hand over the surplus sale proceeds. ഇതെല്ലാം കഴിഞ്ഞ് ഈ അതർ സെക്യൂരിറ്റീസ് എല്ലാം വെച്ചിട്ട് ഈ സി അയാളുടെ ക്ലെയിം എല്ലാം സാറ്റിസ്ഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ടും ഇയാൾ ഈ ഡോക്യുമെന്റ്സ് ഓഫ് ഗുഡ്സ് വിൽക്കുകയെന്ന് വെക്കുക. ഗുഡ്സ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സർപ്ലസ് സെയിലിന്റെ പ്രൊസീഡിങ്സ് ഹി ഹാസ് ടു പേ ടു ദ അൺപെയ്ഡ് സെല്ലർ. അങ്ങനെ ഒരു റൈറ്റ് അവിടെ അൺപെയ്ഡ് സെല്ലറിന് കിടക്കുന്നുണ്ട്. ബൈ പ്ലെഡ്ജ് ആണെങ്കിൽ, ബൈ സെയിൽ ആണെങ്കിൽ ആ റൈറ്റ് ഒന്നുമില്ല. ഇത് റെക്കഗ്നൈസ് ചെയ്ത ആരാ? ഹൗസ് ഓഫ് ലോർഡ്സ് ആണ് ഇൻ കെംപ് വേഴ്സസ് വാക്ക്. ഓക്കെ, അപ്പൊ സെക്ഷൻ 53 കഴിഞ്ഞു. ഈ സെക്ഷൻ 53 ഞാൻ പറഞ്ഞത്, അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതുവരെ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പോകേണ്ടത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷൻ 53ന്റെ ഒരു സംഭവം ടെർമിനേഷൻ ഓഫ് ലീനിൽ കിടക്കുന്നുണ്ട്. ഇനി ടെർമിനേഷൻ ഓഫ് ലീനിലേക്ക് വരികയാണ്. ടെർമിനേഷൻ ഓഫ് ലീനിൽ ഞാൻ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, കേസ് ലോസ് പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ, അതും കൂടെ നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, ടെർമിനേഷൻ ഓഫ് ലീൻ. അപ്പൊ ഇത് കഴിഞ്ഞു കേട്ടോ. 53 54 കഴിഞ്ഞു. ഇനി ഇതിന്റെയൊക്കെ കേസ് ലോസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഓൾറെഡി. നമുക്ക് ടെർമിനേഷൻ ഓഫ് ലീനിന്റെ അവിടെ ഒന്ന് നോക്കാം. ടെർമിനേഷൻ ഓഫ് ലീനിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഒരു ലീൻ ടെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് 5 കേസസ് ഉണ്ട്. 5 കേസസ് പറയാൻ പോകുന്നത് ടെർമിനേഷൻ ഓഫ് ലീൻ. എങ്ങനെയൊക്കെ ലീൻ ടെർമിനേറ്റ് ചെയ്യാം. 1, ഡെലിവറി ഓഫ് ഗുഡ്സ് ടു എ കാരിയർ. അപ്പൊ നമ്മളിവിടെ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ബൈ ഡെലിവറി ടു എ കാരിയർ. ഓക്കെ, അതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് എന്താ? ബൈ ഡെലിവറി ടു ബയർ. ഓക്കെ, ബൈ ഡെലിവറി ടു ബയർ. നിങ്ങൾ നോട്ട് ഉണ്ടാക്കണം ഇതിൻ്റെയൊക്കെ, കാരണം നിങ്ങൾക്ക് വൈവയ്ക്കൊക്കെ യൂസ്ഫുൾ ആവും. ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ഡെലിവറി ടു കാരിയർ. ഓക്കെ, സെക്കൻഡ് എന്താണ്? ഡെലിവറി ടു ബയർ. മൂന്നാമത്തെ എന്താണ്? വേവർ. നാലാമത്തെ എന്താണ്? നാലാമത്തെ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ടെൻഡർ ഓഫ് അതന്നെ, അല്ലെങ്കിൽ പ്രൈസിന്റെ പേയ്മെന്റ്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യമുണ്ട്, അതെന്താ ഇനി പറയാൻ പറ്റും? നമ്മുടെ ടെർമിനേഷൻ ഓഫ് ലീൻ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. നമ്മുടെ ടെർമിനേഷൻ ഓഫ് ലീനിൽ ഇതും കൂടെ എഴുതി ചേർക്കണം. ഡിസ്പോസൽ ഓഫ് ഗുഡ്സ് ബൈ ദ ബയർ. അതെന്താണ് അത് പറഞ്ഞത്? അതായത് എ ബിക്ക് സാധനം വിറ്റു, ബി അത് ഡിസ്പോസ് ചെയ്യാണ്. എങ്ങനെ? ബി ആ ഗുഡ്സ് ഡിസ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെർമിനേഷൻ ഓഫ് ലീൻ വരും. എങ്ങനത്തെ കേസില്? സെല്ലറിന്റെ കൺസെന്റോട് കൂടി. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട്, ബി ഡിസ്പോസ് ചെയ്തു ആ ഗുഡ്സ്, സിക്ക് വിറ്റു, സെല്ലറിന്റെ കൺസെന്റോട് കൂടി, എന്റെ കൺസെന്റോട് കൂടി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റിനും എന്ത് പറ്റി? തീർന്നു, കംപ്ലീറ്റ് അവിടെ നിന്നു. നമ്മൾ സെക്ഷൻ 53 പറഞ്ഞിട്ടുണ്ട് അത്. ഇനി വേറൊരു കേസ് എങ്ങനെയാണ് ടെർമിനേറ്റ് ആവുന്നത്? ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ബൈ സെയിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ടെർമിനേഷൻ ഓഫ് ലീൻ എഴുതുമ്പോൾ ഈ 5 കേസസ് എഴുതണം. ഓക്കെ, ഈ 5 കേസസ് 4 ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ബുക്കിൽ. ഡെലിവറി ടു ദ കാരിയർ, ഡെലിവറി ടു ദ ബയർ, പിന്നെ ബൈ വേവർ, പിന്നെ ബൈ ടെൻഡർ ഓഫ് പ്രൈസ്. ഇനി 5ാമത്തേത് എനിക്ക് വേറൊരു ബുക്കിൽ നിന്ന് കിട്ടിയതാ, ബൈ ഡിസ്പോസൽ ഓഫ് ഗുഡ്സ് ബൈ ദ ബയർ. ഓക്കെ, അപ്പൊ 5 രീതിയിൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഇവിടെ എഴുതണം. മറ്റേ സെക്ഷൻ നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ കേരളത്തിൽ വേറെ ആരും ഇങ്ങനെ ഒരു നോട്ട് ഉണ്ടാവില്ല, നിങ്ങളടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ സെക്ഷൻ 53 ആ 2 കേസസ് കൊണ്ടുവരണം. സെക്ഷൻ 53 ഏതൊക്കെ കേസസാ എപ്പോഴൊക്കെയാ ടെർമിനേറ്റ് ചെയ്യുന്നത്? സെക്ഷൻ 53 നോക്കിയോക്കൂ. കണ്ടോ? അൺലെസ് സെല്ലർ അസെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ലീൻ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ആ റൈറ്റ് പോയി, റൈറ്റ് ഓഫ് ലീൻ നഷ്ടപ്പെട്ടു. സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എഴുതണ്ട കേട്ടോ. റൈറ്റ് ഓഫ് ലീൻ സെല്ലറിന്റെ അസെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പോയി. പിന്നെ എങ്ങനെയാ പോകുന്നത്? ഇവിടെയും പറഞ്ഞിട്ടുണ്ടോ, റൈറ്റ് ഓഫ് ലീൻ ഡിഫീറ്റ് ചെയ്തു. എങ്ങനെയാ ഡിഫീറ്റ് ആവുന്നത്? ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തു ഒരു പേഴ്സണ്, ആൻഡ്
that person takes it in good faith or consideration. അപ്പോൾ നിങ്ങൾ എഴുതണം section 53 subsection 1 പ്രൊവൈസോയിൽ പറഞ്ഞ മാതിരി ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ അത് എഴുതണം. മറ്റേതിൽ എഴുതണം സെക്ഷൻ 53 സബ്സെക്ഷൻ 1 സെല്ലറിന്റെ അസെന്റ്. അങ്ങനെ ടെർമിനേഷൻ ഓഫ് ലീന് വരാന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതി ചേർക്കണം. ഓക്കെ. ഇനി എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഒക്കെ ഒരു ചെറിയ ഒരു കേസ് ലോസ് അത് നമ്മൾ പറഞ്ഞിട്ടില്ല. സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റിന്റെ കേസ് ലോസേ പറഞ്ഞിട്ടുള്ളൂ. റൈറ്റ് ഓഫ് ലീന്റെ കേസ് ലോസ് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസ് ലോ ആണ് വാൽപി വേഴ്സസ് ഗിബ്സൺ. ഇത് എന്തായാലും എഴുതണം. വാൽപി വേഴ്സസ് ഗിബ്സൺ ഡെലിവറി ടു ദ കാരിയർ. അപ്പൊ ഞാൻ അതിന്റെ ഫാക്ട്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഏത് നമ്മളിവിടെ ടെർമിനേഷൻ ഓഫ് ലീനിന്റെ ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ. ടെർമിനേഷൻ ഓഫ് ലീനിൽ ആദ്യത്തത് വായിക്കും എ. അതായത് അൺപെയ്ഡ് സെല്ലർ ഓഫ് ദ ഗുഡ്സ് loses his lien. Loses his lien thereon upon when he delivers the goods to a carrier or other bailee for the purpose of transmission to the buyer without reserving the right to disposal. അതായത് റൈറ്റ് ഓഫ് ലീൻ എപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗുഡ്സ് ഒരു കാരിയർ അല്ലെങ്കിൽ ബെയിലിക്ക് കൊടുക്കുകയാണ്. എന്തിന്? ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്മിഷൻ ടു ദ ബയർ വിത്തൗട്ട് റിസർവിംഗ് ദ റൈറ്റ് ഓഫ് ഡിസ്പോസൽ ഓഫ് ദ ഗുഡ്സ്. ഇനി വാൽപി വേഴ്സസ് ഗിബ്സണിൽ എന്താ സംഭവിച്ചത്? വാൽപി വേഴ്സസ് ഗിബ്സൺ ഇത് മറക്കണ്ട കേട്ടോ, അതിന്റെ പേരൊക്കെ എഴുതിക്കൊണ്ടു. ഇവിടെ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എ ബിക്ക് കുറച്ച് ഗുഡ്സ് കൊടുക്കുകയാണ്. ഇൻ വാൽപി the goods were delivered to the buyer's shipping agent. ഓക്കെ. ഗുഡ്സ് ബയറിന്റെ ഷിപ്പിംഗ് ഏജന്റിന് കൊടുത്തു. ബയറിന് ഒരു ഷിപ്പിംഗ് ഏജന്റ് ഉണ്ട്, അയാൾക്ക് കൊടുത്തു. അയാൾ എന്ത് ചെയ്തു? അയാൾ അതെല്ലാം കൊണ്ട് ഷിപ്പിന്റെ ബോർഡ് ചെയ്തു. ഓക്കെ. അപ്പൊ ബയറിന്റെ ഒരു ഷിപ്പ് വന്നു, ആ ഷിപ്പിലേക്ക് ഈ സെല്ലർ സാധനങ്ങളെല്ലാം കയറ്റി ഓൺ ബോർഡ് ചെയ്തു. അങ്ങനെ ഒരു സാധനം പോയി. പക്ഷെ ഇത് ബയറിന്റെ പോർട്ടിൽ എത്തിയ സമയത്ത് അയാൾ നോക്കിയപ്പോൾ ഇതിന്റെ അകത്ത് പാക്കിങ്ങിൽ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ. അതായത് ഇവിടെ സെല്ലറുണ്ട്, ഇവിടെ ബയറുണ്ട്. ബയറിന്റെ ഷിപ്പ് ഇവിടെ വന്നു. ഓക്കെ. ഇവിടെ ഷിപ്പ് ഉണ്ടെന്ന് വെക്കുക. ഈ ഷിപ്പിലേക്ക് ഇതെല്ലാം കൂടെ ബോർഡ് ചെയ്തു, ഓൺ ബോർഡ് ചെയ്തു. ഷിപ്പ് ഇവിടെ ബയറിന്റെ അടുത്ത് എത്തി. ഷിപ്പ് ബയറിന്റെ അടുത്ത് എത്തിയപ്പോൾ ഇയാൾ വെരിഫൈ ചെയ്തപ്പോൾ പാക്കിങ്ങിൽ പ്രോബ്ലം കണ്ടു. ഓക്കെ. പാക്കിങ്ങിൽ പ്രോബ്ലം കണ്ടപ്പോൾ അയാൾ ഇത് തിരിച്ചയച്ചു. ഈ സാധനം തിരിച്ചു വന്നു. എന്തിന്? ഫോർ റീപാക്കിങ്ങിന് സാധനം തിരിച്ചു വന്നു. അങ്ങനെ ഇത് റീപാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബി ഇൻസോൾവെന്റ് ആയി. ഓക്കെ. ബി ഇൻസോൾവെന്റ് ആയി. അപ്പം ഇയാൾക്ക് പൈസ കിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഈ ഒറിജിനൽ സെല്ലർ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്തു. ചെയ്യാൻ പറ്റുമല്ലോ? ആണ് ക്വസ്റ്റ്യൻ. അതായത് ടെർമിനേഷൻ ഓഫ് ലീനിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ടെർമിനേഷൻ ഓഫ് ലീൻ ആദ്യത്തത് ഡെലിവറി ടു ദ കാരിയർ. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഹെഡിങ്ങിന്റെ അണ്ടറിൽ വരുന്നതാണ് വാൽപി വേഴ്സസ് ഗിബ്സൺ. ഞാൻ ഫാക്ട്സ് ഞാൻ പറഞ്ഞു. എന്താ നിങ്ങൾ ഡിസൈഡ് ചെയ്തത്? ബയറിന്റെ ഷിപ്പ് സെല്ലറിന്റെ പോർട്ടിൽ വന്നു, ഇയാളെല്ലാം കയറ്റി, സാധനം ബയറിന്റെ അടുത്ത് എത്തി. അയാൾ എക്സാമിൻ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് പാക്കിങ്ങിന് പ്രശ്നമുണ്ട്. അയാൾ റീപാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും തിരിച്ചു വിട്ടു. ഗുഡ്സ് സെല്ലറിന്റെ പൊസഷനിൽ വന്നു. അപ്പോൾ ആ ടൈമിൽ ഇത് റീപാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബയർ ഇൻസോൾവെന്റ് ആയി. അപ്പം സെല്ലർ അത് റീറ്റെയിൻ ചെയ്തു പൊസിഷൻ. റീപാക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന സാധനം അവിടെ റീറ്റെയിൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കംപ്ലീറ്റ് പ്രൈസ് തരാതെ അയാളുടെ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്തു. അപ്പോൾ ഈ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതോ റൈറ്റ് ഓഫ് ലീൻ ടെർമിനേറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ആരും കേൾക്കില്ല, പേടിക്കണ്ട. നമ്മളാകെ 2-3 പേരേ ഉള്ളൂ. അതിനാണ് ഞാൻ 3 പേരെ മാത്രം വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന റെക്കോർഡ് ആവുകയില്ല. കണ്ടീഷൻസ് എല്ലാം നിങ്ങൾക്ക് ഫേവറബിൾ ആണ്. ഒന്ന് ആലോചിച്ചോ. ആദ്യം എപ്പോഴാണ് ലീൻ ടെർമിനേറ്റ് ആവുക എന്നുള്ള ഡയറക്റ്റ് ഡെഫിനിഷൻ എന്താ? എപ്പോഴാണ് ലീൻ ടെർമിനേറ്റ് ആവുന്നത്? നിങ്ങൾ ജഡ്ജിമാരാകുമ്പോൾ എങ്ങനെ ഡിസൈഡ് ചെയ്യും? ബയർ ഇൻസ്റ്റാൾമെന്റ് ആയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എന്ത് ചെയ്യും? റൈറ്റ് ഓഫ് ലീന്. ഇപ്പൊ റൈറ്റ് ഓഫ് ലീൻ ആണെങ്കിൽ ബയർ ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ചെയ്യാം. റൈറ്റ് ഓഫ് ലീൻ ആണ്. ബയർ ഇൻസ്റ്റാൾമെന്റ് ആകുമ്പോൾ ഒരേ ഒരു റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ആണ്. അപ്പൊ ബയർ ഇൻസ്റ്റാൾമെന്റ് ആയതുകൊണ്ട് ഇയാൾക്ക് ഇത് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ പറയാനുണ്ടോ?
കാവ്യ കയറിയുണ്ടോ? കാവ്യ വന്നിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. അവിടെ പ്രവിധിയൊക്കെ ഇല്ലേ അവിടെ? പ്രവിധ ഉറങ്ങിയോ? അവിടെ ഇല്ലേ പ്രവിധ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓക്കെ ഓക്കെ ഗുഡ്. അത്രയും മതി, എനിക്ക് അത്രയും കേട്ടാൽ മതി. ഇതേ നമ്മുടെ റൈറ്റ് ഓഫ് ലീന് നമ്മള് കോട്ട് എന്താ പറഞ്ഞെന്ന് നോക്കാം. ഇതാണ് ഇത്. ഇങ്ങനത്തെ കുറെ കേസസ് ഒക്കെ വായിച്ചു കഴിയുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതായത് നമ്മൾ സ്ട്രിക്ട്ലി ആസ് പെർ ബെയർ ആക്ട് പോകണം. ഇവിടെ ആർക്കും നമുക്ക് അധികം but the goods were returned to the sellers for repacking. While they were still with the sellers on this mission, the buyer became insolvent, and the sellers, still being unpaid, claimed to retain the goods. It was held that ഇതാണ് റേഷ്യോ ഡിസിഡന്റ് ആയി. Having lost their lien by delivery to the shipping agent, their refusal to deliver was wrongful. അപ്പോൾ what is the rule of law? അതായത് നിങ്ങൾ ഇത് നോക്കി നോക്കൂ. ഹാവിങ് ലോസ്റ്റ് ദെയർ ലീൻ ബൈ ഡെലിവറി ടു ദ ഷിപ്പിംഗ് ഏജന്റ്. എപ്പോഴാണ് ഇത്? ഒരു കണക്കിന് ഇത് വളരെ സിമ്പിൾ ആണത്. എപ്പോഴാണ് ഒരു ലീൻ എൻഡ് ചെയ്യുന്നത്? വെൻ ഇറ്റ് ഈസ് ഡെലിവേർഡ്. അതായത് പൊസഷൻ പോകണം ഇയാളുടെ കയ്യിൽ നിന്ന്, സെല്ലറിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ ബയറിന്റെ ഷിപ്പ് ഇവിടെ ആദ്യം വന്നല്ലോ. വന്ന സമയത്ത് ഈ സെല്ലർ ഹാൻഡ് ഓവർ ചെയ്തു. ആർക്ക്? ബയറിന് ഹാൻഡ് ഓവർ ചെയ്തു. ഈ ഹാൻഡ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ ബയറുടെ പൊസഷൻ നിന്ന് കാര്യം പോയി. അപ്പൊ അയാളുടെ റൈറ്റ് ഓഫ് ലീൻ അവിടെ കട്ടായി. ഇനി റൈറ്റ് ഓഫ് ലീൻ ഒന്നും ഇല്ല. ഇനി റൈറ്റ് ഓഫ് ലീൻ റിവൈവ് ചെയ്യണോ? ഒറ്റ മാർഗമേ ഉള്ളൂ. അത് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് വഴി അതിനെ എക്സിക്യൂട്ട് ചെയ്യിക്കണം. സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് വഴി റീഗെയിൻ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ റീഗെയിൻ ചെയ്ത സാധനം ഇയാൾക്ക് വേണമെങ്കിൽ റീറ്റെയിൻ ചെയ്തുകൊണ്ട് റൈറ്റ് ഓഫ് ലീൻ എക്സർസൈസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വേണ്ട, ഇതൊക്കെ ലീഗൽ പോയിന്റ്സ് ആണ് ഇതൊക്കെ. അതായത് ശരിക്കും ഇത് വക്കീൽമാർ ആർഗ്യൂ ചെയ്യുന്നുണ്ടാവേ. ഡയറക്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്. ദ മൊമെന്റ് ഇറ്റ് ഹാസ് ബീൻ, അത് ആ ഷിപ്പിലേക്ക് ബോർഡ് ചെയ്ത് കഴിയുമ്പോൾ. ആരുടെ ഷിപ്പിലേക്ക് അത് ബോർഡ് ചെയ്യുന്നത്? ബയറിന്റെ ഷിപ്പിലേക്കാണ് ബോർഡ് ചെയ്യുന്നത്. ബയറിന്റെ ഷിപ്പിലേക്ക് ഇത് ബോർഡ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് സെല്ലറിന്റെ കയ്യിൽ നിന്ന് പൊസഷൻ പോയി. സെല്ലറിന്റെ കയ്യിൽ നിന്ന് പൊസഷൻ പോയാൽ എന്ത് പറ്റി? അയാളുടെ റൈറ്റ് ഓഫ് ലീൻ അവിടെ തീരുക. ലീൻ ഗോട്ട് ടെർമിനേറ്റഡ്. അപ്പൊ ഇനി അയാൾക്ക് ഇനി അത് വെച്ചോണ്ടിരിക്കാനൊന്നും പറ്റില്ല. റീപാക്കിങ്ങിന് വരുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ തോന്നും അയാൾക്കത് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചുകൂടെ. ഇതിൽ വേറൊരു കേസും കൂടെ ഉണ്ട്. ആ വേറൊരു കേസിൽ ആ കേസ് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസും കൂടെ എഴുതിയാൽ മതി. ഈഡൽജി വേഴ്സസ് കഫേ ജോൺ ബ്രദേഴ്സ്. എന്താ ഈഡൽജി വേഴ്സസ് കഫേ ജോൺ ബ്രദേഴ്സ്. ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത്? ഒരു റെഫ്രിജറേറ്റർ കേസാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളൊരു റെഫ്രിജറേറ്റർ മേടിച്ചു, ഒരു റെഫ്രിജറേറ്റർ വിറ്റു. അപ്പൊ ആ റെഫ്രിജറേറ്റർ വിറ്റിട്ട് ഇത് കണ്ടോ അവിടെ ഗുഡ്സ് ആർ ഡെലിവേർഡ് ബാക്ക്. ഒരു റെഫ്രിജറേറ്റർ റിപ്പയർ ചെയ്യാൻ കൊടുക്കുകയാണ്. റിപ്പയർ ചെയ്യാൻ കൊടുത്ത സമയത്ത് ആ സമയത്ത് ബയർ ഇൻസോൾവെന്റ് ആവുകയാണ്. അപ്പൊ ഇയാൾക്ക് ഇത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഒരിക്കൽ ഇത് ഇയാൾ റെഫ്രിജറേറ്റർ വിറ്റിട്ട് ബയറിന്റെ അടുത്ത് എത്തി. അപ്പൊ ബയർ നോക്കിയപ്പോൾ ആ റെഫ്രിജറേറ്ററിന് എന്തോ പ്രശ്നമുണ്ട്. ആ റെഫ്രിജറേറ്റർ നേരെയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് എന്തോ ചെറിയ പ്രശ്നം കണ്ടിട്ട് ഇയാൾ തിരിച്ചു വിട്ട സമയത്ത് ഇയാൾക്ക് റൈറ്റ് ഓഫ് ലീൻ ഒന്നും എക്സർസൈസ് ചെയ്യാൻ പറ്റില്ല. അത് റിപ്പയറിന് വേണ്ടി വിറ്റതാണ്. അതാണ് when the goods are delivered back to the seller, where the goods are delivered back to the seller for a specific purpose such as repair of a machine sold, that does not revive the seller's lien. അങ്ങനെ സെല്ലറിന്റെ ലീൻ റിവൈവ് ചെയ്യാൻ ഈ ബെയർ ആക്ടിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത്? ഒരിക്കൽ ഇത് സെല്ലർ ഒരു സാധനം വിറ്റ് കഴിഞ്ഞു. ആ വിറ്റല്ല, അയാളുടെ പൊസഷനിൽ പോയി. ബയറിന്റെ അടുത്ത് സാധനം എത്തി. ബയറിന്റെ അടുത്ത് സാധനം എത്തിയെന്നും കൂടെ ഓർക്കണം. അതായത് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് വരെ അയാൾക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ ഇത് ശരിക്കും നമ്മൾ ലീഗലായിട്ട് അത് നോക്കണം. സാധനം കൊടുത്തോ, ഓൺ ബോർഡ് ചെയ്തു, അത് സാധനം പോയോ, ബയറിന്റെ അടുത്ത് എത്തി. ബയറിന്റെ അടുത്ത് റെഫ്രിജറേറ്റർ എത്തിയോ? എത്തി. അപ്പൊ അയാള് എത്തിക്കഴിഞ്ഞപ്പം ഡെലിവറി കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ പൈസ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ബയറിന്റെ അടുത്ത് സാധനം എത്തി. ചിലപ്പോൾ ബയർ ഇൻസോൾവെന്റ് ആയിട്ടുണ്ടാവുമായിരിക്കും. ഇനിയിപ്പോ ബയർ ഇൻസോൾവെന്റ് ആയി എന്ന് വെച്ചിട്ട് അൺപെയ്ഡ് സെല്ലറിന് എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്ത? ബെയർ ആക്ട്, ആസ് പെർ ബെയർ ആക്ട് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇയാൾക്ക് റൈറ്റ് ഓഫ് ലീൻ റിവൈവ് ചെയ്യാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ട്രാൻസിറ്റിലുള്ള സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്ത് അതിനെ റീഗെയിൻ ചെയ്യിച്ച് പിന്നെ റിവൈവ് ചെയ്യിക്കാൻ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. റെഫ്രിജറേറ്റർ മറ്റയാളുടെ കയ്യിലെത്തി.
എത്തിയപ്പോൾ ഈ അൺപെയ്ഡ് സെല്ലറിന്റെ റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് ട്രാൻസിറ്റും എല്ലാം പോയി. ഇനി അത് റിവൈവ് ചെയ്യുന്ന പരിപാടിയൊന്നും അതിനുള്ള ഒരു സ്കോപ്പും ബെയറാക്റ്റിലില്ല. എങ്ങനെയാണ് വക്കീൽമാർ ആർഗ്യൂ ചെയ്യുക? അതിനോട് ഇനി ഒരു രീതിയിലും ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് കോടതി വിധി പറയും. അപ്പൊ ദർ ഇസ് നോ വേ ദാറ്റ് ദ സെല്ലേഴ്സ് ലീൻ ക്യാൻ ബി റിവൈവ് റീപാക്കിങ്ങിന് വേണ്ടിയോ. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് വാൽപി വേഴ്സസ് ഗിബ്സണിൽ റീപാക്കിങ്ങിന് വേണ്ടിയിട്ടാണ് എഡുൽജി വേഴ്സസ് കാഫെ ജോൺ ബ്രദേഴ്സിൽ ഒരു റെഫ്രിജറേറ്റർ റിപ്പയറിന് വേണ്ടി തിരിച്ചു കൊടുത്തതാണ്. നിങ്ങൾ ഓർക്കണം, അപ്പോഴും ഇയാൾ പൈസ കൊടുത്തിട്ടില്ല. മനസ്സിലായില്ല? റെഫ്രിജറേറ്റർ മേടിച്ചു, അതിൻ്റെ അകത്ത് എന്തോ കംപ്ലൈന്റ് കൊണ്ട് ബയർ ഇൻസോൾവെന്റ് ആയി, ഇയാൾ ആ റിപ്പയറിന് വേണ്ടി തിരിച്ചു വിടുകയാണ്. പക്ഷെ ആ സമയത്ത് ഇയാൾക്ക് ഇത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാനൊന്നും അയാൾക്ക് പറ്റില്ല. റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്ത് അയാളത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബയർ കോടതി പോകും. കോടതി പോയാൽ കോടതി പറയും നിങ്ങൾക്ക് റൈറ്റ് ഓഫ് ലീൻ ഒന്നുമില്ല, അതൊക്കെ തീർന്നു, നിങ്ങളത് നേരെയാക്കി അപ്പുറത്ത് കൊടുക്കുക. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് വേറെ സൂട്ട് ഫയൽ ചെയ്യണം. ഓക്കെ, അപ്പൊ വാൽപി വേഴ്സസ് ഗിബ്സണിൽ നിങ്ങൾ അത് എഴുതുക. ഓക്കെ, വാട്ട് ഈസ് ദ റേഷ്യോ ഡിസിഡന്റ്? ഹാവിംഗ് ലോസ്റ്റ് ദർ ലീൻ ബൈ ഡെലിവറി ടു ദ ഷിപ്പിംഗ് ഏജന്റ്. എപ്പോ ഈ ഷിപ്പിംഗ് ഏജൻസിന് ഡെലിവറി ചെയ്തോ ആ സമയത്ത് അവരുടെ ലീൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് their refusal to deliver was wrongful എന്നാണ് കോടതി പറഞ്ഞത്. ഓക്കെ, ഇനി where the seller has reserved the right of disposal of the goods, his lien continues till the end of transit. ഓക്കെ, അല്ലെങ്കിൽ ഈ റിസർവ് ഇയാൾ ഈ റൈറ്റ് ഓഫ് ഡിസ്പോസൽ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ് ഓഫ് ഡിസ്പോസൽ റിസർവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസിറ്റ് എൻഡ് ചെയ്യുന്നവരെ അയാൾക്ക് ലീനിന്റെ, അതും ട്രാൻസിറ്റ് എൻഡ് ചെയ്യുന്നവരെ ഉള്ളൂ. ട്രാൻസിറ്റ് എൻഡ് ചെയ്ത് കഴിഞ്ഞ് വയറിന്റെ അടുത്തേക്ക് കയ്യിലേക്ക് ഇത് സാധനം പോയി കഴിഞ്ഞാൽ അയാളുടെ പൊസഷൻ പോയി, പിന്നെ ഒരു റൈറ്റും ഇല്ല. റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ആൻഡ് ട്രാൻസിറ്റും ഇല്ല, റൈറ്റ് ഓഫ് ലീനും ഇല്ല. അപ്പോൾ വാൽപി വേഴ്സസ് ഗിബ്സൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഡെലിവറി ടു ദ ബയർ. ഡെലിവറി ടു ദ ബയറിൽ നിങ്ങൾ ഇത് എഴുതിയാൽ മതി. ഈ ഞാൻ നേരത്തെ പറഞ്ഞ അതിലാണ് ആ റെഫ്രിജറേറ്റർ കേസ് വരുന്നത്. ബയർക്ക് ഇത് ഡെലിവർ ആയിപ്പോയി, എഡൽജി വേഴ്സസ് കാഫെ ജോൺ ബ്രദേഴ്സ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ബേൺ പറഞ്ഞ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് ഉണ്ട്, അതൊന്നും നിങ്ങൾ എഴുതാൻ നിൽക്കണ്ട. ഇതിൻ്റെ അകത്ത് അയാൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ when the vendor has given the buyer possession under the contract of sale, all his rights in the goods are completely gone. അതായത് ഒരിക്കൽ ഈ സാധനം, ഒരിക്കൽ ഈ ഗുഡ്സ് ബയറിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ വെണ്ടർക്ക്, വെണ്ടർ എന്ന് പറഞ്ഞാൽ സെല്ലർ, അയാൾക്ക് all his rights in the goods are completely gone. അയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ഒരു റൈറ്റും ഇല്ല. എന്ന് മാത്രമല്ല അയാൾ ഏത് ലെവലിലേക്ക് വന്നു എന്നറിയോ? He must recover the price exactly as he would recover any other debt. വേറെ ഏതെങ്കിലും ഒരു കടം, വേറെ ഏത് കടം എങ്ങനെയുണ്ടോ എങ്ങനെ അത് റിക്കവർ ചെയ്യോ ആ അല്ലാതെ ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന്ന് ഈ റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജും ട്രാൻസിറ്റും ഒന്നും യൂസ് ചെയ്തിട്ട് അയാൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. എല്ലാ റൈറ്റ്സും അയാൾക്ക് പോകും. ഒരു സാധാരണ ഡെറ്റ് എങ്ങനെയുണ്ടോ അത് എങ്ങനെ റിക്കവർ ചെയ്യണോ അതേമാതിരി തന്നെ റിക്കവർ ചെയ്യണം. ആൻഡ് ഹാസ് നോ ലോങ്ങർ എനി ക്ലെയിം ഓൺ ദ ഗുഡ്സ് സോൾഡ് സുപ്പീരിയർ ടു ദോസ് എനി അതർ ക്രെഡിറ്റർ. അതായത് ഈ റൈറ്റ്സിൽ നിന്നും അയാൾക്ക് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. ഇനി വേവറിലേക്ക് വരാം. വേവറിനെ പറ്റി എന്താ എഴുതുക? മൂന്നാമത്തേത് വേവർ പറഞ്ഞിരിക്കുന്നത്, വേവർ രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് വേവ് ചെയ്യാൻ പറ്റും, മറ്റേത് ഇംപ്ലിസിറ്റ് ആയിട്ട് വേവ് ചെയ്യാൻ പറ്റും. അതായത് എങ്ങനെയാണ് ഒരാൾ വേവ് ചെയ്തു എന്ന് അറിയുന്നത്? അതായത് ഈ സെല്ലറിന്റെ അടുത്ത് ഗുഡ്സ് എത്തിയല്ലോ, അയാളത് യൂസ് ചെയ്യാൻ തുടങ്ങി, അയാളത് കൺസ്യൂം ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ റൈറ്റ് ഓഫ് ലീൻ എൻഡ് ചെയ്യും. അതായത് an implied waiver takes place when the seller is guilty of some wrongful act in reference to goods, such as dealing with the goods in a manner inconsistent with the mere possession. ആക്ച്വലി ഇത് ഓണർഷിപ്പ് ആരുടെയാണ്? ബയറുടെയാണ് അല്ലേ? ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ അങ്ങോട്ട് പോയി, ബയറിന്റെ ഗുഡ്സ് ആണ്, പക്ഷെ സെല്ലർ ഇത് റൈറ്റ് ഓഫ് ലീൻ വഴി റീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാരണം ബയർ പൈസ തന്നിട്ടില്ല. അപ്പം ആ സമയത്ത് ഇയാളുടെ ആവശ്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുകയാണ്. ഓക്കെ, അതാണ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ മിയർ റൈറ്റ്. അയാൾക്കത് പൊസസ് ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ. റൈറ്റ് ഓഫ് ലീൻ എന്ന് പറഞ്ഞാൽ അത് പൊസസറി ലീൻ ആണ്. അത് പൊസഷനിലുള്ള സമയത്ത് അയാൾക്ക് പൊസസ് ചെയ്യാൻ മാത്രമുള്ള റൈറ്റ് ആണ്. ആസ് ബൈ റോങ്ഫുള്ളി റീസെല്ലിങ്, അയാൾ ഇനി അത് റോങ്ഫുള്ളി റീസെൽ ചെയ്യാൻ നിൽക്കുക, റോങ്ഫുള്ളി റീസെൽ ചെയ്യുക. ഓർ കൺസ്യൂമിങ് ദം, അങ്ങനത്തെ ഒരു കേസിൽ consuming them or by claiming to keep them on some ground other than his right to lien. ഓക്കെ, അയാളുടെ റൈറ്റ് ടു ലീൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് അയാൾ ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വേവറിന് തുല്യമായിട്ട് വരും. അപ്പൊ അതിന് ഒരു കേസിലോ പറഞ്ഞത് 411 ഗർ വേഴ്സസ് കട്ട്വേർഡ്. ഇതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചത്? ഒരു സ്റ്റാക്ക് ഓഫ് ഹേ, ഒരു ഹേ വിറ്റു. ഓക്കെ, വിറ്റിട്ട് after which he had sold and part of which has been taken. ഇത് ഒരു സ്റ്റാക്ക് ഓഫ് ഒരു വൈക്കോൽ കുറെ വിറ്റിട്ട് ആ വൈക്കോലിന്റെ കുറെ ഭാഗം ബയർ എടുത്തിട്ട് പോയി, ബാക്കി ഇയാളുടെ അടുത്തിരിക്കുക, ഇയാളുടെ പൊസിഷനിൽ ഇരിക്കുകയാണ്. ആ സമയത്ത്
ഈ സെല്ലർ അത് യൂസ് ചെയ്തു. എന്നിട്ട് അപ്പം he was held liable in damages to the buyer for failure to deliver. അയാൾക്ക് അത് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല, അയാളുടെ ആവശ്യത്തിന് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് കംസ് അണ്ടർ വേവർ. അത് എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ റൈറ്റ് ഓഫ് ലീൻ വേവ് ചെയ്ത മാതിരിയാവും. ഓക്കെ, അയാൾക്ക് പിന്നെ റൈറ്റ് ഓഫ് ലീൻ ഒന്നും ഇല്ല, അയാൾ അത് വേവ് ചെയ്ത് കഴിഞ്ഞു. അതാണ് വേവർ. പിന്നെ ടെൻഡർ ഓഫ് പ്രൈസ് വളരെ സിമ്പിൾ ആണ്. ടെൻഡർ ഓഫ് പ്രൈസിൽ എന്താ പറയുന്നത്? when buyer tenders price for the goods, the seller ceases to be an unpaid seller. ബയർ പൈസ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്തിരിക്കുകയാണ് അൺപെയ്ഡ് സെല്ലർ, അയാളുടെ അടുത്ത് ഗുഡ്സ് ഇരിക്കുകയാണ്. ആ സമയത്ത് ബയർ വന്ന് പൈസ കൊടുത്തു. പൈസ കൊടുക്കുന്ന സമയത്ത് ഇയാൾക്ക് പറയാൻ പറ്റില്ല എനിക്കിപ്പോൾ പൈസ വേണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. thereby cannot voluntarily refuse to accept the price, convert himself into an unpaid seller and claim lien. അതൊന്നും സാധ്യമല്ല. അതാണ് the moment price is tendered, lien gets terminated. അല്ലാതെ വോളണ്ടറി റിഫ്യൂസ് ചെയ്തുകൊണ്ട് പ്രൈസ് ആക്സെപ്റ്റ് ചെയ്യാൻ വോളണ്ടറിലി റിഫ്യൂസ് ചെയ്തുകൊണ്ട് അയാളെ തന്നെ ഒരു അൺപെയ്ഡ് സെല്ലർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. അപ്പൊ ഈ വാൽപി വേഴ്സസ് ഗിബ്സൺ എഴുതുക. ഇവിടെ എഡുൾജി വേഴ്സസ് കഫേ ജോൺ ബ്രദേഴ്സ് ആ റെഫ്രിജറേറ്ററിന്റെ കേസ് എഴുതുക. വേവർ നിങ്ങൾ എഴുതിയാൽ മതി. അതായത് സെല്ലറിന് പൊസഷനുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ, അയാൾക്ക് അത് കൺസ്യൂം ചെയ്യാനോ അത് റോങ്ഫുള്ളി റീസെൽ ചെയ്യാനോ ഒന്നുമില്ല. അങ്ങനെ അയാൾ ചെയ്തു കഴിഞ്ഞാൽ ഹി ഹാസ് വേവ്ഡ് ഹിസ് റൈറ്റ് ഓഫ് ലീൻ. അതായത് അയാളുടെ ലീൻ അവിടെ ടെർമിനേറ്റ് ചെയ്തു. അയാൾ തന്നെ ബൈ വേവർ അയാൾ ടെർമിനേറ്റ് ചെയ്തു. ടെൻഡർ ഓഫ് പ്രൈസ് എഴുതുക. പ്രൈസ് തന്നു കഴിഞ്ഞാൽ അത് മേടിക്കുക, വോളണ്ടറിലി റിഫ്യൂസ് ചെയ്യരുത്. പിന്നെ ഇതും കൂടെ എഴുതാൻ മടിക്കണ്ട. മനസ്സിലായി? ഇതിൻ്റെ അകത്ത് ഇല്ലെങ്കിലും ഡിസ്പോസൽ ഓഫ് ഗുഡ്സ് ബൈ ബയർ, അതിന് ആ സെക്ഷൻ 53 സബ്സെയിലിന്റെ സെല്ലറിന്റെ കൺസെന്റിന്റെ എഴുതി ചേർക്കുക. പിന്നെ മറ്റേ ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ആണെങ്കിൽ സെയിൽ വഴിയാണെന്നുണ്ടെങ്കിൽ അയാളുടെ റൈറ്റ് ടു ലീൻ ടെർമിനേറ്റഡ് ആവുന്നുള്ളത് എഴുതുക. 5 കണ്ടീഷൻസ് ആയി. ഓക്കെ, ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞു, നമ്മളെല്ലാം കവർ ചെയ്തു. ഇനി എനിക്ക് ഇവിടെ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഇതൊരു സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഈ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റിൽ പറയുന്നത് ഇവിടെ കാരിയറിനെ പറ്റിയാണ് പറയുന്നത്. എപ്പോഴൊക്കെയാണ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് വരുന്നത്? സെക്ഷൻ 50 ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ചെറുതായിട്ടൊരു കാര്യം ഞാൻ പെട്ടെന്ന് നിർത്താം. ഓക്കെ, എന്തൊക്കെ കണ്ടീഷൻസ്? നമ്മൾ കുറെ കണ്ടീഷൻസ് പറഞ്ഞില്ലേ? സെല്ലർ അൺപെയ്ഡ് ആയിരിക്കണം. ഓക്കെ, സെല്ലർ അൺപെയ്ഡ് ആയിരിക്കണം. പിന്നെ സെല്ലർ ഷുഡ് ഹാവ് പാർട്ടഡ് വിത്ത് ദ പൊസഷൻ ഓഫ് ദ ഗുഡ്സ്. പിന്നെന്താണ്? ബയർ ഇൻസോൾവെന്റ് ആയിരിക്കണം. സബ്ജക്ട് ടു പ്രൊവിഷൻസ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആയിരിക്കണം. ഇത് കോഴ്സ് ഓഫ് ട്രാൻസിറ്റിലായിരിക്കണം. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബയർ അൺപെയ്ഡ് സെല്ലറിന് ആ റൈറ്റ് ഓഫ് സ്റ്റോപ്പിംഗ് ഇൻ ട്രാൻസിറ്റ് ഉണ്ട്. ഏതുവരെ? അൺടിൽ പേയ്മെന്റ് ഓഫ് ഇത് നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ അകത്ത് ഈ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ, ലാസ്റ്റ് റിക്വയർമെന്റ്, അതായത് ഈ കോഴ്സ് ഓഫ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്, is it a question of fact? Yes, it is also a question of fact. അതൊരു ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് തന്നെയാണ്. ബട്ട് ദിസ് ഫാക്ട്, വെദർ ദ ഗുഡ്സ് ആർ ഇൻ ട്രാൻസിറ്റ്, ഇസ് സംടൈംസ് ഡിഫിക്കൽട്ട് ടു അസർട്ടൈൻ. ബാക്കിയുള്ളത് മാതിരി അത്ര എളുപ്പമല്ല അല്ലേ? സെല്ലർ ഹാസ് ഹി പാർട്ടഡ് വിത്ത് ദ പൊസഷൻ ഓഫ് ദ ഗുഡ്സ്, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബയർ ഇൻസോൾവെന്റ് ആയോ? അതും ഐഡന്റിഫൈ. എല്ലാം ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് തന്നെയാണ്. സെല്ലർ അൺപെയ്ഡ് ആണോ? അതും ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് ആണ്. പക്ഷെ വെദർ ഇറ്റ് ഈസ് ഇൻ കോഴ്സ് ഓഫ് ട്രാൻസിറ്റ്, അതൊരു ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് ആണെങ്കിൽ കൂടെ ഇറ്റ് ഈസ് സംടൈംസ് ഡിഫിക്കൽട്ട് ടു അസർട്ടൈൻ. അതുകൊണ്ടാണ് സെക്ഷൻ 51 എഴുതി ചേർത്തിരിക്കുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് 7 സബ്സെക്ഷൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ഡിഫിക്കൽട്ട് ടു അസർട്ടൈൻ വരുന്നത്? ചിലപ്പോൾ ഗുഡ്സ് മേ ബി ഇൻ ദ കസ്റ്റഡി ഓഫ് എ കാരിയർ, യെറ്റ് ദേ മേ നോട്ട് ബി ഇൻ ട്രാൻസിറ്റ്. ഓക്കെ, ചിലപ്പോൾ ഗുഡ്സ് കാരിയറിന്റെ കസ്റ്റഡിയിലായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ അത് ട്രാൻസിറ്റിലായിരിക്കില്ല. ചിലപ്പോൾ ഗുഡ്സ് കാരിയറിന്റെ കസ്റ്റഡിയിലായിരിക്കില്ല, പക്ഷെ അത് ട്രാൻസിറ്റിലായിരിക്കും. ഇങ്ങനെ പല പല കേസുകൾ വരും. എന്തുകൊണ്ടാണ്? മച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കപ്പാസിറ്റി ഇൻ വിച്ച് ദ മിഡിൽ മാൻ ഹോൾഡ്സ് ദ ഗുഡ്സ്. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. ഈ കാരിയർ ആരുടെ കാരിയർ ആണ്? ബയറിന്റെ കാരിയർ ആണോ? സെല്ലറിന്റെ കാരിയർ ആണോ? അതോ ഇൻഡിപെൻഡന്റ് കാരിയർ ആണോ? അതായത് ഇൻ വിച്ച് കപ്പാസിറ്റി ദ മിഡിൽ മാൻ എന്ന് പറഞ്ഞാൽ ഈ കാരിയർ ഹോൾഡ്സ് ദ ഗുഡ്സ്. അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം മാറും. അതുകൊണ്ടാണ് ഈ കോഴ്സ് ഓഫ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത് ഈവൻ ദോ ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അസർട്ടൈൻ. അതായത് ഇഫ് ഹി ഹോൾഡ്സ് ദ ഗുഡ്സ് ആസ് എൻ ഏജന്റ് ഫോർ ദ സെല്ലർ, ദർ ഇസ് നോ ട്രാൻസിറ്റ്. ഓക്കെ, അത് മനസ്സിലായോ? അതായത് ഈ ഏജന്റ്, ഈ മിഡിൽ മാൻ, അതായത് കാരിയർ ഈ ഗുഡ്സ് ഹോൾഡ് ചെയ്യുന്നത് ഒരു സെല്ലറിന്റെ ഏജന്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ട്രാൻസിറ്റ് ഒന്നുമില്ല, അവിടെ ട്രാൻസിറ്റ് ഇല്ല. ബിക്കോസ് ദ ഗുഡ്സ് ആർ അണ്ടർ സെല്ലേഴ്സ് ലീൻ.
സെല്ലറിന്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ട്രാൻസിറ്റ് കമൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു കമൻസ്മെന്റും ഉണ്ട്, അതിനൊരു എൻഡും ഉണ്ട്. ട്രാൻസിറ്റ് കമൻസ് ചെയ്തിട്ട് ഇല്ല. കാരിയർ എന്ന് ഈ കാരിയർ സെല്ലറിന്റെ ഏജന്റ് ആയിട്ടാണ് ഈ ഗുഡ്സ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു കാരിയറിലേക്ക്, ഈ സെല്ലർ കാരിയറിലേക്ക് ഗുഡ്സ് ലോഡ് ചെയ്തു. പക്ഷെ ആ കാരിയർ തന്നെ സെല്ലറിന്റെ കാരിയർ ആണെങ്കിൽ അത് ട്രാൻസിറ്റിലാണോ? അല്ല. കാരണം എന്താ? അത് സെല്ലറിന്റെ ലീനിലാണ്, ഇപ്പൊ സെല്ലറിന്റെ പൊസിഷനിലാണ്. ഓക്കെ, അപ്പൊ അത് ട്രാൻസിറ്റിലല്ല. ഇനി ഇഫ് ഹി ഹോൾഡ്സ് ദം ആസ് ഏജന്റ് ഫോർ ദ ബയർ, അതേസമയം ബയർ അയാളുടെ ഷിപ്പ് പറഞ്ഞു വിട്ടിരിക്കുക, ആ ഷിപ്പിലേക്കാണ് ഇത് കയറ്റിയതെങ്കിലോ, then again there is no transit. അപ്പോഴും ട്രാൻസിറ്റ് ഇല്ല. കാരണം എന്താ? the buyer has acquired the possession. എന്താ, കുറച്ച് ട്രിക്കിയാണത്. സെല്ലറിന്റെ ആണ് ഷിപ്പ് എങ്കിൽ അതിലേക്ക് ഗുഡ്സ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസിറ്റിലാണോ? അല്ല. കാരണം എന്താ? ഗുഡ്സ് സെല്ലറിന്റെ ലീനിലാണ്, സെല്ലറിന്റെ പൊസിഷനിലായിരിക്കുന്നത്. ഇനി വന്നിരിക്കുന്ന കാരിയർ ബയറിന്റെ കാരിയർ ആണെങ്കിൽ ട്രാൻസിറ്റിലാണോ? അല്ല. ട്രാൻസിറ്റ് എൻഡ് ചെയ്തു. ട്രാൻസിറ്റ് കമന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻഡ് ചെയ്തു. കാരണം എന്താ? ബയറിന്റെ പൊസിഷനിലേക്ക് പോയി. ട്രാൻസിറ്റ് വേണമെങ്കിൽ ഇത് കമൻസ്മെന്റിന്റെ എൻഡിന്റെ ഇടയ്ക്കായിരിക്കണം ട്രാൻസിറ്റ്. ഓക്കെ, വിച്ച് പുട്സ് ആൻ എൻഡ് ടു ദ സെല്ലേഴ്സ് റൈറ്റ്. സെല്ലറിന്റെ എല്ലാ റൈറ്റ്സും കഴിഞ്ഞു. ഇപ്പൊ ബയർ അയാളുടെ ഷിപ്പ് ചാർട്ടർ ചെയ്തിട്ട് സെല്ലർ ഉള്ള സ്ഥലത്തേക്ക് വിടുകയാണ്. ആ പോർട്ടിൽ ഈ ഗുഡ്സ് കയറ്റി കഴിയുമ്പോൾ റൈറ്റ് ഓഫ് ലീനും പോയി, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ആൻഡ് ട്രാൻസിറ്റും പോയി. അതാ പറയുന്നത്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ മിഡിൽ മാൻ, ഹൗ ദ കാരിയർ ഹോൾഡ്സ് ഇറ്റ്. ഈസ് ഹി എ ഏജന്റ് ഓഫ് ദ സെല്ലർ, ഈസ് ഹി എ ഏജന്റ് ഓഫ് ദ ബയർ. അതിനനുസരിച്ച് ഈ രണ്ട് കേസിലും ട്രാൻസിറ്റ് ഇല്ല. ഇനിയാണ് ഇമ്പോർട്ടന്റ്, ഇറ്റ് ഈസ് ഓൺലി വെൻ ഹി ഹോൾഡ്സ് ദ ഗുഡ്സ് ആസ് എൻ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ, that is in his own right as a carrier of Bailey, there is transit in law. അപ്പോൾ മാത്രമേ ട്രാൻസിറ്റ് ഇൻ ലോ വരുന്നുള്ളൂ. ആൻഡ് ദാറ്റ് there is question of stoppage in transit. അപ്പോഴേ ട്രാൻസിറ്റ് ഉള്ളൂ, അപ്പോഴേ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. ട്രാൻസിറ്റ് തന്നെ ഇല്ലെങ്കിൽ എങ്ങനെയാ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് വരുന്നത്? ഓക്കെ, അപ്പം ഓൺലി വെൻ ഹി ഹോൾഡ് ദ കാരിയർ ഹോൾഡ്സ് ഇറ്റ് ആസ് എൻ ഇൻഡിപെൻഡന്റ് contractor, there is transit and law, and then only the question of stoppage in transit comes. Okay, ഇതിന്റെ അകത്ത് ലോർഡ് ജസ്റ്റിസ് കെയ്ൻസ് പറഞ്ഞ ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞാണ്, the essential feature of a stoppage in transit is that the goods should be in the possession of a middleman or some person intervening between the vendor who has parted with and purchaser who has not yet received them. അത് എന്തൊരു ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ആണ്. അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് സ്റ്റോപ്പേജ് ഓഫ് ട്രാൻസിറ്റിന്റെ എസെൻഷ്യൽ ഫീച്ചർ എന്താ? സ്റ്റോപ്പേജ് ഓഫ് ട്രാൻസിറ്റിന്റെ എസെൻഷ്യൽ ഫീച്ചർ ഗുഡ്സ് ഒരു മിഡിൽ മാന്റെ പൊസിഷനിലായിരിക്കണം, അല്ലെങ്കിൽ സം പേഴ്സൺ ഇന്റർവീനിങ് ബിറ്റ്വീൻ ദ വെൻഡർ ഹു ഹാസ് പാർട്ടഡ് വിത്ത്. വെൻഡർ അയാളുടെ ഗുഡ്സ് പാർട്ട് ചെയ്തിരിക്കണം, അയാളുടെ പൊസഷൻ പാർട്ട് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ഒരു വെൻഡറിന്റെയും ഇതേവരെ റിസീവ് ചെയ്യാത്ത ഒരു പർച്ചേസറിന്റെയും ഇടയ്ക്കുള്ള ഒരു ഇന്റർവീനിങ് പേഴ്സൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോഴേ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ഉണ്ടാവുള്ളൂ. അതായത് പൊസഷൻ പാർട്ട് ചെയ്ത ഒരു വെൻഡറിന്റെയും റിസീവ് ചെയ്യാത്ത ഒരു പർച്ചേസറിന്റെ ഇടയ്ക്ക് ഇത് കിടക്കണം. ആ ഒരു സമയത്ത് മാത്രമേ ആ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതും നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് സെക്ഷൻ 50 എഴുതുന്നതിന്റെ കൂടെ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് അത് എഴുതാം. ഇനിയിപ്പോ നിങ്ങൾക്ക് അത് ഏത് കേസ് ലോയിലാണ് ലോർഡ് ജസ്റ്റിസ് ഇത് പറഞ്ഞെന്നുണ്ടെങ്കിൽ 413 സ്കോട്ട്സ്മാൻ വേഴ്സസ് ലാങ്കർഷയർ ആൻഡ് യോർക്ക്ഷയർ റെയിൽവേ കമ്പനി, അതിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഇത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് അവിടെ കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് ഒരൊറ്റൊരു കാര്യം കൂടെ ഉള്ളൂ. അത് ഫസ്റ്റ് തന്നെ പറയാനുള്ളതാണ്. അതായത് ഈ ഡിസോണറിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഈ ഒരു കാര്യം കൂടെ നിങ്ങളുടെ നോട്ടിൽ എഴുതുകയാണെങ്കിൽ നന്നായിരിക്കും. അതായത് ഈ അൺപെയ്ഡ് സെല്ലറിന്റെ ലീനിലെ ഇവിടെ ഒരു കേസ് ലോ ഉണ്ട്. ഈ കേസ് ലോ എഴുതാൻ പറ്റിയെങ്കിൽ നന്നായിരിക്കും. അതായത് സോംസ് വേഴ്സസ് ബ്രിട്ടീഷ് എംപയർ ഷിപ്പിംഗ് കമ്പനി. ഇതിന്റെ അകത്ത് എന്താ പറഞ്ഞതെന്നറിയാം? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദ റൈറ്റ് ഓഫ് ലീൻ എക്സിസ്റ്റ് ഓൺലി ഫോർ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. ഇത് ഈ കേസ് ഇതെല്ലാം നിങ്ങൾ കണ്ടു, ഇതൊക്കെ ഓരോ കേസ് ലോസിലൂടെ വരുന്നതാണ്. മനസ്സിലായില്ല? ദ റൈറ്റ് ഓഫ് ലീൻ. പക്ഷെ നിങ്ങൾ നോക്കുക, എല്ലാ കേസ് ലോസിന്റെയും റൂട്ട് ബെയറാക്ടിന് വരുന്നത്. അതായത് ദ റൈറ്റ് ഓഫ് ലീൻ എക്സിസ്റ്റ് ഓൺലി ഫോർ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. ഇത് ബെയറാക്ട് പറഞ്ഞിട്ടുണ്ട്, ഗുഡ്സിന്റെ പ്രൈസിന് മാത്രമേ റൈറ്റ് ഓഫ് ലീൻ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ദ സെല്ലർ ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ലീൻ ഫോർ എനി അതർ ചാർജസ്, ദാറ്റ് ഈസ് ചാർജസ് ഫോർ സ്റ്റോറേജ് ഓർ ദ ലൈക്ക്. അയാൾ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് എന്തെങ്കിലും സ്റ്റോറേജ് ചാർജസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും റൈറ്റ് ഓഫ് ലീനിന്റെ എക്സ്റ്റെൻഡിൽ വരില്ല. It has been held by House of Lords in this case that where the price has been tendered, the seller cannot claim to retain the goods. Seller buyer price tender ചെയ്ത് കഴിഞ്ഞാൽ
സെല്ലറിന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല ടു റീറ്റെയിൻ ദ ഗുഡ്സ് ഫർദർ ഫോർ ദ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ഹിം ഓൺ സ്റ്റോറേജ് ഡ്യൂറിംഗ് ദ പീരിയഡ് ദാറ്റ് ഹി വാസ് ഹോൾഡിംഗ് ദ ഗുഡ്സ് ഇൻ എക്സസൈസ് ഓഫ് ഹിസ് ക്ലെയിം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്തൊരു കാര്യം പറയുമ്പോഴും അതിൻ്റെ സോഴ്സ് ഓഫ് ലോ നിങ്ങൾ കോട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾ പറയാണ് സ്റ്റോറേജിൻ്റെ പൈസ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഹൗസ് ഓഫ് ലോർഡ്സ് പറഞ്ഞു, സോംസ് വേഴ്സസ് ബ്രിട്ടീഷ് എംപയർ ഷിപ്പിംഗ് കോർപ്പറേഷനിൽ പറഞ്ഞു. അതൊരു പ്രസിഡന്റാണ്, ലോങ് സ്റ്റാൻഡിങ് പ്രസിഡന്റാണ്. അതാണ് സോഴ്സ് ഓഫ് ലോ. പ്രൈസ് ഓഫ് ഗുഡ്സ്, അത് ഈ ജഡ്ജിമാർ എവിടെ നിന്നാണ് എടുക്കുന്നത്? കാരണം അത് വേറായിട്ട് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ഓഫ് ലീൻ എക്സിസ്റ്റ് ഓൺലി ഫോർ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. പ്രൈസ് ഓഫ് ഗുഡ്സിന് മാത്രമേ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോടതിയിൽ കേസ് വരികയാണ്, ആരെങ്കിലും അത് കുറേ സ്റ്റോറേജിന് ഒരുപാട് പൈസ ചിലവായി, അപ്പോൾ അവരത് ഗുഡ്സ് റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ കോടതിയിൽ പോകുമ്പോൾ അവർ പറയുന്നതാണ് വേർ ദ പ്രൈസ് ഹാസ് ബീൻ ടെൻഡേർഡ് ദ സെല്ലർ കനോട്ട് ക്ലെയിം ടു റീറ്റെയിൻ ദ ഗുഡ്സ്. അപ്പോൾ ഇത് നല്ലൊരു കേസിലോ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതിൻ്റെ അകത്ത് അതിൻ്റെ എക്സ്റ്റെൻഡ് എവിടെയാണ് ഉള്ളതാണ്. അത് ഇവിടെ തന്നെ ഈ മുകളിലും പറഞ്ഞിട്ടുണ്ട്. ദി എക്സ്റ്റെൻഡ് ഓഫ് ലീൻ is limited to the price. The seller is not entitled to exercise the lien so as to claim from the buyer his expenses for detaining the goods until the price is paid, because during the period of lien the seller is detaining the goods for his own benefit. ഇതെല്ലാം സെല്ലർ എന്തിനാണ് ചെയ്യുന്നത്? അയാളുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ സൂ ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? കാരണം the seller's remedy against the buyer for these expenses will be a claim for damages if he can establish a ground for such a claim. അപ്പോൾ ഓരോ ഏത് റൈറ്റ് ആണോ വയലേറ്റ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റെമഡി ഉണ്ടാവും. ആ റെമഡി വഴി ആക്സസ് ചെയ്യണം. അല്ലാതെ എല്ലാം കൂടെ ഒരു സ്ഥിതിക്ക് റൈറ്റ് ഓഫ് ലീൻ എന്തിനാണോ ഉള്ളത് ഒക്കെ സെക്ഷനിലെ ഇൻഗ്രീഡിയന്റ് വഴി പോകണം. അങ്ങനെ ഈ എക്സ്റ്റെൻഡ് ഓഫ് ലീൻ ഓൺലി ഫോർ ദ പ്രൈസ് ആയ കാരണം വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി എനിക്ക് ലാസ്റ്റ് ഒരു കാര്യം കൂടെ, ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറ്റുമെങ്കിൽ നോട്ടിൽ എഴുതി ചേർക്കുക. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, who is an unpaid seller? Okay, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. Who is an unpaid seller എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? Whole of the price has not been paid or tendered. മുഴുവൻ പ്രൈസും കൊടുക്കാത്ത ഒരാൾ അൺപെയ്ഡ് സെല്ലറാണ്. പിന്നെ ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി വേർ ഇറ്റ് ഈസ് റിസീവ്ഡ് ആസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഒരു പേയ്മെന്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ രൂപത്തിൽ റിസീവ് ചെയ്തൊരു കേസിൽ, അതായത് ലൈക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്, അങ്ങനെ റിസീവ് ചെയ്തതാണെങ്കിൽ ഹി ഈസ് നോട്ട് ആൻ അൺപെയ്ഡ് സെല്ലർ. ഇപ്പോൾ ഒരാൾ ഗുഡ്സ് കൊടുത്തു, എന്നിട്ട് അതിന് പകരമായിട്ട് അയാൾ എങ്ങനെയാണ് പേയ്മെന്റ് റിസീവ് ചെയ്ത്? ബിൽ ഓഫ് എക്സ്ചേഞ്ചോ ഒരു പ്രോമിസറി നോട്ടോ ഒരു ചെക്കോ വഴിയാണ് ഇത് റിസീവ് ചെയ്തത് എന്ന് വെച്ചിട്ട് അയാൾ അൺപെയ്ഡ് സെല്ലർ ഒന്നും ആവില്ല. അത് ഡിസോണർ ആവണം. എപ്പോൾ ഡിസോണർഡ് ആവണം? അത് ഡിസോണർ ആവണം. എപ്പോൾ ഡിസോണർഡ് ആവണം? ഈഫ് ബിഫോർ ഹി ഹാസ് ഡെലിവേർഡ് ദ ഗുഡ്സ്. ഈ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നതിന് മുമ്പ് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഡിസോണർ ആവുകയാണെന്നുണ്ടെങ്കിൽ then he becomes an unpaid seller and may exercise his rights. എന്താ ഇതിന്റെ അർത്ഥം? എന്താ, എന്തിനാണ് if before he has delivered the goods എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ഗുഡ്സ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഡിസോണർ ചെയ്തത് എങ്കിൽ എന്ത് പറ്റും? അയാൾക്ക് റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ആൻഡ് ട്രാൻസിറ്റ് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം മറ്റേയാളുടെ പൊസിഷനിലെത്തി ഗുഡ്സ്. ഓക്കെ, അപ്പം before he has delivered the goods, the negotiable instrument is dishonored, he becomes an unpaid seller and may exercise his rights. ഓക്കെ, അപ്പൊ അതും കൂടെ ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടി നോക്കുക. സമയം എത്രയെന്ന് അറിയോ? 5:45. അത് 1 മണിക്കൂർ 45 മിനിറ്റായി. ഓക്കെ, നിങ്ങൾ ഇതുവരെ എന്നെ തെറിയൊന്നും പറയാതിരുന്നതിന് നന്ദി. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? നിങ്ങളൊരു കാര്യം, അല്ലല്ല സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല, അപ്പുറത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണത്. കാരണം സംസാരിക്കുന്ന ആളുകൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, അയാൾക്ക് ആ ടൈം പോകുന്നത് ചിലപ്പോൾ അറിയില്ല. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അതുകൊണ്ടാണ് ഇത് ഇന്ററാക്റ്റീവ് സെഷൻ ആക്കണമെന്ന് പറയുന്നത്. അതെന്തോ ആവട്ടെ. അപ്പൊ നിങ്ങൾ ഒരു നോട്ട് ഉണ്ടാക്കുക. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇത് വായിക്കുക. ഞാനിപ്പോ ഈ മാർക്ക് ചെയ്ത സാധനം ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരണോ? അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ